കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ನಾಮ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഒരു പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ಒಂದು ಹಗಲು ಕೂಡ ಕರ್ತನನ್ನು ಸ್ತುತಿಸೋದಕ್ಕೆ ದೇವರು ಒಂದು ಒಳ್ಳೆಯ ಹಗಲನ್ನು ದೇವರು ಕೊಟ್ಟದಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഇന്ന് നമ്മൾ കർത്താവ് സ്നേഹിക്കുന്നതിനായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ಕರ್ತನು ನಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇರೋದರಿಂದ ದೇವರನ್ನ ನಾನು ಮಹಿಮೆ ಪಡಿಸ್ತಾ ಇದ್ದೇನೆ. ആമേൻ. സ്തോത്രം. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ಎಲ್ಲ ಘನ ಮಾನ ಮಹಿಮೆ ಕರ್ತನಿಗೆ ನಾನು ಸಲ್ಲಿಸುವನಾಗಿದ್ದೇನೆ. ആമേൻ. ഈ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്ത പ്രിയ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ಈ ಸಭೆಗೆ ನನ್ನನ್ನು ಸ್ವಾಗತ ಮಾಡಿದಂತ ಕರ್ತರ ಸೇವಕರಿಗೆ ನನ್ನ ಕೃತಜ್ಞತೆಯನ್ನ ಹೇಳುತ್ತಾ ಇದ್ದೇನೆ. ആമേൻ. സ്തോത്രം. എത്ര പേരിന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു? ಎಷ್ಟು ಜನ ನೀವು ಸಂತೋಷವಾಗಿದ್ದೀರಾ? ആമേൻ. യേശു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ಯೇಸು ನಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇರೋದರಿಂದ, ആമേൻ. സ്തോത്രം. യേശു നമ്മളെ കരുതുന്നത് കൊണ്ട്, ಯೇಸು ನಮಗಾಗಿ ಎಲ್ಲವನ್ನ ಒದಗಿಸ್ತಾ ಇರೋದರಿಂದ നമുക്ക് പൂർണ്ണമായ സന്തോഷത്തോടെ ആയിരിക്കാം. ನಾವು ಬಹಳ ಸಂತೋಷವಾಗಿರೋಣ. കർത്താവ് എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കുറച്ച് സമയങ്ങൾ ഇരുത്തിയായിരുന്നു. ಕರ್ತನು ನನಗೆ ಸ್ವಲ್ಪ ಹೊತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕಾಗಿ ಸ್ವಲ್ಪ ಸಮಯ ಕೂಡಿಸಿದನು. ആമേൻ. സ്തോത്രം. ഈ ചർച്ചിലോട്ട് സ്വാഗതം ചെയ്യുന്ന സമയം മുതൽ ಈ ಸಭೆಗೆ ನನ್ನನ್ನು ಸ್ವಾಗತ ಮಾಡೋದಕ್ಕಿಂತ ಆ ಸಮಯದಿಂದ ഒരു 4-5 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്നായിരുന്നു. ಒಂದು 4-5 ದಿನ ನಾನು ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಕುಳಿತಿದ್ದೆ. സ്തോത്രം. രാവും പകലും ഒന്നും നോക്കാതെ ദൈവം ഇരുത്തിയായിരുന്നു. ಹಗಲು ರಾತ್ರಿ ಯಾವುದನ್ನು ನೋಡದೆ ದೇವರು ನನ್ನ ತನ್ನ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂರಿಸಿದ್ದು. അപ്പൊ പരിശുദ്ധാത്മാവ് ചില വെളിപ്പാടുകൾ ആമേൻ ഈ സഭയോടനുബന്ധിച്ച് പകർപ്പെടുവാൻ ആമേൻ തരുവാനിടയായി. ಆಗ ಪರಿಶುದ್ಧಾತ್ಮನು ಈ ಸಭೆಯ ಸಂಬಂಧವಾಗಿ ಕೆಲವು ಪ್ರಕಟಣೆಗಳನ್ನ ದೇವರು ನನಗೆ ತಿಳಿಸಿಕೊಟ್ಟರು. ആമേൻ. സബിത എന്നൊരു പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ಸವಿದಾ ಎಂಬ ಒಂದು ಹೆಸರನ್ನ ದೇವರು ಪ್ರಕಟಪಡಿಸಿದರು. നടുവിന് പ്രോബ്ലം ഉള്ളവരെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ಸೊಂಟಕ್ಕೆ ನೋವು ಇರುವಂತವರು, ಸಮಸ್ಯೆ ಇರುವವರನ್ನ ದೇವರು ಪ್ರಕಟಿಸಿದ್ದಾನೆ. ഹൈറ്റ് കുറവുള്ള, ಎತ್ತರ ಕಡಿಮೆ ಇರುವಂತ, ഇച്ചിരി ശകലം വണ്ണമുള്ള, ಸ್ವಲ್ಪ ದಪ್ಪ ಇರುವಂತ, ഹെയർ ബ്രൗൺ കളറിലുള്ള ഒരു ആമേൻ ഒരു ആന്റിയെ ആമേൻ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ತಲೆ ಕೂದಲು ಬ್ರೌನ್ ಕಲರ್ ಅಲ್ಲಿ ಇರುವಂತ ಒಂದು ಆಂಟಿಯನ್ನ ದೇವರು ಪ್ರಕಟಿಸಿದ್ದಾನೆ. ആമേൻ. സ്തോത്രം. ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. ಈ ತರ ಒಂದು ಕೆಲವು വിഷയಗಳನ್ನು ದೇವರು ನನಗೆ ಪ್ರಕಟಿಸಿದನು. പിന്നെ ഈ അടിപിടി, ആമേൻ. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്കുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ട് ഈ ആലയത്തിൻ്റെ അകത്തുണ്ട്. ಇನ್ನೊಬ್ಬರೊಂದಿಗೆ ಜಗಳ ಮಾಡುವಂತ, ಹೊಡೆದಾಡುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ, ಅವರು ರಕ್ಷಣೆ ಹೊಂದಿದಂತವರು ಇದರ ಮಧ್ಯದಲ್ಲಿ മുംബൈയുമായി കണക്ഷൻ ഉണ്ട്. ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ಅವರಿಗೆ ಬಾಂಬೆ ಜೊತೆ ಸಂಬಂಧ ಇತ್ತು. ഇങ്ങനത്തെ കുറെ ആമേൻ ദർശനങ്ങൾ, വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് സഭയോട് അനുബന്ധിച്ച് കാണിക്കുവാനിടയായി. ಈ ರೀತಿಯಾದಂತಹ ಅನೇಕ ದರ್ಶನಗಳನ್ನ ದೇವರು ನನಗೆ ಪರಿಶುದ್ಧಾತ್ಮ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ನಾವು ನಂಬುವಂತ ಕಾರ್ಯ ಇದೆ. യേശു കള്ളം പറയുന്നില്ല. ಯೇಸು ಸುಳ್ಳು ಹೇಳುವುದಿಲ್ಲ. യേശു കള്ളം പറയുന്നില്ല. ಯೇಸು ಸುಳ್ಳು ಹೇಳುವುದಿಲ್ಲ. ആമേൻ. തീർച്ചയായിട്ടും ഇവരെല്ലാം ഈ ചർച്ചിന്റെ അകത്തുള്ളവരാണ്. ನಿಜವಾಗಲೂ ಹೇಳಿದಂತ ಎಲ್ಲಾ ವ್ಯಕ್ತಿಗಳು ಈ ಸಭೆಯಲ್ಲಿ ಇರುವಂತವರೇ. ആമേൻ. ദയവായി അങ്ങനെയുള്ളവർ ആമേൻ ഈ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും ದಯವಿಟ್ಟು ಈ ಪ್ರಸಂಗ ಮುಗಿದ ನಂತರವಾಗಿ അവരോട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കും. ಅವರೊಂದಿಗೆ ಪವಿತ್ರಾತ್ಮನ ಒಡನಾಟ ಇರುತ್ತದೆ. ദൈവം നമ്മളെ ഒരുമിച്ച് എല്ലാവരും ബലപ്പെടുത്തട്ടെ. ದೇವರು ಎಲ್ಲರನ್ನ ನಮ್ಮನ್ನ ಒಟ್ಟಾಗಿ ಬಲಪಡಿಸಲಿ. അല്പസമയം വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. ಸ್ವಲ್ಪ ಸಮಯ ನಾವು ದೇವರ ವಾಕ್ಯವನ್ನ ನಾವು ಗಮನಿಸೋಣ. ആമേൻ. റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. ರೋಮಪುರದ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ ಅದರ 25ನೇ ವಾಕ್ಯ. റോമർ 3:25. 3:25ನೇ ವಾಕ್ಯ. ആമേൻ. വിശ്വസിക്കുന്നവർക്ക്, ನಂಬುವವರಿಗೆ, അവൻ തന്റെ രക്തം മൂലം ತಾನು ತನ್ನ ರಕ್ತದ ಮೂಲಕ പ്രായച്ചിത്തമാകുവാൻ ಪ್ರಾಯಚಿತ್ತವಾಗುವುದಕ್ಕೆ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ದೇವರು ಆತನನ್ನು ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲಿಸಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർക്ക്, ನಂಬುವವರಿಗೆ തന്റെ രക്തം മൂലം ತನ್ನ ರಕ್ತದ ಮೂಲಕ പ്രായച്ചിത്തം കൊടുക്കുവാൻ വേണ്ടി ಪ್ರಾಯಚಿತ್ತವಾಗಿ ಕೊಡುವುದಕ್ಕಾಗಿ ದೇವರು പിതാവ് ತಂದೆ പുത്രനെ ಮಗನನ್ನ യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲಿಸಿದ್ದಾನೆ. എനിക്കുള്ള സെക്ഷൻ വരെ എത്ര സെക്ഷൻ എനിക്ക് ഇട്ടിട്ടുണ്ടോ, ನನಗೆ ಎಷ್ಟು ಸೆಕ್ಷನ್ ಇದೆಯೋ ആ സെക്ഷൻ വരെയും ಆ ಕೂಟ ಮುಗಿಯುವವರೆಗೂ പരസ്യമായി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ, ഒരു ക്രൈസ്റ്റിനെ ആമി വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ಬಹಿರಂಗವಾಗಿ ಪ್ರಕಟವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನನ್ನ ಪ್ರಚಾರಪಡಿಸೋದಕ್ಕೆ ನಾನು ಸಿದ್ಧನಾಗಿದ್ದೇನೆ. നിങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു പരസ്യമായി നിൽക്കുന്നു. ನನಗೂ ನಿಮಗೋಸ್ಕರ ಯೇಸು ಕ್ರಿಸ್ತನು ಆತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. രഹസ്യമായി നിൽക്കുന്ന ഒരു യേശുവിനെ അല്ല ഞാൻ വിളിക്കുന്നത്. ರಹಸ್ಯವಾಗಿ ನಿಂತಿರುವ ಯೇಸುವನ್ನಲ್ಲ കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ ಕೋಟ್ಯಾನುಕೋಟಿ ದೇವದೂತ
ಋತುಗಳ സകല ಮಧ್ಯೆ, പ്രപഞ്ചത്തിന്റെ നടുവിൽ ಸಕಲ ಪ್ರಪಂಚದ ಮಧ್ಯೆ പരസ്യമായി നിൽക്കുന്ന ഒരു ക്രിസ്തു. ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವವ ಕ್ರಿಸ್ತನು. ആ ആത്മാവിനെ പ്രാപിച്ചവർ എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? ಆ ಆತ್ಮನನ್ನ ಹೊಂದಿದವರು ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿ യേശുവിനെ ಇದ್ದೀರಿ? സ്വീകരിച്ചവൻ ಯೇಸುವನ್ನ ಸ್ವೀಕರಿಸಿದವರು ഭീരുവായിട്ടിരിക്കാനല്ല, ಭಯದಲ್ಲಿ അവൻ ಇರುವುದಕ್ಕಲ್ಲ, ധൈര്യത്തോടെ പുറത്ത് കാണിക്കുവാനിടയാകണം. ಅವನು ಧೈರ್ಯದಿಂದ ಹೊರಗಡೆ ತೋರಿಸೋದಕ್ಕೆ ಅವನು ಸಿದ್ಧನಾಗಬೇಕು. ആമേൻ. അകത്ത് ഒളിച്ചു വെക്കുന്ന ഒരു അഭിഷേകമല്ല നമുക്കുള്ളത്, ಒಳಗೆ ಆ ಮರೆಯಾಗಿ ಇಡಬೇಕಾದ ಅಭಿಷೇಕವಲ್ಲ പുറത്ത് ನಮ್ಮಲ್ಲಿರುವಂತದ್ದು. പരസ്യമായി വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകം. ಹೊರಗೆ ಪ್ರಕಟವಾಗಿ ಬಹಿರಂಗವಾಗಿ ಪ್ರಕಟಿಸುವ ಅಭಿಷೇಕ. യേശു എനിക്ക് വേണ്ടി പരസ്യമായി നിൽക്കുന്നിടത്തോളം ಯೇಸು ನನಗಾಗಿ ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲುವ എന്നെ ಮಟ್ಟಿಗೆ പരസ്യമാക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ನನ್ನನ್ನು ಬಹಿರಂಗ ತರೋದಕ್ಕೆ ಯೇಸು ಬಯಸುವನಾಗಿದ್ದಾನೆ. ഞാൻ രണ്ടുപേരെ വെളിപ്പെടുത്തി കാണിച്ചു തരാം. ಇಬ್ಬರನ್ನ ನಾನು ಪ್ರಕಟ ಮಾಡಿ ತೋರಿಸ್ತೇನೆ. ഒന്ന് നിക്കോദിമോസ്, ಒಬ್ಬ ನಿಕೋದೇಮೋಸನು, രണ്ട് അരമത്തിയിലെ യോസേഫ്. ಎರಡು ಅರಿಮಥೆಯಾದ ಯೋಸೇಫನು. രണ്ടുപേരും രഹസ്യത്തിലുള്ള ശിഷ്യന്മാരാ. ಇವರು ಇಬ್ಬರು ರಹಸ್ಯ ಶಿಷ್ಯರಾಗಿದ್ರು. പക്ഷേ യേശുവിന്റെ ശരീരം അടക്കാൻ നേരത്ത് ಆದರೆ ಯೇಸುವಿನ ಶರೀರವನ್ನ ಹೂಣಿಡುವಂತ ಸಮಯದಲ್ಲಿ രണ്ടുപേരും പരസ്യമായി ഇറങ്ങി വരുവാനിടയായി. ಆದರೆ ಇವರು ಇಬ್ಬರು ಬಹಿರಂಗವಾಗಿ ಇಳಿದು ಬಂದರು. പീലാത്തോസിൽ നിന്ന് അധികാരം പ്രാപിക്കുവാനിടയായി. ಪೀಲಾತನಿಂದ ಅಧಿಕಾರವನ್ನು ಹೊಂದಿಕೊಂಡರು. ഏകദേശം 33 കിലോ വരുന്ന ಹೆಚ್ಚು ಕಡಿಮೆ 33 ಕಿಲೋ ಬರುವಂತ സുഗന്ധദ്രവ്യങ്ങൾ ಸುಗಂಧ ದ್ರವ್ಯಗಳನ್ನ ലിനൻ തുണിയിൽ പൊതിഞ്ഞ് ಆ ನಾರು ಬಟ್ಟೆಯಲ್ಲಿ ಸುತ್ತಿ കർത്താവിന്റെ ശരീരത്തിൽ വെച്ച് ಕರ್ತನ ಶರೀರದ ಮೇಲೆ ಇಟ್ಟು അടക്കുവാനിടയായി. ಆ ಹೂಣು ಇಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. കൂടെ നടന്നവർ ആരെയും കണ്ടില്ല. ಜೊತೆಯಲ್ಲಿ ನಡೆದವರು ಯಾರನ್ನು ಕಾಣಲಿಲ್ಲ. രഹസ്യത്തിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരുന്നവൻ, ರಹಸ್ಯವಾಗಿ ಅಭಿಷೇಕ ಹೊಂದುತ್ತಾ ಇದ್ದವನು, യേശുവിന്റെ മരണ സമയത്ത് ಯೇಸುವಿನ ಮರಣ ಸಮಯದಲ್ಲಿ അവരെ രണ്ടുപേരെ പരസ്യമാക്കുവാൻ കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. ಅವರನ್ನ ಇಬ್ಬರನ್ನ ಬಹಿರಂಗವಾಗಿ ಪ್ರಸಿದ್ಧಪಡಿಸೋದು ದೇವರ ಪದ್ಧತಿಯಾಗಿತ್ತು. വിളിച്ച് പുറത്തിറക്കി, ಹಿಡಿದು ಹೊರಗೆ ತಂದನು. അതും പീലാത്തോസിന്റെ അധികാരത്തോടെ. ಅದು ಪೀಲಾತನ ಅಧಿಕಾರದೊಂದಿಗೆ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ಎಷ್ಟು ಜನ ಇದನ್ನು ನಂಬುತ್ತಿದ್ದೀರಾ? നീ ഭീരുവല്ല, ನೀನು ಭಯಪಡಬೇಕಾದವನಲ್ಲ, ധൈര്യമുള്ളവനാണ്. ನೀನು ಧೈರ್ಯವುಳ್ಳವನು. നിന്നെ ഒളിച്ചിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല, ನೀನು ಅಡಗಿ ಕೂಲದುಕೊಳ್ಳೋದಕ್ಕೆ നിന്നെ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. പരസ്യമാക്കുവാൻ കർത്താവ് അനുവദിക്കും. ನಿನ್ನನ್ನು ಹೊರಗೆ ತರೋದಕ್ಕೆ ಪ್ರಕಟಪಡಿಸೋದಕ್ಕೆ ಆತನು ಇಷ್ಟಪಡುವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ದೇವರು ಯೇಸುವನ್ನ ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲಿಸಿದ್ದಾನೆ. യേശു പബ്ലിക്കലി നിൽക്കുകയാണ്. ಆತನು ಬಹಿರಂಗವಾಗಿ ಪಬ್ಲಿಕ್ ನಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് ഇതില്? ಇದರಲ್ಲಿ ಎಷ್ಟು ಜನ ಸಂತೋಷ ಪಡ್ತಿದ್ದೀರಾ? നമ്മുടെ അപ്പൻ പരസ്യമായി നിൽക്കുവാണെന്ന്. ನಮ್ಮ ತಂದೆ ബഹിರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. നമ്മുടെ അപ്പൻ പരസ്യമായി നിൽക്കുക. ಆತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. എത്രയൊക്കെ പറയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ? എന്റെ യേശു ನನ್ನ ಯೇಸು എനിക്ക് വേണ്ടി ಹೇಳಿ, ನನಗಾಗಿ പരസ്യമായി നിൽക്കുന്നു. ಆತನು ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲುವನಾಗಿದ್ದಾನೆ. എന്റെ കുടുംബത്തിന് വേണ്ടി, ನನ್ನ ಕುಟುಂಬಕ್ಕೋಸ್ಕರ പരസ്യമായി നിൽക്കുന്ന ഒരു ക്രിസ്തു. ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲುವ ಕ್ರಿಸ್ತನು. ഈ വചനം ഇന്ന് ആഴമായി ഹൃദയങ്ങളിൽ പതിയും. ಈ ವಾಕ್ಯವು ಆಳವಾಗಿ ಹೃದಯದಲ್ಲಿ ಬರೆಯಲ್ಪಡುತ್ತದೆ. ഞാൻ കാണുന്ന ക്രിസ്തു ഇപ്പൊ കാൽവറിയിലാണ് നിൽക്കുന്നത്. ನಾನೀಗ ಕಾಣುವಂತ ಕ್ರಿಸ್ತನು ಕಲ್ವಾರಿಯಲ್ಲಿ ನಿಂತಿದ್ದಾನೆ. അത് 3 ആണികളിൽ കിടക്കുകയാണ്. ಆತನು 3 ಮೊಳೆಗಳಲ್ಲಿ ನೇತು ಬಿದ್ದಿದ್ದಾನೆ. അവിടെ കിടന്നോട്ടെ, ಅಲ್ಲಿ ಇರ್ಲಿ. എന്റെ മുൻകൂറുള്ള സകല പാപങ്ങളെ മോചിക്കാൻ അവിടെ കിടക്കുന്നത്. ಆತನು ಅಲ್ಲಿ ಇರುವಂತದ್ದು ನನ್ನ ಹಿಂದಿನ ಎಲ್ಲ ಪಾಪಗಳನ್ನು ವಿಮೋಚಿಸುವುದಕ್ಕಾಗಿ. അയ്യോ, കല്ലറിൽ നിന്ന് പുറത്തു വന്നതേ ഉള്ളൂ. ಆತನು ಸಮಾಧಿಯಿಂದ ಹೊರಗೆ ಬಂದಿದ್ದು അവിടെ നിൽക്കട്ടെ, ಅಲ್ಲಿ ನಿಲ್ಲಲಿ. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ಆತನು ನನ್ನನ್ನು ಪರಲೋಕಕ್ಕೆ ಒಯ್ಯುವುದಕ್ಕಾಗಿ. ആമേൻ. 50ാമത്തെ ദിവസം നിൽക്കുവാണ് യേശു ക്രിസ്തു. 40ನೇ ದಿನದಲ್ಲಿ ನಿಲ್ತಾ ಇದ್ದಾನೆ. സ്വർഗാരോഹണം ചെയ്യാൻ സമയമായോ? സ്വർഗാരോഹണം ചെയ്യുവാൻ ಆ ಪರಲೋಕ ಏರೋದಕ್ಕೆ ಅಲ್ಲಿ ಸಮಯವಾಯ್ತಾ? മതി, എനിക്ക് അത് മതി. ನನಗೆ ಅದು ಸಾಕು. എന്റെ യേശു ഒളിച്ചിരുന്നിട്ടില്ല. ನನ್ನ ಯೇಸು ಆತನು ರಹಸ್ಯವಾಗಿ ಅಡಗಿ ಕೂತ್ಕೊಳ್ಳಲಿಲ್ಲ. പബ്ലിക്കലി, ಆತನು ಬಹಿರಂಗವಾಗಿ പരസ്യമായി, ಬಹಿರಂಗವಾಗಿ നിന്റെ രഹസ്യത്തിലുള്ള പാപങ്ങളെ പോലും ನಿನ್ನ ರಹಸ್ಯವಾದ ಪಾಪವನ್ನ ಕೂಡ ആ കർത്താവ്, ಆ ಕರ್ತನು ആമേൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ಇನ್ನೊಬ್ಬರ ಮುಂದೆ നിന്നെ അപമാനിക്കാൻ വിട്ടുകൊടുത്തിട്ട് ನಿನ್ನನ್ನು ಅಪಮಾನಕ್ಕೆ ಒಪ್ಪಿಸಿಕೊಟ್ಟು യേശു നിന്നിട്ടില്ല. ಆತನು നിന്റെ ನಿಲ್ಲಲಿಲ್ಲ. രഹസ്യത്തിലെ പാപത്തെ മോചിച്ചിട്ട് ನಿನ್ನ ರಹಸ್ಯವಾದ ಪಾಪವನ್ನು ವಿಮೋಚಿಸಿ നിന്നെ അവൻ പരസ്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു കർത്താവാണ്. ನಿನ್ನನ್ನು ಬಹಿರಂಗವಾಗಿ ಉಪಯೋಗಿಸುವ ಕರ್ತನಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആമേൻ. എന്നിട്ട് അവിടെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ಅಲ್ಲಿ ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲಿಸಿದ್ದಾನೆ. ദൈവം തന്റെ ದೇವರು ತನ್ನ പൊറുമയിൽ, കന്നഡയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ.
ಆ ದೇವರು ತನ್ನ ಹಿಂದಿನ ಕಾಲದ ಪಾಪಗಳನ್ನು ದಂಡಿಸದೆ ಸಗಿಸಿ ನೀತಿಯನ್ನು ತೋರಿಸುವುದಕ್ಕಾಗಿ ദൈവം ದೇವರು എന്റെ ನನ್ನ മുന്നിലുള്ള പാപങ്ങളെ ಹಿಂದಿನ ಕಾಲದ ಪಾಪಗಳನ್ನ ശിക്ഷിക്കാതെ വിടുന്നു. ದಂಡಿಸದೆ ಬಿಡುತ್ತಿದ್ದಾನೆ. എന്തിനാണെന്ന് ചോദിച്ചാൽ ಯಾಕೆ ಅಂದ್ರೆ യേശുവിന്റെ നീതി വെളിപ്പെടുത്താൻ. ಯೇಸುವಿನ ನೀತಿಯನ್ನ ಪ್ರಕಟಪಡಿಸೋದಕ್ಕೆ. അയ്യോ, ഞാൻ ഇന്നലെ ഒരു പാപം ചെയ്തു. ನಿನ್ನ ನಾನೊಂದು ಪಾಪ ಮಾಡದೆ, ആ പാപത്തിനെ ಆ ಪಾಪವನ್ನ കർത്താവ് ശിക്ഷിക്കുന്നില്ല. ಕರ್ತನು ದಂಡಿಸ್ತಾ ಇಲ್ಲ. എന്താ റീസൺ അറിയാവോ? ಅದಕ್ಕೆ ಕಾರಣ ಏನ್ ಗೊತ್ತಾ? ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടൊന്നുമല്ല, ನಾನು ಇವತ್ತು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇರೋದ್ರಿಂದಲ್ಲ, നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടി, ತನ್ನ ನೀತಿಯನ್ನ ಪ್ರಕಟಪಡಿಸೋದಕ್ಕೆ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ആമേൻ. യേശു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, ಯೇಸು ನಾನು ಜನಿಸೋದಕ್ಕಿಂತ ಮೊದಲೇ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനാ. ಯೇಸು ನನ್ನ ಪಾಪಕ್ಕಾಗಿ ಸತ್ತವನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിങ്ങൾക്ക് സന്തോഷമാകുന്നുണ്ടോ? ನಿಮಗೆ ಸಂತೋಷ നമ്മുടെ അപ്പൻ ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ನಮ್ಮ ತಂದೆ ಇಷ್ಟರ ಮಟ್ಟಿಗೆ ನಮ್ಮನ್ನ ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. ആമേൻ, സ്തോത്രം. അതുപോലെ കർത്താവ് നമുക്ക് ക്ഷമ തരുന്നത്. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ನಮಗೆ ಕ್ಷಮೆಯನ್ನು ಕೂಡ ಕೊಡ್ತಾನೆ. ഇവിടെ നാളെ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത് ಅಂತ ಹೇಳಿ ನಾಳೆ ನಮಗೆ ಪಾಪ ಮಾಡ್ಲಿಕ್ಕಿರುವಂತ ಲೈಸೆನ್ಸ್ ಅಲ್ಲ. തന്റെ സ്നേഹത്തില് ದೇವರು ತನ್ನ ಪ್ರೀತಿಯಿಂದ മുന്നിലുള്ള പാപങ്ങളെ ശിക്ഷിക്കാതെ എന്നോട് ക്ഷമിക്കുന്നു. ನಮ್ಮ ಮುಂದೆ ಇರುವ ಪಾಪಗಳನ್ನ ಆತನು ಶಿಕ್ಷಿಸದೆ ನಮ್ಮನ್ನ ಪ್ರೀತಿಸುತ್ತಾನೆ. എന്നിട്ട് 3:26 വാക്യം, 3:26 ವಾಕ್ಯ, താൻ നീതിമാനും ತಾನು ನೀತಿ ಸ್ವರೂಪನು, യേശുവിൽ വിശ്വസിക്കുന്നവനെ ಯೇಸುವಲ್ಲಿ ನಂಬಿಕೆಯಿಡುವವರನ್ನ നീതീകരിക്കുന്നവനും. ನೀತೀಕರಿಸುವವನು. ആമേൻ, സ്തോത്രം. താൻ നീതിമാനും, ತಾನು ನೀತಿ ಸ್ವರೂಪನು, യേശുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ ಯೇಸುವಿನಲ್ಲಿ ಯಾರೆಲ್ಲ ನಂಬಿಕೆ ಇಡುತ್ತಾರೋ അവരെ നീതീകരിക്കുന്ന ഒരു യേശു. ಅವರನ್ನ ನೀತೀಕರಿಸುವಂತ ಯೇಸು. ആമേൻ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പാപിനിയായ സ്ത്രീ അടുക്കൽ വന്നപ്പോഴും ಪಾಪಿಯಾದ ಸ್ತ್ರೀ ಹತ್ತಿರ ಬಂದಾಗ್ಲೂ യേശു ക്ഷമ കൊടുത്തിട്ട് പറയുകയാണ്, ಯೇಸು ಶ್ರಮಿಸಿ ಹೇಳ್ತಿದ್ದಾನೆ, ഇനി പാപം ചെയ്യരുത്. ಇನ್ನು ಮೇಲೆ ನೀನು ಪಾಪ ಮಾಡಬಾರದು. അപ്പം യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ ಯೇಸುವಿನ ಬಳಿಗೆ ಬಂದ್ರೆ എന്നെ പാപി എന്നല്ല വിളിക്കുന്നത്, ನಿನ್ನನ್ನು ಪಾಪಿ ಎಂಬುದಾಗಿ ಅಲ್ಲ ക്രിസ്തുവിൽ ಕರೆಯೋದು, നീതിമാൻ എന്നാ വിളിക്കുന്നത്. ನಿನ್ನ ನೀತಿವಂತನು ಎಂಬುದಾಗಿ ಕರೀತಾನೆ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കള്ളൻ മരിച്ചു. 2000 ವರ್ಷಗಳ ಹಿಂದೆ ಕಳ್ಳನು ಸತ್ತನು. ആ കള്ളൻ യേശുവിനോട് പറഞ്ഞു, ಆ ಕಳ್ಳನು ಯೇಸುವಿಗೆ ಹೇಳಿದನು, പിതാവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ನೀ ರಾಜ್ಯತ್ವವನ್ನು ಹೊಂದುವಾಗ ನನ್ನನ್ನು ನೆನಪು ಮಾಡಿಕೋ. ഇന്നും ആ കള്ളനെ ಇವತ್ತು ಆ ಕಳ್ಳನನ್ನ, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചത് പോലും കള്ള എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ಇವತ್ತು ಆ ಕಳ್ಳನನ್ನ ನಾನು ಪ್ರಸಂಗ ಮಾಡುವ ಕಳ್ಳ ಎಂಬುದಾಗಿ ನಾನು ಅವನಿಗೆ ಹೇಳ್ತಾ ಇದ್ದೇನೆ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അതൊരു നീതിമാനായി മാറിയില്ലേ? ನಿಜವಾಗ್ಲೂ ಆತನು ಈಗ ನೀತಿವಂತನಾಗಿ ಮಾರ್ಪಟ್ಟಿಲ್ವಾ? കാരണം അന്ന് തന്നെ കർത്താവ് ഒരു രാജ്യത്വം പ്രാപിച്ചപ്പോൾ അവനെയും ആമേൻ കർത്താവിന്റെ കൂടെ ചേർത്തില്ലേ? ಅವತ್ತೇ ಕರ್ತನು ರಾಜ್ಯತ್ವವನ್ನು ಹೊಂದಿದಾಗ ಅವತ್ತು ಅವನನ್ನ ರಾಜ್ಯತ್ವದಲ್ಲಿ അങ്ങനെയാണ് എന്റെ അടുത്തിരിക്കുന്ന സഹോദരി സഹോദരൻ എല്ലാം യേശുവിൽ നീതിമാന്മാരാണ്. ಹಾಗಾದರೆ ನನ್ನ ಜೊತೆಯಲ್ಲಿ ನಿಂತಿರುವ ಸಹೋದರ ಸಹೋದರಿ ಎಲ್ಲರೂ ನೀತಿವಂತರೇ. ദയവായി പഴയ പേരെടുത്ത് അവരെ ഉച്ചരിച്ച് നമ്മൾ വിളിക്കാൻ നിൽക്കരുത്. ದಯವಿಟ್ಟು ಅವರ ಹಿಂದಿನ ಹೆಸರನ್ನ ಹೇಳಿ ಅವರನ್ನ ಕರೆಯುವುದಕ್ಕೆ ನಾವು ബൈബിൾ ಸಿದ್ಧರಾಗಬಾರದು. പഠിപ്പിക്കുന്നത് പോലെ ದೇವರ ವಾಕ್ಯ ಕಲಿಸುವ ಹಾಗೆ ഇത് അപ്പത്തിൽ നിന്ന് അപ്പവും മാംസത്തിൽ നിന്ന് മാംസവും യേശുവിന്റെ രക്തത്താൽ വിളിക്കപ്പെട്ടതുമാണ്. ಇದು ರೊಟ್ಟಿಯಿಂದ ತೆಗೆದ ರೊಟ್ಟಿಯು ಮಾಂಸವಾಗಿರಿಂದ ನಾವು ಹಾಗೆ ಕರೆಯಬಾರದು. അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണം കർത്താവ് കൊടുക്കുന്നു. ಅದರಿಂದ ಆತನಲ್ಲಿ ನಂಬಿಕೆ ಇಡುವವರಿಗೆ ನೀತೀಕರಣವನ್ನ ಕೊಡ್ತಿದ್ದಾನೆ. ഇക്കാലത്ത് തന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ಈ ಕಾಲದಲ್ಲಿ ತನ್ನ ನೀತಿಯನ್ನ ಪ್ರಕಟಿಸುವುದಕ್ಕಾಗಿ യേശു അങ്ങനെ തന്നെ ചെയ്തു. ಯೇಸು ಹಾಗೆ ಮಾಡಿದನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ 2 വാക്യം എടുത്തു. ನಾವು 2 ವಾಕ್ಯ ತೆಗೆದುಕೊಂಡೆವು. ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ಇದರಲ್ಲಿ ನಾವು ದೃಷ್ಟಿಟ್ಟು ನಿಂತಿರುವಂತದ್ದು പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു. ರಹಸ್ಯ പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു, ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವಂತ ಕ್ರೈಸ್ತನು. ഈ ക്രിസ്തു പരസ്യമായി നിൽക്കുന്നതിന്റെ അർത്ഥം, ಈ ಕ್ರಿಸ್ತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಅರ್ಥ, ഒന്ന് എന്റെ പാപത്തിനോട് ക്ഷമിക്കുവാൻ, ಒಂದು ನನ್ನ ಪಾಪವನ್ನ ಕ್ಷಮಿಸುವುದಕ್ಕೆ, 2 എന്നെ നീതിമാനാക്കുവാൻ, 2 ನನ್ನ ನೀತಿವಂತನಾಗಿ ಮಾಡುವುದಕ್ಕೆ, 3 തന്റെ യേശുവിന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. 3ನೇದಾಗಿ ತನ್ನ ನೀತಿಯನ್ನ ಯೇಸುವಿನ ನೀತಿಯನ್ನ ಪ್ರದಕ್ಷಿಣ ಮಾಡುವುದಕ್ಕೆ. എക്സാമ്പിൾ, ಉದಾಹರಣೆ, ഞാനൊരു പാപിയ, ನಾನೊಬ್ಬ ಪಾಪಿ, കർത്താവിന്റെ ദാസനൊരു വിശുദ്ധന, ಕರ್ತನ ಸೇವಕ ಒಬ್ಬ ಪರಿಶುದ್ಧನು. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത്. ನಾವು ಇಬ್ಬರು ಒಟ್ಟಿಗೆ ನಡೀತಿದ್ದೇವೆ. കുരുത്തക്കേട് കാണിച്ച് നടക്കുക. ನಾನು ಎಲ್ಲಾ ವಿಧವಾದ ಕೆಟ್ಟ ಕಾರ್ಯಗಳು ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഈ ദൈവദാസനും കൂടെ അത് പേരുദോഷം ഉണ്ടാവും. ಆ ಸೇವಕನಿಗೆ ಕೂಡ ಅದರಿಂದ ಕೆಟ್ಟ ಹೆಸರು ಬರುತ್ತದೆ. ഒടുക്കം ഈ ദൈവദാസ ഒരു തീരുമാനം എടുത്തു. ಕೊನೆಗೆ ಈ ದೇವ ಸೇವಕರು ಒಬ್ಬ ತೀರ್ಮಾನ ಮಾಡಿದ್ರು, ഇവനെ പിടിച്ച് സ്തോത്രം ഈ ദൈവദാസന്റെ പുറകിലൊന്ന് നിർത്താം. ಈ ವ್ಯಕ್ತಿಯನ್ನ ಹಿಡಿದು ಈ ದೇವ ಸೇವಕನ ಹಿಂದೆ ನಿಲ್ಲಿಸೋಣ. എന്നിട്ട് ഞാൻ ഇവന്റെ മുന്നിലോട്ടൊന്ന് കയറി നിൽക്കാം. ನಾನು ಇವನ ಮುಂದೆ ನಿಲ್ಲುತ್ತೇನೆ. എന്തിനാണെന്നറിയാവോ? ಕಾರಣ ಏನ್ ಗೊತ್ತಾ? ഇനി അശുദ്ധിയിലോട്ട് പോകുവാൻ അനുവദിക്കരുത്. ಇವನು ಅಶುದ್ಧತೆಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಅನುಮತಿಸಬಾರದು. മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ കൈ നീട്ടുന്നത്.
മുന്നിൽ ಮುಂದೆ നിൽക്കുന്ന ನಿಂತಿರೋದ್ರಿಂದ ತಾನೇ ಅವನು ಕೈ ಚಾಚುವಂತದ್ದು. ഇവന് മുന്നിൽ ഞാനൊന്ന് പരസ്യമായി നിൽക്കാം. ಇನ್ನು ಮೇಲೆ ನಾನು ಅವನಿಗೆ ಬಹಿರಂಗವಾಗಿ ಮುಂದೆ ನಿಲ್ಲುತ್ತೇನೆ. എന്തിനാണെന്നറിയാമോ? ಕಾರಣ ಏನು? യേശുവിന്റെ നീതി വെളിപ്പെടുത്തുവാൻ. ಯೇಸುವಿನ ನೀತಿಯನ್ನ ಪ್ರಕಟಿಸುವುದಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു. ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲುವಂತ ಕ್ರಿಸ್ತನು. ഈ യേശു പരസ്യമായി തന്നെ പിശാചിന്റെ തലയും തകർത്തു. ನೋಡಿ, ಬಹಿರಂಗವಾಗಿ ಸೈತಾನ ತಲೆಯನ್ನು ಕೂಡ ಯೇಸು ಮುರಿದು ಹಾಕಿದನು. കൊലോസ്യർ 2:14. ಕೊಲಸ್ಯ 2:14. കൊലോഷ്യൻ 2:40. ಕೊಲಸ್ಯ 2:14. അതിക്രമങ്ങളൊക്കെയും ಎಲ್ಲ ಅಪರಾಧಗಳಲ್ಲೂ നമ്മോട് ക്ഷമിച്ചു. ನಮ್ಮ ಮೇಲೆ ಕ್ಷಮಿಸಿದನು. അപ്പൊ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത്. ಯೇಸುವನ್ನ ದೇವರು ಬಹಿರಂಗವಾಗಿ ആ ನಿಲ್ಲಿಸಿದ್ದಾನೆ. യേശു ഒരു കൂട്ടത്തെ പരസ്യമാക്കാൻ പോകുകയാണ്. ಈಗ ಆ ಯೇಸು ಒಂದು ಗುಂಪನ್ನ ಬಹಿರಂಗವಾಗಿ ನಿಲ್ಲಿಸ್ತಾ ಇದ್ದಾನೆ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ನಮ್ಮ ಎಲ್ಲ ಅಪರಾಧಗಳನ್ನೆಲ್ಲ ಕ್ಷಮಿಸಿ, നമുക്കെതിരെ ഒരു ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. ನಮಗೆ ವಿರೋಧವಾಗಿ ಆಜ್ಞಾರೂಪವಾದ ಒಂದು ಪತ್ರವಿತ್ತು. ഒരു വെളിപ്പാട് പറയട്ടെ. ಒಂದು ಪ್ರಕಟಣೆ ಹೇಳ್ತೇನೆ. എനിക്ക് എന്റെ നെറ്റിമേൽ ഒരു ചട്ടം ഉണ്ടായിരുന്നു, ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ನನ್ನ ಹಣೆ ಮೇಲೆ ಒಂದು ಆಜ್ಞಾರೂಪವಾದ ಒಂದು ಪತ್ರ ಬರೆಯಲ್ಪಟ್ಟಿತ್ತು. ಪಾಪಿ, ശപിക്കപ്പെട്ടവൻ, ಶಪಿಸಲ್ಪಟ್ಟವನು, പിശാചിന്റെ അടിമ, ಸೈತಾನ್ನ ಗುಲಾಮ, നെഗറ്റീവ് വേർഡുകൾ എഴുതി വെച്ചു. ಈ ರೀತಿಯಾದ ನಕಾರಾತ್ಮಕ ಕಾರ್ಯಗಳನ್ನು ಬರೆಯಲ್ಪಟ್ಟಿತ್ತು. നരകത്തിലേക്കുള്ള വ്യക്തി, ನರಕಕ್ಕಿರುವಂತ ವ್ಯಕ್ತಿ, ഇങ്ങനെ നിയമങ്ങൾ, ಇಂಥ ನಿಯಮಗಳು, ചട്ടങ്ങൾ, ಆಜ್ಞಾರೂಪಗಳು, കൈയെഴുത്തുകൾ, ಕೈ ಬರಹಗಳು എല്ലാം എഴുതി വെച്ചേക്കുമായിരുന്നു. ಈಗೆಲ್ಲ ಬರೆಯಲ್ಪಟ್ಟಿತ್ತು. അപ്പൊ അതിനെതിരെയായിട്ട് ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ കർത്താവ് ഒരു എഴുത്തെഴുതി. ಕರ್ತನು ಒಂದು ಪತ್ರವನ್ನ ಬರೆದನು. ഹല്ലേലൂയ, സ്തോത്രം. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അതിനെതിരെയായിട്ട് കർത്താവ് ഒരു എഴുത്തെഴുതി. ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ ಕರ್ತನೊಂದು ಬರೆದನು. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ಅದೇ ನಮ್ಮ ಕೈಯಲ್ಲಿ ಇರುವಂತದ್ದು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മുടെ യേശു വീണ്ടും നമ്മളെ സ്നേഹിക്കുകയാണ് എന്നും. ಕರ್ತನು ಮತ್ತೆ ನಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. സ്തോത്രം. അപ്പോൾ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച്, ಅಪರಾಧಗಳನ್ನೆಲ್ಲ ಕ್ಷಮಿಸಿ, ചട്ടങ്ങളാൽ ಆಜ್ಞಾರೂಪವಾಗಿದ್ದ നമുക്ക് വിരോധവും ನಮಗೆ ವಿರೋಧವಾಗಿ പ്രതികൂലവുമായിരുന്നത്. ಪ್ರತಿಕೂಲವಾಗಿಂತದ್ದು. എനിക്ക് വിരോധമായ ഒരു എഴുത്തുണ്ട്, ನನಗೆ ವಿರೋಧವಾದ ಒಂದು ಪತ್ರ ಇದೆ. ഇന്ന് വിശ്വസിക്കണം. ನೀವು ನಂಬಬೇಕು. എന്റെ വീടിനോ, ನನ್ನ ಮನೆಗೋ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിനോ, ನನ್ನ ವೈಯಕ್ತಿಕ ಜೀವಿತಕ್ಕೋ, എന്റെ നന്മകൾക്കോ, ನನ್ನ ಒಳಿತುಗಳಿಗೋ എന്ത് എഴുത്തുണ്ടെങ്കിലോ, ಯಾವ ಪತ್ರಗಳಿದ್ರು, വിരോധമായി എന്ത് എഴുത്തുണ്ടെങ്കിലോ, ವಿರೋಧವಾಗಿ ಯಾವ ಪತ್ರಗಳಿದ್ರು, അതിനെ മായ്ച്ചൊരു യേശുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ಅದನ್ನ ಅಳಿಸಿ ಹಾಕಿದಂತ ಯೇಸು ನಮ್ಮ ಜೊತೆಯಲ್ಲಿದ್ದಾನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രതികൂലവുമായിരുന്ന ಪ್ರತಿಕೂಲವಾಗಿದ್ದ കൈയെഴുത്തും മായ്ച്ച് ಎಲ್ಲ ಕೈ ಬರಹಗಳು ತೆಗೆದಾಕಿ ക്രൂശിൽ ಶಿಲುಬೆಯಲ್ಲಿ തറച്ച് ಜಡಿದು നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ನಮ್ಮ ಮಧ್ಯದಿಂದ ಅದನ್ನು ನೀಗಿಸಿ ಹಾಕಿದನು. ഹല്ലേലൂയ. നമ്മ എങ്ങനെ മായ്ച്ചു കളഞ്ഞെന്ന് കണ്ടോ? ಹೇಗೆ ಅಳಿಸಿ ಹಾಕಿದನು ಗೊತ್ತಾ? ക്രൂശിൽ ഇതെടുത്ത് അങ്ങ് തറച്ചു. ಇದನ್ನ ಶಿಲುಬೆಗೆ ಹಾಕಿ ಜಡಿದನು. എന്നിട്ട് ഇത് നമ്മുടെ നടുവിൽ നിന്ന് അങ്ങ് നീക്കിക്കളഞ്ഞു. ಇದು ನಮ್ಮ ಮಧ್ಯದಿಂದ ನೀಗಿಸಿದನು. നമ്മളപ്പം വീണ്ടും നമ്മളെ സ്നേഹിക്കുന്നു. ನಮ್ಮ ತಂದೆ ಮತ್ತೆ ನಮ್ಮನ್ನು ಪ್ರೀತಿಸ್ತಾ ಇದ್ದಾನೆ. എന്താണെന്ന് അറിയാമോ? ಕಾರಣ ಏನು? ഈ ക്രൂശിൽ എനിക്ക് കയറാൻ ഒക്കത്തില്ലായിരുന്നു. ಈ ಶಿಲುಬೆಯಲ್ಲಿ ನಾನು ಹತ್ತುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. കാരണം അത്രയും മാത്രം എഴുത്തുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಇದ್ದ ಪತ್ರಗಳು ನನಗೆ ವಿರೋಧವಾಗಿ ആ ಬರೆಯಲ್ಪಟ್ಟಿದ್ದು. എഴുത്തെല്ലാം കൂടെ കർത്താവ് ഇങ്ങോട്ട് എടുത്തിട്ട് ಆ ಪತ್ರಗಳನ್ನೆಲ್ಲ ಕರ್ತನು അത് ತೆಗೆದುಕೊಂಡು യേശയ്യാ പുസ്തകം 53 എഴുതി വെച്ചിട്ടുണ്ട്. ಯೆಶಾಯ 53ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅದು ശാപം, ಬರೆಯಲ್ಪಟ್ಟಿದೆ. അകൃത്യം, പാപം, ಆ ಶಾಪ, ಅಕರ್ತ್ಯ, ಪಾಪ, രൂപഗുണമില്ലായ്മ, ರೂಪವಿಲ್ಲದಿರುವಂತದ್ದು, അപമാനം, ಅಪಮಾನ, പരിഹാസമാകുന്നത്, ಆ ನಿಂದೆಕರವಾದದು, ആമേൻ, ശപിക്കപ്പെട്ട വ്യക്തികൾ, ಶಪಿಸಲ್ಪಟ್ಟ ವ್ಯಕ್ತಿಗಳು, നന്മ പ്രാപിക്കാത്തവർ, ಆಶೀರ್ವಾದ ಹೊಂದಿಕೊಳ್ಳದವರು, ഇങ്ങനെയുള്ള കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ಈ ವಿಧವಾದಂತ ಅನೇಕ ವಿವರಗಳು ಬರೆಯಲ್ಪಟ್ಟಿದ್ದವು. ഈ മൂന്നാടി കർത്താവിന്റെ കരത്തിൽ മാത്രമല്ല അടിച്ചത്, ಈ 3 ಮೊಳೆಗಳು ಕರಗಳಿಗೆ ಮಾತ್ರ ಅಲ್ಲ ಹೊಡೆದಿರೋದು, ആമേൻ, ഈ എഴുത്തിലും കൂടെ ചേർത്ത് വെച്ച അടിച്ചത്. ನೋಡಿ, ಆ ಪತ್ರಗಳನ್ನ ಸೇರಿಸಿ ಇಟ್ಟು ಹೊಡೆದಿರೋದು. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ക്രൂശിന്റെ നടുവിൽ വെച്ച് അത് തറച്ചു കളഞ്ഞെന്ന്. ಅದಕ್ಕೆ ಕರ್ತನು ಹೇಳುವಂತದ್ದು ಶಿಲುಬೆಯ ಮಧ್ಯದಲ್ಲಿ ಅದನ್ನು ಜಡಿದು ಹಾಕಿದನು. 15ാമത്തെ വാക്യം പറയുക. 15ನೇ ವಾಕ್ಯ ಹೇಳ್ತಿದೆ, വാഴ്ചകളെയും ದೊರೆತನಗಳನ್ನು, അധികാരങ്ങളെയും ಅಧಿಕಾರಗಳನ್ನು ആയുധവർഗം വെപ്പിച്ചു, ನಿರುವಾಯುಧಗಳನ್ನಾಗಿ ಮಾಡಿದನು. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ സ്വപ്നം കാണാറുണ്ട്, ಕೆಲವರು ಕನಸು ಕಾಣ್ತಾರೆ, അതാ ഇനി ഒരു പാമ്പ് കൊത്താൻ വരുന്നു, ಅದೋ ನನಗೆ ಒಂದು ಹಾವು ಕಚ್ಚಕ್ ಬರ್ತಾ ಇದೆ, അതാ ഇനി ഒരു ആളെടുത്ത് വെട്ടാൻ വരുന്നു, ಅದೋ ಒಬ್ಬ ಗರಗಸದಿಂದ ಕೊಯ್ಯಲಿಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾನೆ. ഇത് നീ കാണുമ്പോ ಇದನ್ನ ನೀನು ನೋಡುವಾಗ വേഗം ഈ വാക്യം നോക്കിക്കോണം. ಬೇಗ ಈ ವಾಕ್ಯವನ್ನ ನೀನು ನೋಡ್ಬೇಕು.
അതിന്റെ ആയുധത്തെ വെപ്പിച്ചൊരു യേശുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ಆ ಆಯುಧವನ್ನ ನಿರೋಧಾಯುಧವಾಗಿ ಮಾಡಿದಂತ ಯೇಸು ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇರುವಂತದ್ದು. പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു, ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರೈಸ್ತನು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചോണം. ഈ കൊലോസി ലേഖനം നിങ്ങൾ കഴിയുമെങ്കിൽ എടുത്തോണം ഈ വാക്യം. കൊലോസി ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. വാഴ്ചകൾ, ದೊರೆತನಗಳು, അധികാരങ്ങൾ, ಅಧಿಕಾರಗಳು, ആയുധവർഗം, ഇതിന്റെ എല്ലാ ആയുധവർഗം വെപ്പിച്ചു. ಈ ಎಲ್ಲದರ ನಿರ್ವಾಯುಧನಾಗಿ ಮಾಡಿದನು. ക്രൂശിൽ ಶಿಲುಬೆಯಲ್ಲಿ അവരുടെ മേളിൽ ಅವುಗಳ ಮೇಲೆ ജയോത്സവം കൊണ്ടാടി ಆತನು ಜಯೋತ್ಸವವನ್ನ ಮಾಡುತ್ತಾನೆ. അവരെ പരസ്യമായി കാഴ്ചയാക്കി, ಅವರಿಗೆ ಬಹಿರಂಗವಾಗಿ ಇಟ್ಟನು, ತೋರಿಸಿದನು. പരസ്യമായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ വെളിപ്പാട് മനസ്സിലായോ? ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನ ಪ್ರಕಟಣೆ ನಿಮ್ಗೆ ಅರ್ಥವಾಯ್ತಾ? വാഴ്ചകളും ಎಲ್ಲ ದೊರೆತನಗಳು, അധികാരങ്ങളും, ಅಧಿಕಾರಗಳು, ഇതിന്റെയൊക്കെ ആയുധത്തെ മേടിച്ച് ಈ ಎಲ್ಲಾ ಆಯುಧಗಳನ್ನ ತೆಗೆದುಕೊಂಡು അതെല്ലാം താഴെ വെപ്പിച്ച് ಅದನ್ನೆಲ್ಲ ಕೆಳಗೆ ಇಟ್ಟು അവരുടെ മേളിൽ ജയോത്സവം കൊണ്ടാടി. ಅದರ ಮೇಲೆ ಜಯೋತ್ಸವವನ್ನ ಹೊಂದಿದನು. എന്നിട്ട് ഇതിനെല്ലാം പരസ്യമായി കാഴ്ചയാക്കി. ಆಮೇಲೆ ಇದನ್ನೆಲ್ಲವನ್ನ ಬಹಿರಂಗವಾಗಿ ಆತನು ತೋರಿಸಿಕೊಟ್ಟನು. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ಅದಕ್ಕೆ ಯೇಸು ಕರ್ತನು ഞാൻ ಹೇಳಿರುವಂತದ್ದು, എന്റെ ഒരു അധികാരം നിനക്ക് തരാം. ನಾನು ನಿನಗೆ ಒಂದು ಅಧಿಕಾರವನ್ನ ಕೊಡ್ತೇನೆ. അധികാരം എന്താണെന്നറിയാമോ? ಆ ಅಧಿಕಾರ ಏನ್ ಗೊತ್ತಾ? ആമ ചവിട്ടുവാൻ. ತುಳಿಯುವುದಕ್ಕೆ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ನಿಮಗೆ ಇಷ್ಟ ಆಗಿಲ್ಲ ಅಂತ ಅನಿಸುತ್ತೆ. നിങ്ങളെ മേളിൽ നിൽക്കുന്ന പിശാചിനെയാണ് ഉയർത്തി തരേണ്ടുന്നത്. ನಿಮ್ಮ ಮೇಲಿರುವ ಸೈತಾನನ್ನು ನಾವು ಮೇಲೆತ್ತಿ ತೋರಿಸಬೇಕಾ? ചവിട്ടുവാൻ താഴെ ഇട്ടതിനെ ഞാൻ ഇപ്പൊ പറയുന്നത്. ನಿಮ್ಮನ್ನ ನೀವು ತುಳಿಯುವುದಕ್ಕೆ ಕೆಳಗೆ ಹಾಕಿದಂತವನ ಕಾರ್ಯ ಹೇಳ್ತಾ ಇದ್ದೇನೆ. Thank you Jesus. Hallelujah. Hallelujah. ഈ ചവിട്ട് മോശ കവിണ് വീണു, വൈകുന്നേരം വരെയും കവിണ് വീണു. ಮೋಶೆ ಸಂಜೆವರೆಗೂ ಅಡ್ಡ ಬಿದ್ದನು. കർത്താവിന്റെ ദാസനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ദൈവമക്കളെ നമ്മൾ കവിണ് വീണ് ദൈവത്തെ സ്തുതിക്കുക. ಕರ್ತರ ಸೇವಕರುಗಳೆಲ್ಲ ಹೇಳಿರಬಹುದು, ಅಡ್ಡ ಬಿದ್ದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഇങ്ങനെ നിൽക്കും, ನಾವು ಹೀಗೆ ನಿಲ್ಲುತ್ತೇವೆ. കർത്താവേ, ഞാൻ മനസ്സുകൊണ്ട് കവിണ് വീഴുവാണ് കർത്താവേ. ಕರ್ತನೆ, ಮನಸ್ಸಿನಿಂದ ನಾನು ಅಡ್ಡ ಬೀಳ್ತಾ ಇದ್ದೇನೆ. അങ്ങനെ പറയാനല്ല അത് പറഞ്ഞിരിക്കുന്നത്. ಹಾಗೆ ಹೇಳೋದಕ್ಕಾಗಿ ಅಲ್ಲ ಕರ್ತನೆ ಹೇಳಿರುವಂತದ್ದು. അക്ഷരികമായി കവിണ് വീഴാൻ വേണ്ടിയാണ് അത്. ನಿಜವಾಗಲೂ ನಾವು ಅಡ್ಡ ಬೀಳೋದಕ್ಕಾಗಿಯೇ. ഏലിയാവ് തല മുട്ടിന്റെ കീഴിൽ വെച്ചു. ಏಲಿಯನು ತನ್ನ ಮೊಣಕಾಲ ಕೆಳಗೆ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ಹಾಗೆ ಕೂತು ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ. ചവിട്ടുക എന്ന് പറഞ്ഞത് റിയലി ചവിട്ടാൻ വേണ്ടിയാണ്. ನಾ ತುಳಿಬೇಕು ಅಂತ ಹೇಳುವಂತದ್ದು ನಿಜವಾಗ್ಲೂ ತುಳಿಯುವುದಕ್ಕಾಗಿ. അയ്യോ പാസ്റ്ററേ, ഇവിടെ കാർപ്പറ്റ് അവിടെ ടൈല്, ഇത് എവിടെ ഇട്ട് ചവിട്ടാനാ? ಕರ್ತನೆ, ಇಲ್ಲಿ ಪಾಸ್ಟ್ರೇ ಇದು ಕಾರ್ಪೆಟ್, ಅಲ್ಲಿ ಟೈಲ್ಸ್ ಇದೆ, ಹೇಗೆ ತುಳಿಯೋದು? മോനെ, നിനക്ക് എന്തിനായി വെളിപ്പാട് തന്നിരിക്കുന്നത്? ಮಗನೇ, ನಿನಗೆ ಯಾಕೆ ಪ್ರಕಟಣೆ ಕೊಟ್ಟಿರುವಂತದ್ದು? നീ കാണ്, ನೀನ್ ನೋಡು, നീ അധികാരം പ്രാപിച്ച് ചവിട്ട്. ನೀನ್ ಅಧಿಕಾರವನ್ನು ಹೊಂದಿ ತೊಳಿ. ഒരു ഹാനിയും വരുത്തത്തില്ലെന്നേ. ಯಾವ ಹಾನಿಯೂ ನಿನಗುಂಟಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു, ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನು. എത്ര പേർക്ക് പറയാൻ കഴിയും? പരസ്യമായി. ಎಷ್ಟು ಜನರಿಗೆ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯ? ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ, പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു, ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನು. പരസ്യമായി തോറ്റ വാഴ്ചകളെയും അധികാരങ്ങളെയും ചവിട്ടിക്കോ. ರಹಸ್ಯವಾದಂತ ಸೋತಂತ ದೊರೆತನಗಳನ್ನು, ಅಧಿಕಾರಗಳನ್ನು ತುಳಿದಾಕ್ರಿ. സ്തോത്രം. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ನಾನು ನಂಬುವ ಒಂದು ಕಾರ್ಯ ಇದೆ. സഭയ്ക്കെതിരെ, ಸಭೆಗೆ ವಿರೋಧವಾಗಿ എത്ര ആയുധവുമായി, ಎಷ್ಟೇ ದೊಡ್ಡ ಆಯುಧಗಳನ್ನು ಹಿಡ್ಕೊಂಡು വന്നാലും ಅದನ್ನು ಹಿಡ್ಕೊಂಡು ಬಂದರು, സഭ ഇങ്ങനെ ഒന്ന് നിൽക്കും. ಸಭೆ ಹೀಗೆ ನಿಲ್ಲುತ್ತದೆ. സ്തുതി ആർപ്പിടും, ಒಂದು ಸ್ತುತಿ ಆರ್ಭಟಿಸ್ತದೆ, ഒറ്റ ചവിട്ട്. ಒಂದೇ ತುಳಿತ. ഇവൻ 5, 3, 8, 10 വർഷമായി ഒരുക്കിക്കൊണ്ട് വരുന്നത്, ಇವನು 2, 3, 5 ವರ್ಷದಿಂದ ಸಿದ್ಧಪಡಿಸಿಕೊಂಡು ಬಂದದ್ದು, സെക്കൻഡുകൾ കൊണ്ട്, ನಿಮಿಷಗಳಲ್ಲಿ, ആർപ്പിടിയിലും ಒಂದೇ ಆರ್ಭಟದಲ್ಲಿ, ഒരു ചവിട്ടും, ಒಂದೇ ತುಳಿತ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Glory to God. Praise the Lord. Ramsa Kantala Promasiantana. എത്ര പേര് ഇതിന് തയ്യാറാണ്? ಇದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಾ? നമ്മളിത് പ്രോഫറ്റിക്കൽ ആക്ഷനിലോട്ട് പോകും. ഇത് പ്രവചന പ്രക്രിയയിലോട്ട്, ക്രിയയിലോട്ട് പോകും. ഇത് ಪ್ರವಾದನ ಕ್ರಿಯೆಗಳಿಗೆ ನಾವು ಹೋಗುತ್ತೇವೆ. അപ്പൊ അവിടെ ഇരിക്കരുത് ആരും. ಅಲ್ಲಿ ಯಾರು ಕುಳಿತುಕೊಳ್ಬಾರದು, എഴുന്നേറ്റ് നിൽക്കണം. ಅಲ್ಲಿ ಎದ್ದು ನಿಲ್ಲಬೇಕು. ചവിട്ടാനുള്ള ചവിട്ടിക്കോണം. ತುಳಿಬೇಕಾಗಿದೆ ತುಳಿಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അയ്യോ, അവര് നമ്മളെന്തെങ്കിലും ചെയ്താലോ? ಅಯ್ಯಯ್ಯೋ, ಅವ್ರು ಏನು ನಮಗೇನಾದ್ರೂ ಮಾಡಿದ್ರೆ? അത് ചെയ്യത്തില്ലെന്നാ കർത്താവ് പറഞ്ഞത്. ಅದು ಏನು ನಿಮಗೆ ಮಾಡುದಿಲ್ಲ ಅಂತ ಕರ್ತನು ಹೇಳಿದ್ದು. ജയോത്സവം തന്ന ഒരു ക്രൈസ്റ്റ്, ನಮಗೆ ಜಯೋತ್ಸವನ ಕೊಟ್ಟಂತ ಕ್ರಿಸ್ತನು. ഈ ജയോത്സവം എന്നൊക്കെ പറയുമ്പോഴേ, ಈ ಜಯೋತ್ಸವ ಅಂತ ಹೇಳುದು ഒരു ചിരി, ಒಂದು ನಗುವುದು, 2 കൈയടി, 2 ಕೈ ಚಪ್ಪಳೆ ಹೊಡೆಯೋದು, പിന്നെ ഉള്ള ചേരി സ്ഥലം പിടിച്ചു പോയിരിക്കുക. ಮತ್ತೆ ನಮ್ಗೆ ಕೊಟ್ಟಂತ ಚೇರಲ್ಲಿ ಹೋಗಿ ಕೂತ್ಕೊಳ್ಳುವಂತ. അതല്ല ജയോത്സവം. ಅದಲ್ಲ ಜಯೋತ್ಸವ. അവൻ നിന്ന് കളിക്കും.
ಅವನು ಕುಣಿತಾನೆ, നൃത്തം ചെയ്യാൻ തുടങ്ങും. ಅವನು ನೃತ್ಯ ಮಾಡ್ತಾನೆ. കാരണം ഉത്സവമായത്, ಇದು ಕಾರಣ, ಇದು യേശു ಉತ್ಸಾಹ, ക്രൂശിൽ വെച്ചിരിക്കുന്ന ഉത്സവമായത്. ಇದು ಯೇಸು ತನ್ನ ಶಿಲುಬೆಯಲ್ಲಿ ಉತ್ಸವವಾಗಿದೆ. ചേറും പിടിച്ചിരിക്കാനുള്ളതല്ല, ಅದು ನಾವು ಚೇರ್ ಹಿಡಿದು ഇത് ಕೂತ್ಕೊಳ್ಳೋದಕ್ಕೆಲ್ಲ, നൃത്തത്തോടെ നിൽക്കത്തോള്, ನ- ನ- നൃത്തത്തോടെ നിൽക്കത്തോള്. ನಾವು ನಿಲ್ಲುವುದಾದರೆ ನೃತ್ಯವಾಡಿ ഞാൻ ഈ ನಿಲ್ಲುತ್ತೇವೆ. സഭയോട് ഒരു വെളിപ്പാട് കൈമാറാം. ಸಭೆಗೆ ಒಂದು ಪ್ರಕಟಣೆಯನ್ನು ಹೇಳ್ತೇನೆ. സങ്കീർത്തനം 148, 149, 150 ಕೀರ್ತನೆ 148, 149, 150. പബ്ലിക്കായി പോകുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ಇದು ಯಾಕೆ ಪಬ್ಲಿಕ್ ಆಗಿ ಹೋಗ್ತಾ ಇದೆ ಗೊತ್ತಿಲ್ಲ. സ്തോത്രം, സ്തോത്രം. ആ മൂന്നിൽ കിടക്കുന്ന വെളിപ്പാട് കൂടെ പറയാം. ಆ ಮೂರರಲ್ಲಿರುವಂತ ಪ್ರಕಟಣೆ ನಿಮಗೆ ಹೇಳ್ತೇನೆ. ഒന്ന്, നിങ്ങൾ നോക്കിക്കോണം, ನೀವು ನೋಡ್ಬೇಕು, സ്വർഗ്ഗത്തിൽ കയറി ദൈവത്തെ സ്തുതിക്കുക. ಪರಲೋಕವನ್ನು ಹತ್ತಿ ದೇವರನ್ನ ಸ್ತುತಿಸ್ತಾ ಇದ್ದಾರೆ. ഉന്നതങ്ങളിൽ കയറി ദൈവത്തെ സ്തുതിക്കുക. ಉನ್ನತಗಳಲ್ಲಿ ಏರಿ ಸ್ತುತಿಸಿರಿ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കുക. ಭಕ್ತರು ಮಹಿಮೆಯಲ್ಲಿ ಆರ್ಪಡಿಸಿರಿ. അവരുടെ കിടപ്പയിൽ ശയ്യകളിൽ കിടന്ന് ഘോഷിച്ചുല്ലസിക്കുക. ಆತನ ಸ್ಥಳದಲ್ಲಿ ಇದ್ದು ಘೋಷಿಸಿರಿ. ആകാശ വിധാനത്തിൽ കയറി ദൈവത്തെ സ്തുതിക്കുക. ಆಕಾಶದ ವಿಧಾನಗಳಲ್ಲಿ ಸ್ತುತಿಸಿರಿ. ഹല്ലേലൂയ. ആകാശ, നിങ്ങൾ നോക്കിക്കോണം, നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിട്ട് എന്ന് പോകുന്നുള്ളൂ. സങ്കീർത്തനം 148, 149, 150. 148, 149, 148 verse 1. 148, 1. സ്വർഗ്ഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിക്കുക. ಪರಲೋಕದಿಂದ ಆಕಾಶ ಮಂಡಲದಿಂದ ಯೆಹೋವನಿಗೆ ಸ್ತುತಿ ಉಂಟಾಗಲಿ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിക്കുക. ಮಹೋನ್ನತನಲ್ಲಿ ಆತನಿಗೆ ಸ್ತೋತ್ರ ಕೇಳಿಸಲಿ. ആമേൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ സ്തുതിക്കുക. ಆತನ ಎಲ್ಲ ದೂತರೇ ಆತನ ಸ್ತುತಿಸಿರಿ. ആന്റി, നമ്മൾ ഒറ്റയ്ക്കല്ല സ്തുതിക്കുന്നതെന്ന്. ಆಂಟಿ, ನಾವು ಒಬ್ಬರೇ ಅಲ್ಲ ಸ್ತುತಿಸುವಂತದ್ದು, രണ്ട് ദൂതന്മാരും കൂടെ ഉണ്ടെന്ന്. ಜೊತೆಲಿ ಇಬ್ರು ದೇವದೂತರು ಇದ್ದಾರೆ. നിങ്ങൾ ഈ ആലയത്തിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുക വേഗത്തിൽ. ನೀವು ಆಲಯದ ಮಧ್ಯದಲ್ಲಿ ಮೇಕದಲ್ಲಿ ಇಳಿದು ನಿಲ್ಲಿರಿ. നിങ്ങൾ വേഗത്തിൽ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുക. ಬೇಗನೆ ಇದರ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ನಿಂತುಕೋ. വിശുദ്ധ ദൂതന്മാരെ നിങ്ങൾ ഇറങ്ങി നിൽക്കുക. ದೇವದೂತರೇ, ವಿಶುದ್ಧ ದೇವದೂತರೇ ಮಧ್ಯದಲ್ಲಿ ನಿಲ್ಲಿರಿ. Thank you, Holy Ghost. മിറാഷ് സോഫ് നിങ്ങൾ വേഗത്തിൽ. ನೀವು ಬೇಗನೆ. അച്ഛാ, ഞാൻ ഈ 3 ദൂതന്മാർ ഇതിന്റെ അകത്തോട്ടൊന്ന് റിലീസ് ചെയ്യുവാണേ, ആലയത്തിന്റെ കാവലിന് വേണ്ടി. ನಾನು 3 ದೇವದೂತರನ್ನ ಇಲ್ಲಿಗೆ ನಾನು ഈ ആലയത്തിന് വേണ്ടി 3 ദൂതന്മാർ ഇറങ്ങി നിൽക്കുവേ. ಈ ಆಲಯಕ್ಕೋಸ್ಕರ 3 ದೇವದೂತರು ആലയത്തിന്റെ കാവലിന് വേണ്ടി ആയിരിക്കും അത്. ಅದು ಕಾವಲಿಗೋಸ್ಕರವಾಗಿರುತ್ತದೆ. ഈ ദൂതന്മാരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ನಾನು ನಿಮಗೆ ದೇವದೂತರ ಕಾರ್ಯ ಹೇಳ್ತೇನೆ. ഇതിലോട്ട് വരും നമ്മൾ. ನಾವು ಇದರಲ್ಲಿ ಮಧ್ಯದಲ್ಲಿ ಬರುತ್ತೇವೆ. ഞാനൊരു മീറ്റിംഗിന് പോയി. ನಾನು ಒಂದು ದಿನ ಒಂದು ಕೂಟಕ್ಕೆ കൂടാൻ പോയതാ. ಆ ಕೂಟದಲ್ಲಿ ನಾನು ಭಾಗವಹಿಸಕ್ಕೆ ಹೋದದ್ದು. 2000 പേര് ഇരിക്കുന്ന ഒരു ಹಾಳಾണ്. 2000 ಜನ ಕೂತಿರುವಂತ ಒಂದು ಹಾಲ್. ഒരു സൈഡിൽ പോയി ഒളിച്ചിരിക്കുക. ನಾನು ಒಂದು ಕೂಟದಲ್ಲಿ ಮರೆಯಾಗಿ ಕೂತಿದ್ದೇನೆ. ഈ പബ്ലിക് ആവാൻ എനിക്ക് ഇഷ്ടമല്ല. ಬಹಿರಂಗವಾಗಿ ಕೂತ್ಕೊಳ್ಳೋಕೆ ನಂಗೆ ಇಷ್ಟ ಅಲ್ಲ. യേശു പരസ്യമാക്കും. ಆದ್ರೆ ಯೇಸು ಬಹಿರಂಗವಾಗಿ ತರ್ತಾನೆ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ನಾನು ಅಲ್ಲಿ ಕೂತು ಪ್ರಾರ್ಥಿಸ್ತಾ ಇರುವಾಗ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി. 2 സെക്കൻഡിലേക്ക് 2 ನಿಮಿಷದಲ್ಲಿ ನಾನು ನಿದ್ದೆ ಮಾಡ್ಬಿಟ್ಟೆ. ഇവിടെ പുറവെ വലിയൊരു ദൂതൻ ഇരിക്കുന്നു. ಹಿಂದ್ಗಡೆ ದೊಡ್ಡ ದೇವದೂತ ಕೂತಿದ್ದಾನೆ. ബലവാനായ ദൂതൻ, ಬಲವಂತನಾದ ದೇವದೂತ. ഞാനിത് ഉറക്കമാന്ന് പറഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റു. ನಾನು ಇದು ನಿದ್ರೆ ಎಂಬುದಾಗಿ ಬೇಗ ಎಚ್ಚೆತ್ತೆ. 2-3 പ്രാവശ്യം നോക്കി. ನಾನು ತಿರುಗಿ 2-3 ಸಾರಿ ನೋಡಿದೆ. ഞാൻ കണ്ടില്ല. ನಾನು ನೋಡ್ಲಿಲ್ಲ. പെട്ടെന്ന് അതാ ഫ്രണ്ടിൽ കൂടെ പറന്നു പോകുന്നു. ನಾನು ನೋಡುವಾಗ ಮುಂದೆ ಆತನು ಹಾರಿ ಹೋಗ್ತಾ ಇದ್ದಾನೆ. പിന്നെ എനിക്ക് സന്തോഷം അങ്ങ് കൂടി. ನನಗೆ ಆಗ ಸಂತೋಷ ಹೆಚ್ಚಾಯಿತು. വന്ന് എന്റെ കൈക്കൊന്ന് പിടിച്ചു. ಮತ್ತೆ ಬಂದನ ಕೈ ಹಿಡಿದನು. മാതി അന്ന് മുതൽ ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ಅವತ್ತಿನಿಂದ ನನಗೆ ಬಹಳ ಒಂದು ಶಕ್ತಿ. കൂടെയുള്ള 2 ദൂതന്മാരെ കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. 2 ಜೊತೆಯಲ್ಲಿ ಇರುವ 2 ದೂತರು ನನಗೆ ಪ್ರಕಟಿಸಿದನು. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ನೀವೆಷ್ಟು ಜನ ಬಯಸ್ತೀರಿ കൂടെയുള്ള ദൂതന്മാരുടെ പേര് തിരിച്ചറിയുവാൻ? ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿರುವ ದೇವದೂತರ ಹೆಸರನ್ನ ತಿಳ್ಕೊಳ್ಳೋದಕ್ಕೆ? നിങ്ങൾക്ക് എത്ര പേര് ആഗ്രഹമുണ്ട് ഏഞ്ചലിക് മിനിസ്ട്രി ചെയ്യുവാൻ? ನಿಮ್ಗೆ ಎಷ್ಟು ಜನರಿಗೆ ದೇವದೂತರ ಸೇವೆ ಮಾಡೋದಕ್ಕೆ ಇಷ್ಟ ಇದೆ? ആഗ്രഹിക്കുക, ಬಯಸಿರಿ. ഒരു പ്രാവശ്യം ഞാൻ ദൂതനെ കണ്ടപ്പോൾ ಒಂದು ದಿನ ದೇವದೂತ ನೋಡಿದಾಗ ഒരു രാത്രി ഒരു പകലും ഞാൻ ചത്തതുപോലെ കിടന്നു. ಒಂದು ಹಗಲು ಒಂದು ರಾತ್ರಿ ನಾನು ಸತ್ತವನಾಗಿ ಬಿದ್ಬಿಟ್ಟೆ. കുറെ പേര് വന്ന് എന്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ಅನೇಕರು ಬಂದು ನನ್ನ ಹತ್ರ ಅನೇಕರು ಮಾತನಾಡ್ತಿದ್ದಾರೆ. ഒന്നും മനസ്സിലാവുന്നില്ല, ಏನು ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ. സ്തോത്രം, ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞിട്ട് ಸತ್ತ ನಂತರ കർത്താവ് ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ಕರ್ತನು ಆತ್ಮನನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗುವಾಗ അപ്പം മാത്രം എനിക്കൊന്ന് സ്വർഗം കണ്ടാൽ മതി. ಆತ್ಮ ಹೇಳ್ತದೆ, ಯೇಸುವೇ ನಿನಗೆ ಪರಲೋಕ ಮಾತ್ರ. അതല്ല പഠിപ്പിച്ചിരിക്കുന്നത്, ಅದೆಲ್ಲ ಕಲಿಸಿರುವಂತದ್ದು. ദൈവരാജ്യം ದೇವರ ರಾಜ್ಯ നിങ്ങളുടെ ഇടയിൽ തന്നെ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲೇ ഉണ്ടല്ലോ. ಇದೆಯಲ್ಲ. എത്രയൊക്കെ മനസ്സിലായി? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗಿದೆ? മരിച്ചു കഴിഞ്ഞിട്ടല്ല സ്വർഗം കാണാൻ നിൽക്കേണ്ടത്. ಸತ್ತ ನಂತರವಲ್ಲ ಪರಲೋಕ ಕಾಣಬೇಕಾಗಿರೋದು. ഇവിടെ ഇരുന്നിട്ട് അതൊന്ന് കാണട്ടെ. ಇಲ್ಲಿ ಕೂತ್ಕೊಂಡೇ ಅಲ್ಲ ಅದನ್ನು ಕಾಣಲಿ.
അതിന്റെ സന്തോഷത്തിൽ വേണം പോകാൻ. ಆ ಸಂತೋಷದಲ್ಲಿ ಹೊರಟು ಹೋಗಬೇಕು. പിന്നെ എങ്ങനെയാണ് അപ്പ പാപം ചെയ്യാൻ കഴിയുന്നത്? ಮತ್ತೆ ಹೇಗಪ್ಪ ನೀ ಪಾಪ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವಂತದ್ದು? കഴിയത്തില്ലെന്ന. ಸಾಧ್ಯವಿಲ್ಲ. നീ ദൈവരാജ്യത്തിനകത്ത് കയറിയിരുന്ന പിന്നെ എങ്ങനെ ഈ പാപം ചെയ്യാൻ കഴിയുന്നത്? ದೇವರ ರಾಜ್ಯದ ಒಳಗಡೆ ನೀ ಕೂತಿರುವುದಾದರೆ ನಿನಗೆ അവൻ ಪಾಪ നിങ്ങളെ ಮಾಡಲಿಕ್ಕಾಗ್ತದೆ. ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ಆತನು ನಿಮ್ಮನ್ನು ಪುನರುತ್ಥಾನಗೊಳಿಸಿ ಪರಲೋಕದಲ್ಲಿ ಕೂರಿಸಿದ್ದಾನೆ. ബൈബിൾ പഠിപ്പിക്കുന്ന റെവലേഷൻ. ದೇವರ ವಾಕ್ಯ ಕಲಿಸುವಂತ ಪ್ರಕಟಣೆ. അവൻ നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ಆತನು ನಮ್ಮನ್ನು ಎಬ್ಬಿಸಿ ಪರಲೋಕದಲ್ಲಿ ಕೂರಿಸಿದ್ದಾನೆ. ഇരിക്കട്ടെ, അങ്ങനെ തന്നെ നമ്മൾ ഇരിക്കട്ടെ. ನಾವು ಹಾಗೆ ಕುಳಿತುಕೊಳ್ಳೋಣ. നമ്മൾ വാക്യത്തിലോട് വരാം. ನಾವು ಓದಿದ ವಾಕ್ಯಕ್ಕೆ ಬರೋಣ. ആമേൻ. ദൂതന്മാരായുള്ളവരെ അവനെ സ്തുതിക്കുവീൻ. ದೇವದೂತರುಗಳೇ ಆತನನ್ನು ಸ್ತುತಿಸಿರಿ. ആമേൻ. അവന്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിക്കുവീൻ. ಆತನ ಎಲ್ಲ ಸೈನ್ಯಗಳೇ ಆತನನ್ನು ಸ್ತುತಿಸಿರಿ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിക്കുവീൻ. ಸೂರ್ಯ ಚಂದ್ರರೇ ಆತನನ್ನು ಸ್ತುತಿಸಿರಿ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവരെ അവനെ സ്തുതിക്കുവീൻ. ಹೊಳೆಯುವ ಎಲ್ಲ ನಕ್ಷತ್ರಗಳೇ ಆತನನ್ನು ಸ್ತುತಿಸಿರಿ. അതിനാണ് നമ്മുടെ കൂടെ പ്രപഞ്ചം നിന്ന് ആരാധിക്കുന്നു. ನಾವು ಪ್ರಪಂಚದಲ್ಲಿ ನಿಂತು ಆರಾಧಿಸ್ತಾ ಇದ್ದೇವ. നമ്മൾ ആരാധിക്കുമ്പോൾ പ്രപഞ്ചവും നമ്മുടെ കൂടെ ആരാധിക്കുമോ? ನಾವು ಆರಾಧಿಸುವಾಗ ನಮ್ಮ ಜೊತೆ ಪ್ರಪಂಚವೂ ಆರಾಧನೆ ಮಾಡ್ತಾ ಇದೆಯಾ? ആരാധിക്കണം. ಆರಾಧನೆ ಮಾಡಬೇಕು. സകല നക്ഷത്രങ്ങളും ಎಲ್ಲ ನಕ್ಷತ್ರಗಳು സൂര്യചന്ദ്രന്മാരും ಸೂರ್ಯ ಚಂದ್ರಗಳು ദൈവത്തെ സ്തുതിക്കട്ടെ. ದೇವರನ್ನ ಸ್ತುತಿಸಲಿ. നമ്മൾ ഇവിടെ നിന്ന് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ನಾವು ಇಲ್ಲಿ ನಿಂತು ದೇವರನ್ನ ಹಾಡಿ ಆರಾಧಿಸುವಾಗ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകണമെന്ന്. ಈ ಪ್ರಕೃತಿಗೆ ಬದಲಾವಣೆ ಉಂಟಾಗಬೇಕೆಂಬುದಾಗಿ. ക്ലൈമറ്റ് കൂൾ ആയിട്ടിരിക്കുവാണല്ലോ. ಈಗ ನಮ್ಮ ವಾತಾವರಣ ತಂಪಾಗಿದೆಯಲ್ಲ. ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ನಾವಿಲ್ಲಿ ಆರಾಧಿಸ್ತಾ ಇರುವಾಗ വെളിയിൽ കാറ്റടിക്കണം, ಹೊರಗಡೆ ಗಾಳಿ ಬೀಸಬೇಕು, വെയിലുണ്ടാകണം, ಬಿಸಿಲು ಉಂಟಾಗಬೇಕು. ആ സമയം വെയിലും കാറ്റും ആണെങ്കിൽ അതെല്ലാം അടങ്ങണം. ಆ ಸಮಯದಲ್ಲಿ ಬಿಸಿಲು ಗಾಳಿ ಆಗಿದ್ರೆ ಅದು ಅಡಿಗೆ ಹೋಗ್ಬೇಕು. ആരാധിക്കുന്നതിന്റെ എഫക്റ്റ് ನಾನು ಆರಾಧಿಸುವುದರ ಫಲಿತಾಂಶ പ്രകൃതിയെ പോലെ സ്വാധീനിക്കുന്നതായിരിക്കണം. ಪ್ರಕೃತಿಯನ್ನು ಕೂಡ ಸ್ವಾಧೀನಪಡಿಸುವಂತದ್ದಾಗಿರಬೇಕು. അതുകൊണ്ട് യേശു പറഞ്ഞപ്പോ കാറ്റും കടലും ഒതുങ്ങി നിന്നത്. ಅದಕ್ಕೆ ಯೇಸು ಹೇಳಿದಾಗ ಗಾಳಿ ಸಮುದ್ರವು ಅಡಗಿ ಕೂತದು. നിങ്ങൾക്ക് ഈ വർഷിപ്പിന്റെ ആത്മമണ്ഡലങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ನಿಮಗೆ ಆರಾಧನೆಯ ಮಂಡಲ ಅರ್ಥವಾಗ್ತಾ ಇದೆಯಾ? ആമേൻ. സ്തോത്രം. 150 150. ആമേൻ. സ്തോത്രം. അതിൽ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ಅದರ ಮೊದಲ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സ്തുതിച്ചോണം. ದೇವರ ಆತನ ಪರಿಶುದ್ಧ ಆಲಯದಲ್ಲಿ ನಿಂತು ಸ್ತುತಿಸಿರಿ. ആകാശ വിധാനത്തിൽ കയറി ദൈവത്തെ സ്തുതിക്കണമെന്ന് ಆತನ ಆಕಾಶ ಮಂಡಲದಲ್ಲಿ ಸ್ತುತಿಸಿರಿ ಎಂಬುದಾಗಿ 49:5 പറഞ്ഞിരിക്കുന്നത്. 149:5 ಹೇಳಿರುವಂತದ್ದು, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കണമെന്ന്. ಭಕ್ತರು ತಮಗುಂಟಾದ ಮಹಿಮೆಯಲ್ಲಿ ಇಗ್ಗಲಿ. നിങ്ങൾ വിശ്വസിച്ചാൽ ನೀವು ನಂಬಿದರೆ ദൈവത്തിന്റെ ದೇವರ മഹത്വം കാണും, ಮಹಿಮೆ ಕಾಣ್ತೀರಿ. ഭക്തന്മാർ ಭಕ್ತರು മഹത്വത്തിൽ ആനന്ദിക്കട്ടെ എന്ന്. ಇಲ್ಲಿ ಮಹಿಮೆಯಲ್ಲಿ ಆನಂದಿಸಲಿ, ಹಿಗ್ಗಲಿ ಎಂಬುದಾಗಿ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കുമെന്ന്. ಅವರು ತನ್ನ ಹಾಸಿಗೆ ಮೇಲಿರುವಾಗ ಉತ್ಸಾಹ ಧ್ವನಿ ಮಾಡುವವರು ಎಂಬುದಾಗಿ. കട്ടിലിൽ കിടക്കുമ്പോഴും പൊങ്ങിച്ചാടി ആരാധിക്കുമെന്ന്. ನೋಡಿ, ಹಾಸಿಗೆಯಲ್ಲಿ ಮಲಗಿರುವಾಗಲೂ ಅವರು ಕುಣಿದಾಡಿ ಆರಾಧಿಸ್ತಾರೆ ಎಂಬುದಾಗಿ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഇങ്ങനത്തുള്ള ആരാധന മതി. ನಮಗೆ ಈ ವಿಧವಾದ ಆರಾಧನೆ ಸಾಕು. സത്യമായി ഇങ്ങനത്തുള്ള ആരാധന മതി. ನಿಜವಾಗ್ಲೂ ಇಂಥ ಆರಾಧನೆ ಸಾಕು. ഇത് ഞങ്ങളുടെ സഭയിലേക്ക് ഈ ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಈ ಆಲೋಚನೆಯನ್ನ ನಾವು ಹಸ್ತಾಂತರಗೊಳಿಸುವಾಗ, ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഈ റെവലേഷൻ കിട്ടിയെന്ന്. ಲಾಕ್ಡೌನ್ ನಂತರ ಈ ರೆವಲೇಷನ್ ಸಿಕ್ಕಿರೋದು. ലോക്ക്ഡൌണിൽ വിശ്വസ്തമായി ആരൊക്കെ പ്രാർത്ഥിച്ചോ, ಆ ಲಾಕ್ಡೌನ್ ಸಮಯದಲ್ಲಿ ನಂಬಿಗಸ್ತರಾಗಿ ಯಾರೆಲ್ಲ ಪ್ರಾರ್ಥಿಸಿದರೋ അവർക്കെല്ലാം കർത്താവ് ഉണർവ് നൽകിയിരിക്കും. ಅವರಿಗೆಲ್ಲ ದೇವರು ಉಜ್ಜೀವನ ಕೊಟ್ಟಿರುತ್ತಾನೆ. സ്തോത്രം, ಸ್ತೋತ್ರ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പം വർഷിപ്പിന്റെ സ്പിരിച്വൽ റിലം ഇതൊക്കെയാണ്, ആത്മീയ തലങ്ങൾ. ಆತ್ಮಿಕ ಆರಾಧನೆಯ ಆತ್ಮಿಕ ಮಂಡಲ ತಲಗಳು ಇದೇ ಆಗಿರ್ತದೆ. അപ്പം എന്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാ നമ്മൾ റിവീൽ ആവുന്നതെന്ന് മനസ്സിലായോ? ಇದು ಹೇಗೆ ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗ್ತದೆ ಗೊತ್ತಾ? പരസ്യമായി വാഴ്ചകൾ അധികാരങ്ങൾ ഇവിടെ കിടക്കുക. ನೋಡಿ, ಬಹಿರಂಗವಾಗಿ ದೊರೆತನಗಳು ಅಧಿಕಾರಗಳು ನೆಲಕಲ್ಚಿ ಬಿದ್ದಿದೆ. ഇത് കാണുന്തോറും നമ്മൾ മഹത്വത്തിൽ സ്തുതിക്കാൻ തുടങ്ങും. ಇದನ್ನ ನೋಡ್ತಾ ಇರುವಾಗ ನಾವು ಮಹಿಮೆಯಲ್ಲಿ ಹಿಗ್ಗುತ್ತಾ ಇರುತ್ತೇವೆ. നമ്മൾ ഇതൊന്ന് പൊങ്ങുമ്പോ തലയിൽ ഒറ്റ ചവിട്ട്, തലയില്ലല്ലോ, ഉള്ള ചവിട്ടി മെതിക്കും. ಈ ಅಧಿಕಾರ ದೊರೆತನ ಸ್ವಲ್ಪ ತಲೆ ಎತ್ತುವಾಗ ಅದಕ್ಕೆ ತಲೆ ಇಲ್ಲಲ್ಲ, ನಾವು ಒಂದೇ ತುಳಿತ. പിന്നെ ആകാശ വിധാനങ്ങളിൽ കയറി സ്തുതിക്കും. ಮತ್ತೆ ನಾವು ಆಕಾಶ ಮಂಡಲದ ಏರಿ ಆರಾಧಿಸ್ತೇವೆ. അവിടെ കിടക്കുന്നല്ലോ വാഴ്ചകളും അധികാരങ്ങളിലും സ്വർലോകങ്ങളിലും ദുഷ്ടാത്മസേനകളും. ಅಲ್ಲಿ ಆಕಾಶದ ಎಲ್ಲ ಮಂಡಲಗಳು, ದುರಾತ್ಮನ ಸೇನೆಗಳು ಎಲ್ಲವೂ. അയ്യോ, അതിന്റെ ആയുധം കർത്താവ് വെപ്പിച്ചെന്ന്. ನೋಡಿ, ಅದರ ಆಯುಧವನ್ನು ಕೂಡ ದೇವರು ನಿರ್ವಾಯುಧ ಮಾಡಿದನು. ആകാശ വിധാനത്തിൽ കയറി ദൈവത്തെ സ്തുതിച്ചോളാൻ. ಅದರಿಂದ ಆಕಾಶ ಮಂಡಲವನ್ನು ಹೇರಿ ಸ್ತುತಿಸು ಎಂಬುದಾಗಿ എബ്രായ ലേഖനം പറയുന്നു, ಇಬ್ರಿಯ ಪತ್ರಿಕೆ ಹೇಳುತ್ತದೆ, ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു മഹാപുരോഹിതേ, ಆಕಾಶವನ್ನು ಹೇರಿದ ಮಹಾ ಯಾಜಕನು. സ്തോത്രം.
അകത്തിപ്പോ യേശു എത്രത്തോളം വളർന്നെന്ന് ഇപ്പൊ മനസ്സിലായോ? ಒಳಗಡೆ ಯೇಸು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಬೆಳೆದಿದ್ದಾನೆ ಗೊತ್ತಾ? പിശാച് നമ്മളിൽ വലിപ്പം ഉണ്ടാക്കുവാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. ಸೈತಾನು ನಮ್ಮಲ್ಲಿ ತನ್ನ ಗಾತ್ರವನ್ನ ದೊಡ್ಡದಾಗಿ ಮಾಡೋದಕ್ಕೆ ನಾವು ಅನುಮತಿಸಬಾರದು. യേശുവിന് നമ്മളിൽ വലിപ്പം ഉണ്ടാകണം. ಯೇಸು ನಮ್ಮಲ್ಲಿ ಬೆಳೆಯಬೇಕು, ಗಾತ್ರ ಹೆಚ್ಚಾಗಬೇಕು. ഇന്ന് എത്ര പേരൊന്ന് പറയത്? ಎಷ್ಟು ಜನ ಅದು ಹೇಳೋಕೆ ಸಾಧ್ಯ? ಯೇಸುವೇ, ನಿನಗೆ എന്നിൽ വലിപ്പം ഉണ്ടാകട്ടെ, ನನ್ನಲ್ಲಿ ಗಾತ್ರ ಹೆಚ್ಚಾಗ್ಲಿ. സ്തോത്രം, ಸ್ತೋತ್ರ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. യജമാനെ കണ്ടപ്പം ഭക്തൻ കുമ്പിടുവാനിടയായി. ನೋಡಿ, ಯಜಮಾನನನ್ನು ನೋಡಿದಾಗ ಭಕ್ತನು ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡಿದನು. സ്തോത്രം, ಸ್ತೋತ್ರ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവവേലയ്ക്ക് പോകുമ്പം കർത്താദാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് സ്തോത്രം, ഞാൻ അത് വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് ദൈവവേലയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ അതാ യേശു വരുന്നു എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ನಿಮ್ಮ ಸೇವಕರು ಹೇಳಿರ್ಬೋದು, ನೀವು ಸೇವೆಗೆ ಹೋಗುವಾಗ ಜನರು ನಿಮ್ಮನ್ನು ನೋಡಿ ಅದೋ ಯೇಸು ಬರ್ತಾ ಇದ್ದಾರೆ ಅಂತ ಎಷ್ಟು ಜನ ಹೇಳಿರ್ಬೋದು, ಹೇಳಿದ್ದನ್ನು ನೋಡಿರಿದ್ದೀರಾ? പറഞ്ഞിട്ടില്ലേ? ಹೇಳಿಲ್ವಾ? ഷോ, ഇന്നു മുതൽ പറയിപ്പിക്കണോ അതൊക്കെ? ಇವತ್ತಿನಿಂದ ಅದನ್ನ ಜನ ನಮ್ಮನ್ನು ನೋಡಿ ಹೇಳ್ಬೇಕು, ಯೇಸು ಬರ್ತಾ ಇದ್ದಾನೆ. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങള് ಸಾಧು ಸುಂದರ್ ಸಿಂಗನನ್ನ ಸಣ್ಣ ಮಕ್ಕಳು ನೋಡಿ ಹೇಳಿದ್ದಾರೆ, യേശു വരുന്നു, ಅದೋ ಯೇಸು ಬರ್ತಾ ಇದ್ದಾನೆ, ಯೇಸು ಬರ್ತಾ ಇದ್ದಾನೆ. നമ്മളെ നോക്കി അങ്ങനെയൊക്കെ പറയണം. ನಮ್ಮನ್ನು ನೋಡಿ ಜನ ಹಾಗೆ ಹೇಳ್ಬೇಕು. ഇല്ല, എന്തിനാ ഈ ക്രൈസ്റ്റ് ഇൻ മീ, ആമേൻ, ഈ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നത്? ಮತ್ತೆ ಯಾಕೆ ಯೇಸು ನನ್ನಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇರೋದು? ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, ಇದು ಪ್ರಕಟಪಡಿಸೋದಕ್ಕೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. അങ്ങനെ ആമേൻ ഈ ഒബദ്യാവ് കവിണ് വീണു. ಹಾಗೆ ಒಬಾದ್ಯನು ಸಾಷ್ಟಾಂಗ ನಮಸ್ಕಾರ ಮಾಡಿದನು. ആമേൻ, സ്തോത്രം. ഇവർ പിന്നെ ആമേൻ സംസാരം കഴിഞ്ഞതിന് ശേഷം ആമേൻ ഈ ഇസബേലിന്റെ പ്രവാചകന്മാരെ വിളിക്കുകയാണ്. ಇವರ ಮಾತು ನಂತರ ഇസബೆಲ್ನ ಪ್ರವಾದಿಗಳು 24ാമത്തെ വാക്യം എത്തിയപ്പോൾ 24ನೇ ವಾಕ್ಯದಲ್ಲಿ ಬಂದಾಗ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ನೀವು ನಿಮ್ಮ ದೇವರನ್ನ ಹೆಸರೇಳಿ ಕರೀರಿ. കൊണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. ಕಿವಿಯಿಂದ ಉತ್ತರ ಕೊಡುವ ದೇವರಿದ್ದಾನೆ. ആ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് വെളിപ്പെടുത്തണം. ಆ ದೇವರು ನಿಜವಾದ ದೇವರು ಎಂಬುದನ್ನ ನೀವು ಪ್ರಕಟಿಸಬೇಕು. ഇവർ തമ്മില് ആമേൻ സ്തോത്രം, ആമേൻ 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 ആ പർവ്വതത്തിൽ, കർമ്മേൽ പർവ്വതത്തിൽ കയറി നിൽക്കുകയാണ്. ಇಬ್ಬರು ಆ ಕರ್ಮೇಲ್ ಬೆಟ್ಟದಲ್ಲಿ ಹೇರಿ ನಿಂತಿದ್ದಾರೆ. ആമേൻ സ്തോത്രം, ആമേൻ. അവർ രാവുവോളം, ഒരു ദിവസം മുഴുവനും ശരീരം മുഴുവനും മുറിച്ച് വിളിക്കുക, ബാലി വന്നില്ല. ಅವರು ಬೆಳಗೆಲ್ಲ ಅವರು ತಮ್ಮ ಶರೀರವನ್ನ ಗಾಯ ಮಾಡಿಕೊಂಡು ಅವರು ಸಾಯಂಕಾಲದವರೆಗೂ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿದ್ದಾರೆ. ഏലിയാവ് അങ്ങോട്ട് ചെന്നിട്ട് ಏಲಿಯನು ಅಲ್ಲಿಗೆ ಹೋಗಿ ക്ലീൻ ചെയ്യേണ്ടതെല്ലാം ക്ലീൻ ചെയ്ത്, ಏಲಿಯನು ಅಲ್ಲಿ ಶುದ್ಧಪಡಿಸಬೇಕಾದನ್ನು ಶುದ್ಧಪಡಿಸಿ അടുക്കി വെച്ചിട്ട്, ಕಲ್ಲುಗಳನ್ನೆಲ್ಲ ಸಿದ್ಧಪಡಿಸಿ, ദൈവമേ അടിയനെ ലജ്ജിപ്പിക്കരുതേ, ದೇವರೇ ನನ್ನನ್ನು ನಾಚಿಕೆ ಪಡಿಸಬೇಡ, അടിയൻ നിന്റെ ഭക്തനാണ്, ನಾನು ನಿನ್ನ ಭಕ್ತನಾಗಿದ್ದೇನೆ. ദേവരുന്നു തീ. ನೋಡಿ, ಅವನ ಪ್ರಾರ್ಥನೆ ಕೂಡಲೇ ಬೆಂಕಿದ ಇಳಿದು ಬರ್ತಾ ಇದೆ. രസകരമായ സംഭവം, ಅದರಲ್ಲಿ ಸಂತೋಷದ ವಿಷಯ, ഉള്ളത് മൊത്തം ദഹിപ്പിച്ചെന്ന. ನೋಡಿ, ಅಲ್ಲಿ ಇದ್ದದ್ದು ಎಲ್ಲವೂ ದಹಿಸಿ ಬಿಡಿತು ಎಂಬುದಾಗಿ. അടിയ നിന്റെ ഭക്തനാ, ನಾನು ನಿನ್ನ ಭಕ್ತನು, അടിയൻ ലജ്ജിക്കരുത്, ನಾನು ನಾಚಿಕೆಗೊಳ್ಳಬಾರದು. തീ ഇറങ്ങി, ಬೆಂಕಿ ಇಳಿಯುತ್ತದೆ. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. ಬೆಂಕಿಯಿಂದ ಉತ್ತರ ಕೊಡುವ ದೇವರು ನಮ್ಮ ದೇವರು, ಅದೇ ನಮ್ಮ ದೇವರಾಗಿದ್ದಾನೆ. 40ാമത്തെ വാക്യം മുതൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുകയാണ്. ನೋಡಿ, 40ನೇ ವಾಕ್ಯದಿಂದ ಒಂದು ಬದಲಾವಣೆ ಸಂಭವಿಸ್ತಾ ಇದೆ. ഏലിയാവ് പറയാ, ബാലിന്റെ പ്രവാചകന്മാരെ പിടി. ಏಲಿಯನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಈಗ ಬಾಳನ ಪ್ರವಾದಿಯನ್ನು ಹಿಡಿದು ഒരുത്തരും ചാടിപ്പോകരുത്, ಒಬ್ಬನು ತಪ್ಪಿಸ್ಕೊಳ್ಬಾರದು. അവർ ചെന്ന് പിടിച്ചു, ಅವ್ರನ್ನ ಹೋಗಿ ಹಿಡಿದ್ರು. ഏലിയാവ് അവരെ ಏಲಿಯನು ಅವನನ್ನ താഴെ, യാഗം നടത്തിയിടത്തല്ല, ಯಜ್ಞ ಮಾಡಿದ ಸ್ಥಳದಲ್ಲ, സ്ഥലത്തല്ല, ಪರಿಶುದ್ಧ ಸ್ಥಳದಲ್ಲ, കീശോൻ തോട്ടി കൊണ്ടുപോയി. ನೋಡಿ, ತಗ್ಗಿನ ಕಿಶನ್ ಹಳ್ಳದಲ್ಲಿ ತೆಗೆದುಕೊಂಡು ಹೋದ್ರು. എന്നിട്ട് ಆಮೇಲೆ ആമേൻ അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു, ಅಲ್ಲಿ ಕಡಿದು ಹಾಕಿ ಕೊಂದ್ರು. സ്തോത്രം, ಸ್ತೋತ್ರ. എന്നിട്ട് അടുത്ത 42ാമത്തെ വാക്യം വരുമ്പോ 42ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ, ആമേൻ ആഹാബ് ആമേൻ ആമേൻ ഭക്ഷിക്കുവാനിടയായി. ಅಹಾಬನು ಆತನು ಆಹಾರವನ್ನು ಸೇವಿಸಿದನು. ആമേൻ. എന്നിട്ട് ഈ ഏലിയാവ് ಆ ನಂತರ ಏಲಿಯನು കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി, ಕರ್ಮೆಲ್ನ ತುದಿಗೆ ಹೇರಿದನು. ആമേൻ കുനിഞ്ഞ് ಮೊಣಕಾಲೂರಿ ತನ್ನ ತಲೆಯನ್ನ മുഴങ്കാലിന്റെ ഇടയ്ക്ക് വെച്ചു, ಮೊಣಕಾಲಿನ ಮೇಲೆ ಇಟ್ಟನು. എന്നിട്ട് ബാലിക്കാരനോട് പറയുക, ಆ ನಂತರ ತನ್ನ ಸೇವಕರಿಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ആമേൻ സ്തോത്രം, ഇവൻ പ്രാർത്ഥിക്കാനിരുന്നു, ಇವನು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಕೂತನು, പ്രാപിക്കാനിരുന്നു. ಶಕ್ತಿ ಹೊಂದೋದಕ್ಕೆ ಕೂತಿದ್ದನು. 46ാമത്തെ വാക്യം എത്തിയപ്പോഴത്തേക്കും 46ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ, ആമേൻ അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ಹಾಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರಿಂದ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേളിൽ വന്നു. ಯೆಹೋವನ ಹಸ್ತವು ಏಲಿಯನ ಮೇಲೆ ಬಂತು. എങ്ങനെ പ്രാർത്ഥിച്ചപ്പെടാ? ಹೇಗೆ ಪ್ರಾರ್ಥಿಸಿದಾಗ, തല മുട്ടിന്റെ കീഴിൽ വെച്ചു, ಮೊಣಕಾಲಲ್ಲಿಟ್ಟು. ആദ്യം എന്തോ ചെയ്തേ? ಮೊದಲು ಏನ್ ಮಾಡಿದ? തീ ഇറക്കി. ಬೆಂಕಿ ಇಳಿಸಿದ. രണ്ടാമത് എന്തോ ചെയ്ത്? ಎರಡನೇದು ಏನ್ ಮಾಡ್ದ? ബാലിന്റെ പ്രവാചകനെ മൊത്തത്തിനെ കൊന്നു, ಬಾಲನ ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದು ಹಾಕಿದನು. രണ്ടും ദൈവത്തിന് പ്രീതിയുള്ളതായിരുന്നു. ಇದು ಎರಡು ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯಾದ ಕೆಲಸ. രണ്ടും ചെയ്തിട്ടാ ഏലിയാവ് പ്രാർത്ഥിക്കാനിരുന്നു. ನೋಡಿ, ಇದು ಎರಡನ್ನ ಮಾಡಿದ ನಂತರ ಏಲಿಯ ಪ್ರಾರ್ಥಿಸಿದ ಕೂತಿದ್ದು. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ನಾನು ನಂಬುವ ಕಾರ್ಯ ಇದೆ. കൈ വരുന്നത് വരെയും തല അങ്ങനെ തന്നെ ഇരുന്നു. ನೋಡಿ, ಹಸ್ತ ಬರುವವರೆಗೂ ಅವನ ತಲೆ ಹಾಗೆ ಮೊಣಕಾಲಲ್ಲೇ ಇತ್ತು. ഇത് ഒരു 10 മിനിറ്റ്
പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് ಇದೊಂದು 10 ನಿಮಿಷ ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ഇടയ്ക്ക് ಕೂತು ഒരു മൊബൈലിൽ റിങ് കേട്ടാൽ മതി. ಮಧ್ಯದಲ್ಲಿ ಒಂದು ಮೊಬೈಲ್ ರಿಂಗ್ ಆದ್ರೆ ಸಾಕು. അപ്പോഴേ യേശുപ്പച്ചനെ അവിടെ അങ്ങ് നിർത്തിയിട്ട് ಅಲ್ಲಿ ಯೇಸುವನ್ನು ಅಲ್ಲೇ ನಿಲ್ಲಿಸಿ പോയി മൊബൈൽ എടുക്കും. ಹೋಗಿ ಮೊಬೈಲ್ ತಗೊಳ್ತೇವೆ. സ്തോത്രം. ಸ್ತೋತ್ರ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറക്കം വരുന്നുണ്ട്? ನಿಮ್ಗೆ ಎಷ್ಟು ಜನರಿಗೆ ಇವಾಗ ನಿದ್ರೆ ಬರ್ತಾ ಇದೆ? ഞാൻ നിദ്ര വരുന്നവരെ ഞാൻ കാണുന്നുണ്ട്. ನಿದ್ರೆ ಮಾಡುವವರನ್ನ ನಾನು ಕಾಣ್ತಾ ಇದ್ದೇನೆ. അപ്പം എൻ്റെ കണ്ണ് ഇത്രയും കാണുന്നുവെങ്കിൽ ನನ್ನ ಕಣ್ಣು ಇಷ್ಟು ಕಾಣ್ತಾ ಇದ್ರೆ അഗ്നിമയമായ കണ്ണുള്ളവന്റെ കണ്ണോ? ಅಗ್ನಿಮಯವಾದ ಕಣ್ಣುಗಳುಳ್ಳವನೋ? ഞാൻ ഈ ഉറങ്ങുന്നവരെ കുറിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. ನಿದ್ರೆ ಮಾಡುವವರ ಕುರಿತು ನಾನು ಒಂದು ಉದಾಹರಣೆ ಹೇಳ್ಬೋದು. പരീക്ഷയിൽ അകപ്പെട്ടു പോകും അവര്. ಅವರು ಪರೀಕ್ಷೆಯಲ್ಲಿ ಹೊಳ ಬೀಳುತ್ತಾರೆ. അയ്യോ, യേശു പഠിപ്പിച്ച കാര്യം ഇതൊക്കെ. ಯೇಸು ಕಲಿಸಿಕೊಟ್ಟಂತ പരീക്ഷയിൽ ಕಾರ್ಯ. അകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിട്ട് പ്രാർത്ഥിക്കണമെന്നാ. ನೀವು ಶೋಧನೆಗೆ ಒಳಗಾಗದೇ ಇರುವುದಕ್ಕೆ ಎಚ್ಚರವಿದ್ದು ಪ್ರಾರ್ಥಿಸಬೇಕೆಂಬುದಾಗಿ. സ്തോത്രം. സ്തോത്രം. ഇപ്പൊ സന്തോഷമായില്ലേ? ಈಗ ನಿಮಗೆ ಸಂತೋಷವಾಯ್ತಲ್ಲ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ಆಮೆನ್. അപ്പൊ ഈ കൈ വരുന്നത് വരെയും തല മുട്ടിന്റെ ഇടയിലായിരുന്നു. ನೋಡಿ, ಹಸ್ತ ಬರುವವರೆಗೂ ಅವನ ತಲೆ ಮೊಣಕಾಲಲ್ಲಿತ್ತು. നമ്മളിങ്ങനെ ഒന്നിരിക്കാമോ? ನಾವು ಹಿಂಗ್ ಕೂತ್ಕೊಳ್ಬೋದಾ? ഇതായിരിക്കണം പ്രാർത്ഥന ജീവിതം. ಇದು ಪ್ರಾರ್ಥನಾ ಜೀವಿತವಾಗಿರಬೇಕು. നിങ്ങൾ കവിണ്ണു വീഴാമോ? ನೀವು ಬೋರ್ಲಿ ಬಿಡ್ಲಿಕ್ಕೆ ಮಾಡ್ತೀರಾ? പ്രവാചകൻ ಪ್ರವಾದಿ മരിച്ച കുഞ്ഞിന്റെ മേളില് ಸತ್ತಂತ ಮಗುವಿನ ಮೇಲೆ കണ്ണ് കണ്ണോട്, ಎರಡು കണ്ಣಿನೊಂದಿಗೆ, കൈ കൈയോട്, ಕೈಯೊಂದಿಗೆ, അതരം അതരത്തോട്, ಬಾಯಿಯೊಂದಿಗೆ ചേർത്ത് വെച്ച് കടന്നു. ಆ ಜೊತೆ ಇಟ್ಟು ಮಲಗಿದನು. എന്നിട്ട് പിന്നെ എഴുന്നേക്കും. ಆಮೇಲೆ ಎದ್ದೇಳುತ್ತಾನೆ. എന്നിട്ട് അതിന് ചുറ്റിനും ಅಂತ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. ಅದರ ಸುತ್ತ ಪ್ರಾರ್ಥನೆ ಮೇಲೆ ಅನ್ಯವಶ್ಯ പിന്നെ തിരിച്ചു വരും. ಮತ್ತೆ ತಿರುಗಿ ಬರ್ತಾನೆ. പിന്നെ അതേപോലെ കിടക്കും. ಮತ್ತೆ ಅದರ ಮೇಲೆ ಮಲಗುತ್ತಾನೆ. രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു വന്നപ്പോ ಎರಡನೇ ಸಾರಿ ತಿರುಗಿ ಬಂದಾಗ കൊച്ചെഴുന്നേറ്റിരുന്ന് തുമ്മുന്നു. ಮಗು ಎದ್ದು ನಿಂತುಕೊಂಡು ಶಬ್ದ ಮಾಡ್ತಾ ಇದೆ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടി? ನಿಮ್ಗೆ ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಯ್ತು? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ കവിണ്ണു വീഴണം. ನಿನ್ನ ಕುಟುಂಬಕ್ಕೋಸ್ಕರ ನೀನು ಬೋರಲು നിന്റെ ಬೀಳಬೇಕು. സഭയ്ക്ക് വേണ്ടി നീ കവിണ്ണു വീഴണം. ನಿನ್ನ ಸಭೆಗಾಗಿ ಬೋರಲು ಬೀಳಬೇಕು. ആൻസർ കിട്ടിയില്ലയോ? ಉತ್ತರ ಸಿಕ್ಲಿಲ್ವಾ? പിന്നെ നടക്കണം. ಮತ್ತೆ ನಡಿಬೇಕು. ആ ചുറ്റും നടക്കുക. ನಡೀರಿ, ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ അന്യഭാഷയെ സംസാരിച്ചുകൊണ്ട് നടക്കുക. ಅನ್ಯ ಭಾಷೆ ಹೇಳುತ್ತಾ ನಡೀರಿ. പിന്നെ അതേ സ്ഥലത്തെത്തും. ಮತ್ತೆ ಅದೇ ಸ್ಥಳಕ್ಕೆ ಬರುತ್ತದೆ. വീണ്ടും കവിണ്ണു വീണോണം. ಮತ್ತೆ ಬೋರಲು ಬೀಳಬೇಕು. കൃത്യമായി ചെയ്ത ಸರಿಯಾಗಿ ಮಾಡಿದ್ರೆ രണ്ടാമത്തെ ചുറ്റിന് ಎರಡನೇ ಸುತ್ತಿಗೆ നിനക്കുള്ള വിഷയം എഴുന്നേറ്റ് കണ്ണു തുറക്കും. ನಿನಗಿರುವ ವಿಷಯ ಎದ್ದು ಕಣ್ ತೆರೆಯುತ್ತದೆ. കിട്ടണം. നമുക്ക് ഇത് കിട്ടിയിട്ടേ നമ്മൾ പോകാവൂ. ನಮಗೆ ಇದು ಸಿಗ್ಬೇಕು. ಸಿಕ್ಕಿದ ನಂತರವೇ ನಾವು ಹೋಗಬೇಕು. കാരണം കണ്ണു തുറക്കണം വിഷയം. ಕಾರಣ ನಮ್ಮ ಕಣ್ಣು ತೆರೆಯಲ್ಪಡಬೇಕು. ಅದೇ ವಿಷಯ. ഒരു വസ്തുവിനെയല്ല നമുക്ക് വേണ്ടുന്നത്. ನಾವು ಬಯಸುವಂತ ವಸ್ತು ಅಲ್ಲ ನಮಗೆ എന്റെ ആലയത്തിന്റെ കണ്ണ് എപ്പോഴും തുറന്നിരിക്കുന്നത് ജാതികൾ കാണണം. ನಮ್ಮ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಟ್ಟಂತ ಅದನ್ನ ಜನಾಂಗಗಳು ನೋಡಬೇಕು. ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്. ಶಲೋಮನ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದಾನೆ. ഏത് അന്യജാതിക്കാരൻ വന്ന ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, ಯಾವುದೇ ಅನ್ಯ ವ್ಯಕ್ತಿಯು ಆಲಯದ ಮುಂದೆ ಬಂದು ಪ್ರಾರ್ಥಿಸಿದ್ರು, നിന്റെ ചെവി തുറന്നിരിക്കണം. ತಂದೆ ನಿನ್ನ ಕಿವಿ ತೆರೆದಿರಬೇಕು. കണ്ണ് തുറന്നിരിക്കണം. ನಿನ್ನ ಕಣ್ಣು ತೆರೆದಿರಬೇಕು. അങ്ങനത്തെ സ്പിരിച്വൽ റിലോ യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിന്റെ അകത്ത് റിവീൽ ആകട്ടെ. ಆ ರೀತಿಯಾದ ಆತ್ಮಿಕ ಮಟ್ಟ ಈ ಆಲಯದಲ್ಲಿ ಪ್ರಕಟವಾಗಲಿ. അങ്ങനത്തെ മഹത്വം വേണം നമ്മൾ സ്വീകരിക്കുക. ಆ ವಿಧವಾದ ಮತ್ತು ಮಹಿಮೆಯನ್ನು ನಾವು ಸ್ವೀಕರಿಸಬೇಕು. രഹസ്യമായി ബാലിന്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നുകളഞ്ഞു. ನೋಡಿ, ಬಹಿರಂಗವಾಗಿ ಏಲಿಯನ ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದು ಹಾಕಿದನು. 46ാമത്തെ വാക്യം എത്തിയപ്പോൾ 46ನೇ ವಾಕ್ಯಕ್ಕೆ ಬಂದಾಗ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേളിൽ വന്നു. ಯೆಹೋವನ ಹಸ್ತವು ಏಲಿಯನ ಮೇಲೆ ಬಂತು. അവൻ അരമുറുക്കി. ಅವನು ನಡು ಕಟ್ಟಿದನು. ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ಇಸ್ರಾಯೇಲಿಗೆ ತಲುಪುವರೆಗೂ ಅಹಾಬನ ಮುಂದೆ ಓಡಿದನು. നീ ആരെങ്കിലും പിറകെ ചെന്ന് ഒളിച്ചിരിക്കുന്ന വ്യക്തിയൊന്നും അല്ല. ನೀನು ಯಾರೋ ಹಿಂದೆ ಹೋಗಿ ಅಡಿಗೆ ಕುತ್ಕೊಳ್ಬೇಕಾದವನಲ್ಲ. ആമേൻ. ആത്മാവ് ശക്തിമാന്മാരുടെ അപ്പം തിന്നണം. ಆತ್ಮನಲ್ಲಿ ಆತ್ಮಿಕರ ಶಕ್ತಿ ರೊಟ್ಟಿ ತಿನ್ನಬೇಕು. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ദൂതന്മാരുടെ ഭക്ഷണം കഴിക്കണമെന്ന്. ಪ್ರಕಟಣೆ ಹೇಳುವಂತ ದೇವದೂತರ ಆಹಾರವನ್ನು ಸೇವಿಸಬೇಕು. ಏಂಜಲ್ಸ್ കഴിക്കുന്ന അപ്പം കഴിക്കണമെന്ന്. ದೇವದೂತರು ಸೇವಿಸುವ ರೊಟ್ಟಿ ತಿನ್ನಬೇಕು, ಮನ್ನ ತಿನ್ನಬೇಕು. ചുരുങ്ങൂടെ കടന്നു പറഞ്ഞാൽ, ಇನ್ನು ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಹೇಳುವುದಾದ್ರೆ, ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ನಾನು ಜೀವ ಕೊಡುವ ರೊಟ್ಟಿ ಆಗಿದ್ದೇನೆ, ನನ್ನ ತಿನ್ನುವವನು ಬದುಕುತ್ತಾನೆ. അങ്ങോട്ട് കഴിക്കണം, ಇದನ್ನ ಸೇವಿಸಬೇಕು. എന്നിട്ട് ദേശത്തിലുള്ള രാജാവിന്റെ മുമ്പിൽ കയറി ഓടണം. ಆ ನಂತರವಾಗಿ ದೇಶದಲ್ಲಿರುವಂತ ರಾಜನ ಮುಂದೆ ನೀನು ಹೇರಿ ಓಡಬೇಕು. പരസ്യമായി, ಬಹಿರಂಗವಾಗಿ. ഇതുപോലെ ಇದರ ಹಾಗೆ ദൈവരാജ്യം സ്ഥാപിക്കാൻ നിൽക്കാമോ? ದೇವರ ರಾಜ್ಯ ಸ್ಥಾಪಿಸೋದಕ್ಕೆ ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯ ಇದೆಯೋ? എത്ര പേര് അതിന് തയ്യാറാണ്? ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಾ?
ബാലിന്റെ പ്രവാചകന്മാരെ കാണുമ്പോൾ ഒളിച്ചിരുന്ന് അയ്യോ അയ്യോ എന്ന് വിളിക്കാനല്ല, ಬಾಳನ ಪ್ರವಾದಿಗಳನ್ನು ನೋಡಿ ಅಯ್ಯೋ ಅಯ್ಯೋ ಎಂಬುದಾಗಿ ಕರೆಯುವುದಕ್ಕಲ್ಲ, അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവനെ പ്രവചിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഇടയാകണം. ಅವನನ್ನ ಮುಂದೆ ನಿಲ್ಲಿಸಿ ಅವನನ್ನ ಸೌಖ್ಯ ಮಾಡೋದಕ್ಕೂ ಪ್ರವಾದಿಸೋದಕ್ಕೂ ಸಿದ್ಧರಾಗಬೇಕು. ഇത് 4-5 വർഷത്തിന് മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. 4-5 ವರ್ಷದ ಹಿಂದೆ ನಡೆದಂತ ಅನುಭವ ಹೇಳ್ತೇನೆ. ആദ്യമായിട്ട് ബാംഗ്ലൂരിലോട്ട് ദൈവവേലയ്ക്ക് വേണ്ടി വരുക. ಮೊದಲನೇ ಸಾರಿ ಸೇವೆಗಾಗಿ ಬ್ಯಾಂಗ್ಳೂರಿಗೆ ಬರ್ತಾ ಇದ್ದೇನೆ. സ്തോത്രം. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ട് ദൈവദാസനും ഉണ്ട്. ಆಗ ನನ್ನ ಜೊತೆಯಲ್ಲಿ ನನ್ನ ಸ್ನೇಹಿತನು ಕೂಡ ಇದ್ದಾನೆ. ಹಳ್ಳಿയിൽ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുക. ಒಂದು ಹಳ್ಳಿಗೆ ಗ್ರಾಮಕ್ಕೆ ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮುಗಿಸಿಕೊಂಡು ವಾಪಸ್ ಬರ್ತಾ ಇದ್ವಿ. ಆ ಸಿಟಿയിലാണെങ്കിൽ ഒരു ಫ್ಲೈ ಓವರ್ ഉണ്ട്. ಆ ಪಟ್ಟಣದಲ್ಲಿ ಒಂದು ಫ್ಲೈ ಓವರ್ ಇದೆ, ಮೇಲ್ ಸೇತುವೆ ಇದೆ. ಕೀഴെ ഒരു ചെരുപ്പ് കുത്തിയിരിക്കുന്നു. ಅದರ ಕೆಳಗಡೆ ಒಬ್ಬ ಚಪ್ಪಲಿ ಹೊಲಿಯುವನು ಕೂತಿದ್ದಾನೆ. എൻ്റെ കൂടെയുള്ള ദൈവദാസന്റെ ചെരുപ്പ് ഒന്ന് തയ്ക്കണം. ಆ ನನ್ನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಂತ ದೇವ ಸೇವಕನ ಚಪ್ಪಲಿಯನ್ನು ಹೊಲಿಬೇಕಾಯಿತು. സ്തോത്രം. ഞങ്ങൾ ಆ ವ್ಯಕ್ತಿയുടെ അടുത്ത് പോയിരുന്നു. ನಾವು ಆ ವ್ಯಕ್ತಿಯ ಬಳಿಗೆ ಹೋಗಿ ಕೂತೆವು. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ನಾವು ಮಾತನಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆವು. ലക്ഷ്യം ഇത്രേ ഉള്ളൂ. ನಮ್ಮ ಗುರಿ ಇಷ್ಟೇ, ക്രിസ്തുവിനെ അകത്ത് കൊടുക്കണം. ಕ್ರಿಸ್ತನನ್ನ ಅವನ ಒಳಗೆ ಕೊಡಬೇಕು. ചെരുപ്പ് തയ്ക്കാനൊന്നുമല്ല, ಚಪ್ಪಲಿ ಹೊಲಿಯುವುದಕ್ಕಲ್ಲ, ക്രൈസ്റ്റിനെ റിവീൽ ചെയ്യണം. ಕ್ರಿಸ್ತನನ್ನ ಪ್ರಕಟಪಡಿಸಬೇಕು, അത്രേ ഉള്ളൂ. ಅಷ್ಟೇ. സംസാരിക്കാൻ തുടങ്ങി, ಮಾತನಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆವು. അപ്പം തന്റെ അനുഭവം പറയാൻ തുടങ്ങി. ತನ್ನ ಅನುಭವ ಹೇಳೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ. സ്തോത്രം. താൻ വർഷങ്ങൾക്ക് മുമ്പേ ആക്സിഡന്റ് ആയി തന്റെ തല നടുവേ പിളർന്നു. ഇപ്പോഴും കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ವರ್ಷಗಳ ಹಿಂದೆ ತನಗೆ ಒಂದು ಅಪಘಾತ ಸಂಭವಿಸಿ ತಲೆ ಮಧ್ಯದಿಂದ ಸೀಳಿ ಹೋಯಿತು. ಅದರ ಫಲಿತಾಂಶ ಈ ಕಣ್ಣಲ್ಲಿ ನೀರು ಬರ್ತಾ ಇದೆ. ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ನಾನು ಅವಾಗ ಕೇಳಿದೆ, ನಾವು ನಿಮ್ಗಾಗಿ ಪ್ರಾರ್ಥಿಸಬಹುದಾ? അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. ನಾವು ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅವನಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಿದೆವು. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നു നോക്കി. ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರುವಾಗ ನಾವು ಕಣ್ಣು ತೆರೆದು ನೋಡಿದೆವು. കുറേ ആൾക്കാർ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ಅನೇಕರು ನಮ್ಮ ನೋಡ್ತಾ ಇದ್ದಾರೆ. ഈ മനുഷ്യൻ അങ്ങ് സൗഖ്യമായി. അപ്പം തന്നെ ಆ ಸಮಯದಲ್ಲಿ ಆ ಮನುಷ್ಯನಿಗೆ ಸೌಖ್ಯವಾಯಿತು. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയാ, ಇದನ್ನು ನೋಡ್ತಾ ಇದ್ದ ಒಬ್ಬ ಮನುಷ್ಯನು ಓಡಿ ಬಂದು ಹೇಳ್ತಾ ಇದ್ದಾನೆ, വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ನೀವು ನಮಗೋಸ್ಕರನೂ ആ ಪ್ರಾರ್ಥಿಸಬೇಕು. മനുഷ്യനും പ്രാർത്ഥിച്ചു. ಆ ವ್ಯಕ್ತಿಗಾಗಿ ദൈവം അവനെ സൗഖ്യമാക്കി. ಅವನನ್ನು ಸೌಖ್ಯ ಮಾಡಿದನು. സന്തോഷത്തോടെ മടങ്ങി വന്നു. ಸಂತೋಷದಿಂದ ಹಿಂತಿರುಗಿ ಬಂದೆವು. നമ്മളായിരുന്നെങ്കിലോ, നമ്മൾക്ക് വേറൊരു രീതി ഉണ്ടായിരുന്നെങ്കിലോ, ನಮಗೆ ಬೇರೆ ಯಾವ್ದಾದ್ರು ರೀತಿ ಇದ್ರೆ, അങ്കളെ ഞങ്ങൾ പ്രാർത്ഥിക്കാം, ಅಕ್ಕಲೇ ನಾವು വീട്ടിൽ ಪ್ರಾರ್ಥಿಸ್ತೇವೆ, പോയി പ്രാർത്ഥിച്ചോളാം അങ്കളെ. ಮನೆಯಲ್ಲಿ ಹೋಗಿ ಪ್ರಾರ್ಥಿಸ್ತೇವೆ. മനസ്സിലായില്ലേ? ನಿಮ್ಗೆ ಅರ್ಥ ಆಗಿಲ್ವಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ സ്പോട്ടിൽ പ്രാർത്ഥിച്ചോ, ಆ ಸ್ಥಳದಲ್ಲೇ ಪ್ರಾರ್ಥಿಸಿದರೋ, നീ അപ്പ അത് പ്രാർത്ഥിയില്ല. ಆಗ ನೀನು ಪ್ರಾರ್ಥಿಸು. ಅಲ್ಲಿ ഈ അപ്പ ഒരു ഭയം കയറി വരും. ಆಗ ಒಂದು ಭಯ ಬರುತ್ತದೆ. അപ്പം പറയും, വീട്ടിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ಆಗ ನಾವು ಅವ್ರಿಗೆ ಹೇಳ್ತೀವಿ, ಮನೆಗೆ ಹೋಗಿ ಪ್ರಾರ್ಥಿಸ್ತೇವೆ. പാസ്റ്ററോട് പറഞ്ഞോളാം. ಚರ್ಚಲ್ಲಿ ಹೋಗಿ ಪಾಸ್ಟರ್ಗೆ ನಾವು ಹೇಳಿ ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ആ സമയം പ്രാർത്ഥിക്കുവാണെങ്കിലോ, ಅದೇ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದಾದ್ರೆ ഒരു ഭൂതം ഇളകണം. ಒಂದು ದೆವ್ವ ഈ ಪ್ರಕಟವಾಗಬೇಕು. ഭൂതം എല്ലാം ഇളകിയ ಈ ದೆವ್ವ ಪ್ರಕಟವಾದ್ರೆ തൊട്ട് തുടങ്ങും. ಆಗ ಅದು ಪ್ರಾರಂಭಿಸ್ತದೆ. തീരത്വത്തിന്റെ ആത്മാവ് തുടങ്ങും. ಭಯದ ಆತ್ಮ ಪ್ರಾರಂಭಿಸ್ತದೆ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണമേ. ಯೇಸುವಿನ ರಕ್ತದಲ್ಲಿ ಮುದ್ರೆ ಹಾಕು. കുഞ്ഞുങ്ങളെ മുദ്രയിടണമേ. ಮಕ್ಕಳನ್ನ ಮುದ್ರೆ ಹಾಕು. ആമേൻ. ഭർത്താവിനെ മുദ്രയിടണമേ. ಗಂಡನಿಗೆ ಮುದ್ರೆ ಹಾಕು. കുടുംബത്തെ മുദ്രയിടണമേ. ಕುಟುಂಬವನ್ನ ಮುದ್ರೆ ಹಾಕು. ആ വ്യക്തി അവിടെ കിടന്ന് തലതല്ലുമായിരിക്കും. ಆ ವ್ಯಕ್ತಿ ಆ ಸಮಯದಲ್ಲಿ ತನ್ನ ತಲೆಯನ್ನು ನೆಲಕ್ಕಾಗಿ ಜಜ್ತಾ ഇവിടെ ಇರ್ತಾನೆ. മുദ്രയിടണമേ, മുദ്രയിടണമേ, മുദ്രയിടണമേ. ಮುದ್ರೆ ಹಾಕು, ಮುದ್ರೆ ಹಾಕು, ಮುದ್ರೆ ಹಾಕು. പിന്നെ ബൈബിൾ പഠിപ്പിക്കുന്നത് ಬೈಬಲ್ ಕಲಿಸುವಂತದ್ದು പരിശുദ്ധാത്മാവ് എന്ന മുദ്ര അകത്തിരിക്കുന്നതെന്ന്. ಪವಿತ್ರಾತ್ಮನ ಮುದ್ರೆ ನಿನ್ನ ಒಳಗಡೆ ಇರುವಂತದ್ದು. അതും വീണ്ടെടുപ്പ് നാളിന് വേണ്ടി. ಅದು ವಿಮೋಚನಾ ದಿನಕ್ಕಾಗಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. വീണ്ടെടുപ്പ് നാളിന് വേണ്ടി അകത്ത് ആത്മാവിന്റെ മുദ്രയുണ്ടെന്ന്. ವಿಮೋಚನಾ ದಿನಕ್ಕೋಸ್ಕರ ಆತ್ಮನ ಮುದ್ರೆ ಇದೆ ಎಂಬುದಾಗಿ യേശു നമ്മളോട് പറഞ്ഞത്, ಯೇಸು ನಮಗೆ ಹೇಳಿದ್ದು, അവന്റെ തലയിലോ ദേഹത്തോ കൊണ്ടുപോയി കരം വെക്കാനാ. ಅವನ ತಲೆಯಲ್ಲಿಯೋ ದೇಹದಲ್ಲಿ ಹೋಗಿ ನೀನು ಹಸ್ತವನ್ನು ಇಡುವುದಕ್ಕೆ സൗഖ്യം ഉണ്ടാവൂന്നാ പറഞ്ഞത്. ಅವನಿಗೆ ಸೌಖ್ಯವಾಗ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದು. ഇല്ല പാസ്റ്റർ, അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല പാസ്റ്റർ. ಇಲ್ಲ ಪಾಸ್ಟರ್, ನಾವು ಹಾಗೆ ಮಾಡುದಿಲ್ಲ ಪಾಸ್ಟರ್. നമ്മളെ ഇവിടെ നിന്നിട്ട് കുറെ കഴിയുമ്പോഴേ നമ്മൾ ചെല്ലത്തോളൂ. ನಾವು ಇಲ್ಲಿ ನಿಂತು ಸ್ವಲ್ಪ ಸಮಯ ಬಿಟ್ಟೆ ನಾವು ಹೋಗೋದು. അതല്ല പഠിപ്പിച്ചത്. ಯೇಸು ಅದಲ್ಲ ಕಲಿಸಿದ್ದು. നിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, ನಿನ್ನ ಮೇಲೆ ಪರಿಶುದ್ಧಾತ್ಮನು ಬಂದರೆ നീ അന്നു മുതൽ ನೀನು ಅವತ್ತಿನಿಂದ ഭൂമിയുടെ അറ്റം വരെ സാക്ഷിയാകാനുള്ള ദൗത്യം വന്നു വീണത്. ಭೂಮಿಯಲ್ಲಿ ಭೂಮಿಯ ಕಟ್ಟ ಕಡೆವರೆಗೂ ಸಾಕ್ಷಿಯಾಗುವಂತ ದೇವರ ಚಿತ್ತ ನಿನ್ನ ಮೇಲೆ ಇರುವಂತದ್ದು. നിന്റെ അടുത്ത് വന്ന രോഗി നിങ്ങളുടെ അടുക്കൽ വന്ന, ರೋಗಿ ನಿನ್ನ ಹತ್ತಿರ ಬಂದ್ರೆ കരം വെക്കാനാ ദൗത്യം വന്നിരിക്കുന്നത്. ಕರ ಇಡೋದಕ್ಕೆ ನಿನಗೆ ದೇವರ ಚಿತ್ತ ಇರುವಂತದ್ದು. പരസ്യമാക്കുക യേശുവിനെ. ಯೇಸುವನ್ನ ಬಹಿರಂಗಪಡಿಸು. ഒളിച്ചു വെക്കാനുള്ളതല്ല യേശു. ರಹಸ್ಯವಾಗಿ ಇಟ್ಕೊಳ್ಬೇಕಾದವನಲ್ಲ ಯೇಸು. വിളിച്ചു പറയണം.
ಕೂಗಿ ಹೇಳಬೇಕು. സ്തേഫാനോസ് വിളിച്ചു പറയുക, ಸ್ಟೆಫನ್ ಕೂಗಿ ಹೇಳ್ತಿದ್ದಾನೆ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ನೀವು ಶಿಲುಬೆಗೆ ಹಾಕಿದ ಯೇಸುವನ್ನ ನಾನು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഒരു കല്ല് വന്ന് തന്റെ ശരീരത്തിൽ പതിഞ്ഞു. ಒಂದು ಕಲ್ಲು ತನ್ನ ಮೇಲೆ ಬಂದು ಬಿದ್ದವು. വീണ്ടും സ്തേഫാനോസ് പറയുകയാണ്, ಮತ್ತೆ ಸ್ಟೆಫನ್ ಹೇಳ್ತಿದ್ದಾನೆ, ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. ನೀವು ಶಿಲುಬೆಗೆ ಹಾಕಿದ ಯೇಸುವನ್ನ ನಾನು ಪ್ರಚಾರ ಪಡಿಸ್ತಿದ್ದೇನೆ. അടുത്ത കല്ല് വന്ന് തന്റെ ദേഹത്ത് പതിയുകയാണ്. ಮತ್ತೆ ಒಂದು ಕಲ್ಲು ತನ್ನ ಮೇಲೆ ಬೀಳುತ್ತಾ ಇದೆ. ഉടനെ സ്തേഫാനോസ് വിളിച്ചു പറയുന്നു, ಮತ್ತೆ ಸ್ಟೆಫನ್ ಕೂಗಿ അതാ ಹೇಳ್ತಿದ್ದಾನೆ, സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. ಪರಲೋಕ ತೆರೆಯಲ್ಪಟ್ಟಿದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവും ജ്ഞാനവും ഉള്ള തെരഞ്ഞെടുപ്പുള്ളവൻ ഇതൊക്കെ ചെയ്തോളൂ. ಆತ್ಮನೋ ಅಥವಾ ಅರಸಿಕೆ ಇದ್ದವನು ಇದೇ ಮಾಡೋದು. നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രൈസ്റ്റിനെ റിവീൽ ചെയ്യുക. ನಿಮ್ಮ ಒಳಗಿರುವ ಕ್ರಿಸ್ತನನ್ನ ಪ್ರಕಟಪಡಿಸಿರಿ. ഏലിയാവ് പരസ്യമായി ശുശ്രൂഷ ചെയ്തു. ಏಲಿಯನು ಬಹಿರಂಗವಾಗಿ ಸೇವೆ ಮಾಡಿದನು. പരസ്യമായി രാജാവിന്റെ മുന്നിൽ കയറി ഓടി. ಬಹಿರಂಗವಾಗಿ ಅರಸನ ಮುಂದೆ ಓಡಿ ಹೋದನು. യേശുവിന്റെ മേലിൽ വ്യാപരിച്ച അതേ അഭിഷേകം ഏലിയാവിന്റെ മേലിലുള്ളതുകൊണ്ട് ദൈവത്തെ പരസ്യമായി വിളിച്ചു പറയുവാൻ. ಯೇಸುವಿನ ಮೇಲಿದ್ದಂತ ಅಭಿಷೇಕ ಏಲಿಯನ ಮೇಲೆ ಆವರಿಸಿದಿಂದ ಅವನು ಬಹಿರಂಗವಾಗಿ ಓಡುವನು. ഇനി രണ്ട് രാജാക്കന്മാരിലോട്ട് വരാം. ಎರಡು ಅರಸಕ್ಕೆ ಬರೋಣ. ಮನೇಶ വാഴ്ച തുടങ്ങുകയാണ്. ಆಳ್ವಿಕೆ ಮಾಡ್ತಿದ್ದಾನೆ. 12 വയസ്സുള്ള ഒരു ചെറുക്കൻ രാജാവായി കയറുന്നു. ನೋಡಿ, 12 ವಯಸ್ಸಿರುವ ಅರಸನು ಹುಡುಗನು ಅರಸನಾಗಿ ಆಳ್ವಿಕೆ അവന്റെ ಮಾಡ್ತಿದ್ದಾನೆ. അമ്മയ്ക്ക് എഫ്സിബ എന്നാണ് പേര്. ಅವನ ತಾಯಿಗೆ ಎಕ್ಸಿಬಾ ಎಂಬ ಹೆಸರು. പക്ഷേ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ಇಸ್ರಾಯೇಲ್ ಜನರಿಂದ ಅಗಲಿಸಿದಂತ ನೀಗಿಸಿದಂತ ജാതികളുടെ മ്ലേച്ഛതയ്ക്കൊത്തവണ്ണം ഇവൻ നടക്കാൻ തുടങ്ങി. ಅನ್ಯ ಜನರ ಪದ್ಧತಿಯ ಪ್ರಕಾರ ಇವನು ನಡೆಯೋದಕ್ಕೆ തന്റെ ಪ್ರಾರಂಭಿಸಿದನು. അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞ ತನ್ನ ತಂದೆಯಾದ ಹಿಸ್ಕಿಯನು ಹಾಳು ಮಾಡಿದಂತ പൂജാഗിരികളെ വീണ്ടും പണിതു. ಪೂಜಾಗಿರಿಗಳನ್ನ ಮತ್ತೆ ತಿರುಗಿ ಕಟ್ಟಿದನು. ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ಬಾಲಿಕೆ ಬಲಿಪೀಠಗಳನ್ನ ನಿರ್ಮಿಸಿದನು. അശേര പ്രതിഷ്ഠ സ്ഥാപിച്ചു. ಅಶೇರರ ಪ್ರತಿಷ್ಠೆ ಮಾಡಿದನು. എന്നിട്ട് ആകാശത്തിലെ സർവ്വ സൈന്യത്തെ നമസ്കരിച്ചു. ಆಕಾಶದ ಸರ್ವ ಸೈನ್ಯವನ್ನ ನಮಸ್ಕಾರ ಮಾಡಿದನು. ಅದಕ್ಕೆ മനുഷ്യ ചെയ്യുന്ന വേലകൾ കണ്ടോ? ನೋಡಿ, ಮನಸ್ಸೇ ಮಾಡುವಂತ ಕಾರ್ಯಗಳು ಗೊತ್ತಿದೆಯಾ? ജാതികൾക്കുള്ള സകല മ്ലേച്ഛതകളും ഇപ്പോൾ അകത്ത് കയറി. ಅನ್ಯ ಜನರು ಮಾಡ್ತಾ ಇರುವಂತ ಎಲ್ಲ ಪದ್ಧತಿಗಳು ಒಳಗೆ ತಂದನು. തന്റെ സ്തോത്രം സകല വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി. ತಾನು ಎಲ್ಲಾ ವಿಧವಾದ ವಿಗ್ರಹಗಳನ್ನ ಸೇವಿಸುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದನು. 18ാമത്തെ വാക്യം എത്തിയപ്പോഴത്തേക്ക് 18ನೇ ವಾಕ್ಯ ಬಂದಾಗ മനീഷ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ಮನಸ್ಸೇ ಪಿತೃಗಳ ಹಾಗೆ ನಿದ್ರೆ ಹೋದನು. അവന്റെ മകൻ ആമോൻ വരികയാണ്. ಅವನ ಮಗನು ಆಮೋನ್ ಬರ್ತಾ ಇದ್ದಾನೆ. ഈ ആമോനും അതുപോലെ തന്നെ ചെയ്തു. ಆಮೋನು ಕೂಡ ಹಾಗೇ ಮಾಡಿದನು. ആമേൻ. വിഗ്രഹങ്ങളെ ഒക്കെ സേവിച്ചു. ವಿಗ್ರಹಗಳನ್ನೆಲ್ಲ ಸೇವಿಸಿದನು. ആമേൻ. സ്തോത്രം. പക്ഷേ 23ാമത്തെ വാക്യം എത്തിയപ്പോൾ 23ನೇ ವಾಕ್ಯಕ್ಕೆ ಬಂದಾಗ ആമോന്റെ ഭൃത്യന്മാർ കൂട്ടുകെട്ടുണ്ടാക്കി ആമോനെ കൊന്നുകളഞ്ഞു. ಅವನ ಜೊತೆ ಸ್ನೇಹಿತರು ಗುಂಪುಗಳನ್ನ ಮಾಡಿ ಅವನನ್ನು ಕೊಂದು ಹಾಕಿದ್ರು. ആമേൻ. അടുത്തത് ആമോന്റെ മകൻ യോശിയാവ് എഴുന്നേറ്റു. ಅವನ ಮಗನು ಯೋಷಿಯನು ಎದ್ದು ಬಂದನು. സ്തോത്രം. ഇസക്കിയാവ്, ಹಿಸ್ಕಿಯಾವು, മനേഷ, ಮನಸ್ಸೆ, ആമോൻ, യോഷിയാവ്. ಯೋಷಿಯ. 4ാമത്തെ ജനറേഷൻ എഴുന്നേറ്റ് വരിക. 4ನೇ ತಲೆಮಾರು ಎದ್ದು ಬರ್ತಾ ಇದೆ. നടുവിലത്തെ 2 ജനറേഷനും തിന്മയിലോട്ട് പോയി. ನೋಡಿ, ಮಧ್ಯದಲ್ಲಿ 2 ತಲೆಮಾರು ಅವರು ಕೆಟ್ಟ ಕಾರ್ಯಕ್ಕೆ ಹೋದ್ರು. യോശിയാവ് ആമേൻ എഴുന്നേറ്റ് വരികയാണ്. ಯೋಷಿಯನು ಎದ್ದು ಬರ್ತಿದ್ದಾನೆ. 8 വയസ്സേ ഉള്ളൂ. 8 ವಯಸ್ಸು. രാജാവായി. ಅರಸನಾದನು. അവന്റെ അമ്മയ്ക്ക് ಅವನ ತಾಯಿಗೆ യദീദ എന്നാണ് പേര്. യദീദ. സ്തോത്രം. ഇവൻ ആമേൻ മഹാപുരോഹിതനായ ഹിൽക്കിയാവിനോട് ചേർന്നു. ಇವನು ಮಹಾಯಾಜಕನಾದ ಹಿಲ್ಕಿಯನ ಜೊತೆ ಸೇರಿದನು. ആമേൻ. സ്തോത്രം. ഇവൻ ചെയ്ത കാര്യങ്ങൾ, ಇವನು ಮಾಡಿದ ಕಾರ್ಯಗಳು, വാതിൽ കാക്കുന്നവരെയും ಕಾವಲುಗಾರರನ್ನು, ആമേൻ ആമേൻ അശേരകളെയും ಅಶೇರಗಳನ್ನ, ബാലിനുള്ളതും ಬಾಲಿಗೆ ಇರುವಂತದ್ದು, ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും, ಆಕಾಶದ ಎಲ್ಲಾ ಸೈನ್ಯಗಳಿಗೂ വേണ്ടി ഉണ്ടാക്കിയ മുഴുവൻ ഉപകരണങ്ങളെയും ഉടച്ചു കളഞ്ഞു. ಇದಕ್ಕೆ ಮಾಡಿರುವಂತ ಎಲ್ಲಾ ಸಾಮಾನುಗಳನ್ನ ಹೊಡೆದು ಹಾಕಿದನು. എന്നിട്ട് ഇവയെല്ലാം എടുത്തിട്ട് ಇದುಗಳನ್ನೆಲ್ಲ ತೆಗೆದು കിദ്രോൻ തോട്ടിന്റെ ಇದ್ಲೋನ್ ಹೊಳೆಯ അറ്റത്ത് കൊണ്ടുപോയി ചുട്ടു. ಅದರ ಬದಿಯಲ್ಲಿ ಹಾಕಿ ಸುಟ್ಟನು. എന്നിട്ട് ആ ചുട്ട ഭസ്മം ബേഥേലിലേക്ക് കൊണ്ടുപോയി. ಆ ಸುಟ್ಟಂತ ಭಸ್ಮವನ್ನ ಬೆತೇಲಿಗೆ ತಂದನು. ആമേൻ. ധൂപം കാട്ടാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന ಆ ಧೂಪವನ್ನ ಹಾಕೋದಕ್ಕೆ ನೇಮಿಸಿದ ಯಾಜಕರು, ಪೂಜಾಗಿರಿಗಳು, ബാലിനും സൂര്യനും ചന്ദ്രനുള്ള വിഗ്രഹങ്ങൾ, ಬಾಲ್ ಸೂರ್ಯ ಚಂದ್ರಕ್ಕಿರುವ ವಿಗ್ರಹಗಳು ഇവയൊക്കെയും യോശിയാവ് നീക്കിക്കളഞ്ഞു. ಇದನ್ನೆಲ್ಲ ನೀಗಿಸಿ ಬಿಟ್ಟನು. ഇതെല്ലാം ചുട്ടുപൊടിയാക്കി. ಇದನ್ನೆಲ್ಲ ಸುಟ್ಟು ಬೂದಿ ಮಾಡಿದನು. ആമേൻ. സ്തോത്രം. എന്നിട്ട് ഈ പൂജാഗിരികളെ യോശിയാവ് അശുദ്ധമാക്കി കളഞ്ഞു. ಆ ನಂತರವಾಗಿ ಪೂಜಾಗಿರಿಗಳನ್ನ ಅಶುದ್ಧ ಮಾಡಿಬಿಟ್ಟನು. അവ ഇടിച്ചു കളഞ്ഞു. ಅದನ್ನ ಹೊಡೆದು ಹಾಕಿದನು. ഗൃഹബിംബങ്ങളെ പോലും ഇടിച്ചു കളഞ്ഞു. ಮನೆ ದೇವರುಗಳನ್ನ ಕೂಡ ಹೊಡೆದು ಹಾಕಿದನು. ഇനി മേലാൽ മകനെയോ മകളെയോ ആമേൻ
അഗ്നി പ്രവേശനം ചെയ്യിക്കരുത്. ಇನ್ನು ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಮಕ್ಕಳನ್ನ ಬೆಂಕಿಗೆ ಆಹುತಿ ಮಾಡಬಾರದು. സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ಸೂರ್ಯ ದೇವತೆಗಳನ್ನ ಬೆಂಕಿಗೆ ಹಾಕಿ ಸುಟ್ಟು ಹಾಕಿದರು. ആമേൻ. ഇവർക്കുണ്ടാക്കിയിരിക്കുന്ന ബലിപീഠങ്ങളെ തകർത്തു കളഞ്ഞു. ಇವರಿಗಿರುವಂತ ಬಲಿಪೀಠಗಳನ್ನ ಹೊಡೆದು ಹಾಕಿದನು. ഇങ്ങനെ യോശിയാവ് വിഗ്രഹ സ്തംഭങ്ങളെ മുഴുവനും തകർത്തു. ಹೀಗೆ ಯೋಷಿಯನು ಎಲ್ಲಾ ವಿಗ್ರಹ ಸಂಪತ್ತುಗಳನ್ನು ನಾಶ ಮಾಡಿ പ്രതിഷ്ഠകളെ വെട്ടിക്കളയുവാൻ ಅಶೇರ ಸ್ಥಾಪನೆಗಳನ್ನ ಇಲ್ಲದೆ ಮಾಡಿದನು. ആമേൻ. സ്തോത്രം. യോശിയാവ് ചെയ്ത കാര്യം, ಯೋಷಿಯನು ಮಾಡಿದ ಕಾರ್ಯ അവിടെ എങ്ങും പ്രസിദ്ധമായി. ಅಲ್ಲಿ ಪ್ರಸಿದ್ಧಗೊಂಡನು. ആലയത്തിൽ വെച്ചിരുന്ന വിഗ്രഹങ്ങളെ നശിപ്പിച്ചിട്ട് ಆಲಯದಲ್ಲಿರುವ ವಿಗ್ರಹಗಳನ್ನ ನಾಶ ಮಾಡಿ അവിടെ കിട്ടിയ വേദപുസ്തകം പ്രമാണം എടുത്ത് ಅಲ್ಲಿ ತೆಗೆದಿರುವಂತಹ ಧರ್ಮಶಾಸ್ತ್ರವನ್ನ ತೆಗೆದುಕೊಂಡು ಓದಿದಾಗ തനിക്ക് കുറ്റബോധമുണ്ടായി. ತನಗೆ ಚುಚ್ಚುವಿಕೆ ಪಶ್ಚಾತ್ತಾಪ ಉಂಟಾಗಿ വസ്ത്രം കീറുവാനിടയായി. ತನ್ನ ರಾಜ್ಯ ವಸ್ತ್ರವನ್ನು ಹರಿದು ಹಾಕಿದನು. സ്തോത്രം. താൻ ദൈവത്തിന് മുമ്പേ കവിണ്ണു വീണു. ತಾನು ದೇವರ ಮುಂದೆ ಬೋರಲು ಬಿದ್ದನು. ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, ಸತ್ಯವೇದ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ഇവനെ പോലെ ഒരു രാജാവ് ഇനി ഉണ്ടാകാനേ പോകുന്നില്ല. ಇವನ ಹಾಗೆ ಇರುವ ಒಬ್ಬ ಅರಸನು ಇನ್ನು ಯಾವತ್ತೂ ಹುಟ್ಟುವುದೇ ಇಲ್ಲ. നാലാമത്തെ തലമുറ എന്തിനാ എഴുന്നേറ്റ് മനസ്സിലായോ? ನಾಲ್ಕನೇ ತಲೆಮಾರು ಎದ್ದಿದ್ದು ಯಾಕೆ ಗೊತ್ತಾ? മ്ലേച്ഛതകളെ ദേശത്ത് നിന്ന് തുടച്ചു നീക്കാൻ. ದೇಶದಲ್ಲಿರುವಂತಹ ಅಕ್ರಮಗಳನ್ನ ಕಾರ್ಯಗಳನ್ನ ತೆಗೆದು ಹಾಕೋದಕ್ಕೆ. ഇത്ര എന്തിനാ പറഞ്ഞത് മനസ്സിലായോ? ಇಷ್ಟು ಹೇಳಿದ್ದು ಯಾಕೆ ಗೊತ್ತಾ? എന്തിനാ പറഞ്ഞേ? ಯಾಕೆ ಹೇಳಿದ್ದು? തലമുറകൾ കൈമാറി വെച്ചിരിക്കുന്ന ತಲೆಮಾರುಗಳಿಂದ ಹಸ್ತಾಂತರಗೊಂಡಂತ ഇതിനെയെല്ലാം ಈ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನ ആത്മാവിൽ തുടച്ചു നീക്കാനാ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ಆತ್ಮನಲ್ಲಿ ಅದನ್ನ ತೊಳೆದು ಶುದ್ಧೀಕರಿಸೋದಕ್ಕಾಗಿ ನಮ್ಮನ್ನ ತೆಗೆದಿರೋದು. ഗൃഹബിംബങ്ങളെ പോലും. ನಿಮ್ಮ ಮನೆ ದೇವತೆಗಳನ್ನು ಕೂಡ. എത്ര പേർ റെഡിയാണെന്ന്? ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಾ? സ്തോത്രം. ಸ್ತೋತ್ರ. ദൈവരാജ്യം സ്ഥാപിക്കുക. ದೇವರ ರಾಜ್ಯ ಸ್ಥಾಪಿಸ್ತಾ ಇದ್ದೇವೆ. ഇതെല്ലാം നീങ്ങണം. ಇದೆಲ್ಲವೂ ನೀಗಿ ಹೋಗ್ಬೇಕು. ദേശത്ത് നിന്ന് നീങ്ങണം. ದೇಶದಿಂದ ನೀಗಬೇಕು. ആലയത്തിൽ വരുന്ന ആരെങ്കിലും വീട്ടിന്റെ അകത്ത് ഇങ്ങനത്തെ ഗൃഹബിംബങ്ങൾ ഉണ്ടെങ്കിൽ അതും നീങ്ങി പോകണം. ಆಲಯಕ್ಕೆ ಬರುವಂತವರ ಮನೆ ದೇವತೆಗಳಿದ್ರೆ ಅದು ನೀಗಿ ಹೋಗಬೇಕು. യോശിയാവായിട്ട് എഴുന്നേറ്റ് വരണം. ನೋಡಿ, ಯೋಷಿಯನ ಹಾಗೆ ಎದ್ದು ಬರಬೇಕು. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ആമോനെ മനേശയെ പോലെ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാനല്ല. ನೋಡಿ, ಮನುಷ್ಯ ಹಾಮಾನ ಹಾಗೆ ಅದರ ಜೊತೆ ಸೇರಿ ನಿಲ್ಲೋದಕ್ಕಲ್ಲ. അതൊന്നും നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ അവിടെ ഇരുന്നിട്ട് പോട്ടെ. ಅದು ಏನು ನಮಗೆ ಮಾಡ್ತಾ ಏನು ಸಮಸ್ಯೆ ಮಾಡ್ತಾ ಇಲ್ಲಲ್ಲ. നിനക്ക് അഭിഷേകം തന്നിരിക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ನಿನಗೆ ಅಭಿಷೇಕ ಕೊಟ್ಟಿರೋದು ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿಸೋದಕ್ಕೆ. നീ എഴുന്നേറ്റ് നെഹമ്യാവെ പോലെ സഭ പണിയാൻ നിൽക്കുക. ನೀನು ನೆಹಮ್ಯನ ಹಾಗೆ ಎದ್ದು ಸಭೆ ಕಟ್ಟೋದಕ್ಕೆ ನೀನು ಪ್ರಾರಂಭಿಸು. കൂട്ടിയിട്ടുണ്ടാക്കാനല്ല നിൽക്കേണ്ടുന്നത്. ಅವನ ಜೊತೆ ಸಂಬಂಧಗಳನ್ನ ಮಾಡೋದಕ್ಕಲ್ಲ ನೀನು ನಿಲ್ಬೇಕಾಗಿರೋದು. ನಿರ್ಮೂಲ ಮಾಡೋದಕ್ಕಾಗಿ ದೇವರು ನಿರ್ಮಿಸಿದ್ದು. എത്ര പേര് തയ്യാറാണ്? ಎಷ್ಟು ಜನ ಅದಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? നാം താമസിക്കുന്ന, ನಾವು ನಿಂತಿರುವಂತ നമ്മുടെ സ്ഥലത്ത്, ನಮ್ಮ ಸ್ಥಳದಲ್ಲಿ ഇങ്ങനൊന്നും ഉണ്ടാകരുത്. ಈಗ ಏನು ಉಂಟಾಗಬಾರದು. ಅದು ಪಾಡ ಪಾಸ್ಟ್ರೆ. ಅದು ಕಷ್ಟ ಪಾಸ್ಟ್ರೆ. ನಾನು ನಿಮಗೆ ಒಂದು ರಹಸ್ಯ ಹೇಳ್ತೇನೆ. ನಮ್ಮ ಸಭೆಯಲ್ಲಿ ದೇವರ ಆತ್ಮನು ನನಗೆ ಪ್ರಕಟಗೊಳಿಸಿದನು. ನಾವು ಈ ಸೇವೆ ಮಾಡದೆ ನಮಗೆ ವಿರೋಧವಾಗಿ ದೇಶ ಎದ್ದೇಳಿತು. ಅಪಘಾತಗಳು ಸಂಭವಿಸಲು ಪ್ರಾರಂಭಿಸಿದವು. ನಮಗೆ ಬಹಳವಾದಂಥ ಸಂಶಯಗಳು ಉಂಟಾಯಿತು. ದೇವರ ಆತ್ಮನು ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿದನು. ಆದರೆ ದೊಡ್ಡ ದೊಡ್ಡ ಅಪಘಾತಗಳು, ದೊಡ್ಡ ಘಟನೆಗಳು ಸಂಭವಿಸ್ತಾ ಇದೆ. ನಾನು ಈ ಸಂಶಯವನ್ನ ಬಗೆಹರಿಸೋದಕ್ಕಾಗಿ ಒಬ್ಬ ಸೇವಕನನ್ನು ಕರೆದೆ. ಆ ಪಾಸ್ಟರ್ ಹೇಳಿದ್ರು, ಕದಲಿದೆ ನನ್ನ ಮಕ್ಕಳೇ, ರೋಗಿಗಳು ಸೌಖ್ಯವಾಗಲಿಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದವು. ಎಲ್ಲ ವಿಧವಾದ ತೆರೆಯಲ್ಪಡಿತು. ಹಳ್ಳಿಗಳಿಗೆ ಬಾಗಿಲು ತೆರೆಯಲ್ಪಟ್ಟವು. ಆತ್ಮನ ಜೊತೆ ನಿಲ್ಲೋದಕ್ಕೆ ನಿಮ್ಗೆ ಸಾಧ್ಯವಿದೆಯಾ? ദൈവരാജ്യം സ്ഥാപിക്കാൻ ആത്മാവിന്റെ കൂടെ നിൽക്കാമോ? ದೇವರ ರಾಜ್ಯವನ್ನು ಸ್ಥಾಪಿಸೋದಕ್ಕೆ ಆತ್ಮನಲ್ಲಿ ನಿಲ್ಲಬಹುದಾ? അഡ്വാൻസ് ആയിട്ട്, ಅಡ್ವಾನ್ಸ್ ಆಗಿ ജയോത്സവ നമ്മുടെ തലമേലാണ്. ಅದು ನಮ್ಮ ತಲೆ ಮೇಲೆ. ആയുധവർഗം ನಿರ್ವಾಯುಧವಾಗಿ നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ನಮ್ಮ ಕೈಯಲ್ಲಿ വചനം എന്ന വാള്, ವಾಕ್ಯ ಎಂಬ ಕತ್ತಿ. സ്തോത്രം. ಸ್ತೋತ್ರ. എഫേസ്യ ലേഖനം, ಎಫೆಸೀಯ ಪತ್ರಿಕೆ. രക്ഷ ആരൊക്കെ? സത്യം. ಸೊಂಟಕ್ಕೆ ಸತ್ಯದ. അപ്പൊ ആയുധം ഇപ്പൊ ആരുടെ കയ്യിലുള്ളത്? ಈಗ ನಿಜವಾದ ಆಯುಧ ಯಾರ ಕೈಯಲ್ಲಿ ಇರುವಂತದ್ದು? ನಮ್ಮ ಕೈಯಲ್ಲಿ. തിരിച്ചു വീണ്ടും പറയാൻ പോകരുത്.
ತಿರುಗಿ ಮತ್ತೆ ಹೇಳಕ್ ಹೋಗ್ಬಾರ್ದು. ആയുധം നമ്മുടെ കയ്യിലാ സത്യം പറഞ്ഞുള്ളത്. ನಿಜವಾಗಲೂ ಆಯುಧ ಈಗ ಇರುವುದು ನಮ್ಮ ಕೈಯಲ್ಲಿ. ഈ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേര് ഓഗ്രഹം? ಈ ಸೇವೆ ಮಾಡೋಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಾ? ഓ റാംസേകെ ഹാലലൂയ. ഇനി 2-3 വാക്യം കൂടെ ഉള്ളു, അത് നമ്മൾ വായിച്ചിട്ട് നമ്മൾ പോവുക, ആ ശുശ്രൂഷയിലോട്ട് പോവുകയാണ്. 2-3 ವಾಕ್ಯ ಅದು ಓದಿದ ನಂತರ ನಾವು ಸೇವೆಗೆ ಹೋಗ್ತೀವಿ. അപ്പോസ്തല പ്രവൃത്തികൾ ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 19:19 ശുദ്രപ്രയോഗം ചെയ്തിരുന്ന ಮಾಟ ಮಂತ್ರ ಮಾಡ್ತಿದ್ದಂತ പലരും തങ്ങളുടെ പുസ്തകങ്ങളെ ಅನೇಕರು ತಮ್ಮ ಪುಸ್ತಕಗಳನ್ನ കൊണ്ടുവന്ന് ತೆಗೆದುಕೊಂಡು ಬಂದು എല്ലാവരും കാണെ ಎಲ್ಲರೂ ಕಾಣುವ ಹಾಗೆ കളഞ്ഞു ಸುಟ್ಟು ಬಿಟ್ಟರು. ನೋಡ್ರಿ, സന്തോഷിക്കണം. ഇതൊക്കെ ಇದನ್ನ ನೋಡುವಾಗ ಸಂತೋಷ വായിക്കാൻ മാത്രമല്ലെന്നേ, ಇದು ಓದುವಾಗ ಮಾತ್ರವಲ್ಲ, ദേശത്ത് ഇതൊക്കെ സംഭവിക്കണോന്നേ, ದೇಶದಲ್ಲಿ ಸಂಭವಿಸಬೇಕು. സ്തോത്രം. ಸ್ತೋತ್ರ. 30, 40, 20 വർഷമൊക്കെ ആയി നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നു. ഇതൊക്കെ നമ്മൾ റിയൽ ആയിട്ട് കാണണം. ഇതൊക്കെ നമ്മളും 20-30 ವರ್ಷ ಆಯ್ತು ನಾವು ರಕ್ಷಣೆ ಹೊಂದಿ, ಇದು ನಿಜವಾಗ್ಲೂ ನಮ್ಮ ಕಣ್ಣಾರೆ ನಾವು ಇದು ಕಾಣಬೇಕು. കണ്ടിട്ടുണ്ട് ദൈവകൃപയാല്, ದೇವರ ಕೃಪೆಯಿಂದ ನಾನು ನೋಡಿದ್ದೇನೆ. സത്യമായിട്ടും കണ്ടിട്ടുണ്ട് ദൈവകൃപ. ಸತ್ಯವಾಗಿ ನೋಡಿದ್ದೇನೆ. ഞങ്ങൾ അവിടെ ഒരു അക്കയുടെ അവിടെ കയറിയപ്പോ, ಒಬ್ಬರ ಅಕ್ಕ ಅವರ ಮನೆಗೆ ಹೋದಾಗ, വചനം പറയാൻ കയറിയപ്പോ, ವಾಕ್ಯ ಹೇಳಕ್ ಹೋದಾಗ വീട്ടിലുണ്ടായിരുന്ന എല്ലാ അത് ഇതെല്ലാം എടുത്തുകൊണ്ട് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ട് ಆ ಮನೆಯಲ್ಲಿ ಇದ್ದಂಥದನ್ನೆಲ್ಲ ತೆಗೆದುಕೊಂಡು, ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ಬೈಬಲ್ ಏನ್ ಹೇಳ್ತದೆ? ഈ വിഗ്രഹങ്ങളെല്ലാം നരിച്ചീർന്നിട്ട് കൊടുക്കുമെന്ന്. ಈ ವಿಗ್ರಹಗಳನ್ನೆಲ್ಲ ಇಲಿಗಳಿಗೆ ಹಾಕಿ ಕೊಡ್ತಾರೆ ಅಂತ ಬೇದಾಗಿ, അത് അതുപോലെ കാണാനിടയായിരുന്നു. ಅದು ಹಾಗೆ ನಾ ಕಾಣುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. എന്തിനാ ഈ വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? ನಾನು ಯಾಕೆ ಇದನ್ನು ಕೂಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ ಗೊತ್ತಾ? കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് നിൽക്കുമ്പോഴേ, ಈ ಕರ್ತನ ಸೇವಕರ ಜೊತೆ ಸೇರಿ ನಿಲ್ಲುವಾಗ കുറെ ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഇട്ടിട്ടുണ്ടെന്ന്, ನಮಗೆ ದೊಡ್ಡ ಜವಾಬ್ದಾರಿಗಳನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ ಎಂಬುದಾಗಿ. കർത്താവിന്റെ ദാസൻ അന്യഭാഷ പ്രാർത്ഥിക്കുന്നു, ಕರ್ತನ ಸೇವಕರು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾರೆ. കൂടെ നിൽക്കുന്നവനും അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, ಜೊತೆಯಲ್ಲಿ ನಿಂತವರು ಹಾಗೆ ಪ್ರಾರ್ಥಿಸುವುದಾದರೆ, ഈ സഭയിൽ എക്സാമ്പിൾ ഒരു 500 പേരുണ്ടെന്നിരിക്കട്ടെ, ಉದಾಹರಣೆಗೆ ಈ ಸಭೆಯಲ್ಲಿ ಒಂದು 500 ಜನ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ಅನ್ಕೊಳ್ಳೋಣ. ഒരു മാസം, ಒಂದು ತಿಂಗಳು, ഓരോരുത്തർക്കും ഒരു മാസം തരാം. ಒಬ್ಬೊಬ್ಬರಿಗೆ ಒಂದೊಂದು ತಿಂಗಳು ಕೊಡ್ತೇನೆ. ഒരാള് ಒಬ್ಬರು ഒരു ദിവസം, ಒಂದು ದಿನ, 2 ദിവസം, 2 ದಿನ, 3 ദിവസം, 3 ದಿವಸ ഇങ്ങനെ കാത്തിരുന്ന് ಹೀಗೆ ಕಾದು ಕುಳಿತುಕೊಂಡು ഒരു മാസം കൊണ്ട് ಒಂದು ತಿಂಗಳಿಂದ ഒരാത്മാവിനെ നേടിയാൽ, ಒಬ್ಬ ಆತ್ಮನನ್ನ ಗೆದ್ರೆ 500 പേരും 500 ಜನ ഒരു മാസം കൊണ്ട്, ಒಂದು ತಿಂಗಳಿನಿಂದ എത്ര പേര് അകത്ത് കയറ്റും? ಎಷ್ಟು ಜನ ಒಳಗ್ ಬರ್ಬೋದು? 500 അകത്ത് കയറുവോ? ಮತ್ತೆ 500 ಒಳಗ್ ಬರ್ತದಾ? നിങ്ങക്ക് മനസ്സിലായോ? ഇത് ನಿಮ್ಗೆ ಅರ್ಥ ಆಯ್ತಾ ಹೇಳಿದ್ದು? ഒരു മാസം ಒಂದು ತಿಂಗಳು ഒരാളെ കെട്ടിയാൽ മതി. ಒಬ್ಬವನ್ನ ಕರ್ಕೊಂಡು ಬಂದ್ರೆ ಸಾಕು. ഒരു മാസം കൊണ്ട് ಒಂದು ತಿಂಗಳಿನಿಂದ 500 എന്നുള്ളത് 1000 ವಿಶ್ವಾಸಿಗಳಾയി മാറും. 500 ಎಂಬುದು 1000ವಾಗಿ ಮಾರ್ಪಡ್ತದೆ. ഈ ദൗത്യമൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. ಈ ಜವಾಬ್ದಾರಿಯಲ್ಲೆಲ್ಲ ನಾವು ತೆಗೆದುಕೊಳ್ಳಬೇಕು. ഞങ്ങളുടെ സഭ ദൈവകൃപയിൽ അങ്ങനെ വളരുന്നത്. ನಮ್ಮ ಸಭೆ ದೇವ ಕೃಪೆಯಿಂದ ಹಾಗೆ ಬೆಳೀತಾ ಇದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനത്തെയൊക്കെ ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുണ്ടാകട്ടെ. ಈ ವಿಧವಾದ ಆತ್ಮಿಕ ಮರ್ಮಗಳು ನಮ್ಗೆ ಗ್ರಹಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿ. നമ്മൾ വായിച്ചത് 19:19 ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അവിടെ ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. ನಾವು ಓದಿರೋದು 19:19 ಆಗಿದೆ. ಅಲ್ಲಿ ಎಲ್ಲ ಮಂತ್ರತಂತ್ರಗಳ ಪುಸ್ತಕಗಳನ್ನು ಸುಟ್ಟು ಹಾಕಿದ್ರು. അവയുടെ വില കണക്ക് കൂട്ടിയപ്പം ಅವುಗಳ ಕ್ರಯವನ್ನ ಲೆಕ್ಕ ಮಾಡಿದಾಗ 50,000 വെള്ളിക്കാശ്. ನೋಡಿ, 50,000 ಬೆಳ್ಳಿ ನಾಣ್ಯವಾಯಿತು. ഈ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാല് ഏകദേശം ഇന്നത്തെ 10 കോടിയുടെ വിലയുണ്ടേ. ನೋಡಿ, ಅವತ್ತಿನ 50 ಬೆಳ್ಳಿ ನಾಣ್ಯ ಅಂದ್ರೆ 1000 ನಾಣ್ಯ ಅಂದ್ರೆ ಇವತ್ತು 10 ಕೋಟಿ ರೂಪಾಯಿ ಬೆಲೆ ചർച്ചിന് ഒരു ബിൽഡിംഗ് പണിയണോ, ഒരു 10 കോടിയുടെ ആവശ്യമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. ನಮ್ಮ ಚರ್ಚಿಗೆ ಒಂದು ಕಟ್ಟಡ ಕಟ್ಟಬೇಕು, ಒಂದು 10 ಕೋಟಿ ಖರ್ಚು ಇದೆ. ബിൽഡിംഗ് ഒക്കെ വേണോ പാസ്റ്ററെ? 10 ಕೋಟಿ ರೂಪಾಯಿದು ಬಿಲ್ಡಿಂಗ್ ಎಲ್ಲ ಬೇಕಾ? എടാ, ആ കിടക്കുന്നവനാണ് 10 കോടിയുടെ പുസ്തകങ്ങളെ ചുട്ടരിച്ചേക്കുന്നത്. ನೋಡಿ, ಈಗ ಒಳಗೆ ಬಂದಂತ ವ್ಯಕ್ತಿ 10 ಕೋಟಿ ರೂಪಾಯಿದು ಪುಸ್ತಕಗಳನ್ನೇ ಸುಟ್ಟು ಹಾಕಿರುವಂತದ್ದು. ഏകദേശം 12,500 സ്ക്രോളുകൾ, ചുരുളുകൾ ഉണ്ടായിരുന്നെന്ന്. അത് ನೋಡಿ, ಹೆಚ್ಚು ಕಡಿಮೆ 12,000 ಸುರುಳಿಗಳಿತ್ತು ಎಂಬುದಾಗಿ. അത്രയും ഏകദേശം 10 കോടിയുടെ പുസ്തകങ്ങളെ ചുട്ടു കളഞ്ഞത്. ನೋಡಿ, 10 ಕೋಟಿ പുസ്തകಗಳನ್ನೇ ಸುಟ್ಟು ಹಾಕಿರುವಂತದ್ದು. ഇത് ചുട്ടു കളഞ്ഞപ്പോഴത്തേക്ക്, ಇದು ಸುಟ್ಟು ಹಾಕಿದಾಗ കർത്താവിന്റെ വചനം, ಕರ್ತನ ವಾಕ್ಯ ശക്തിയോടെ അങ്ങ് പരന്നെന്ന്, ಶಕ್ತಿಯಾಗಿ ಬಲವಾಗಿ ಹೆಚ್ಚಿತ್ತು ಎಂಬುದಾಗಿ. തീയിറക്കി ഉത്തരം അരുളുന്ന കർത്താവിനെ ഒന്ന് വിളിച്ചു കാണിക്കാമോ? ಬೆಂಕಿ ಕಳಿಸಿ ಉತ್ತರ ಕೊಡುವ ದೇವರನ್ನ ಹೇಳಬಹುದಾ? ഇന്ന് ഈ കർമ്മേലിൽ തീയിറക്കണം. നമ്മള് ಈ ಕರ್ಮೆಲಲ್ಲಿ ಬೆಂಕಿ ಇಳಿಬೇಕು, കത്തണം. അവിടെ
ಅಲ್ಲಿ ಹುರಿಬೇಕು. എന്നാലേ ഇനിയും വചനം പറക്കത്തോളൂ. ಆಗ ಇದ್ರೆ ಮಾತ್ರ ವಾಕ್ಯ ಪ್ರಬಲಗೊಳ್ಳುವಂತದ್ದು. അഡ്വാൻസ് ആയിട്ട് നിനക്ക് ആത്മാവ് വിട്ടിരിക്കുന്ന ഉത്തരവും പറയാം. ನೋಡಿ, ಇದಕ್ಕೆ ಮುಂಚಿತವಾಗಿ ಆತ್ಮನ ಕೊಟ್ಟಂತ ಉತ್ತರವಾಗಿದೆ. വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ನಿನಗೆ ವಿರೋಧವಾಗಿ ಬರೆಯಲ್ಪಟ್ಟ എല്ലാ എഴുത്തുകളെ മായ്ച്ചു കളഞ്ഞെന്ന്, ಎಲ್ಲ ಪತ್ರಗಳನ್ನು ಕೆಡವಿ ಹಾಕಿದನು ಎಂಬುದಾಗಿ. നീ എഴുന്നേറ്റൊന്ന് തീ ഇറക്കിയാ മതി. ನೀನು ಎದ್ದು ಬೆಂಕಿ ಇಳಿಸಿದ್ರೆ ಸಾಕು. കത്തുമെന്ന് കർത്താവ് ഉത്തരമരുളിയിട്ടുണ്ടെന്ന്. ಬೆಂಕಿ ಉರಿಯುತ್ತದೆ ಎಂಬುದಾಗಿ ಕರ್ತನು ಉತ್ತರ ಕೊಟ್ಟಿದ್ದಾನೆ. സ്തോത്രം, ಸ್ತೋತ್ರ, സ്തോത്രം, ಸ್ತೋತ್ರ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വചനം പരക്കാൻ തുടങ്ങി. ನೋಡಿ, ಕರ್ತನ ವಾಕ್ಯವು ಬಹಳವಾಗಿ ಹೆಚ್ಚುತ್ತಾ ಪ್ರಬಲಗೊಳ್ಳಲು ಸಾಧ್ಯವಾಯಿತು. ഇന്ന് വിശ്വസിക്കാമോ? ನೀವು ನಂಬ ಸಾಧ್ಯವಿದೆಯಾ? കർത്താവിന്റെ വചനം ഇനി സ്പീഡ് ഇനി ഇരട്ടി സ്പീഡിൽ പോകുന്നു. ದೇವರ ವಾಕ್ಯಕ್ಕೆ ಅದರ ವೇಗ ಇನ್ನೂ ಹೆಚ್ಚಾಗ್ತದೆ ಎಂಬುದಾಗಿ. ഞാൻ ബൈബിളിൽ ഒരു കാര്യമുണ്ട്. ಬೈಬಲ್ನಲ್ಲಿ ಒಂದು ಕಾರ್ಯ ಇದೆ. വന്ന രോഗികളെ മുഴുവൻ യേശു സൗഖ്യമാക്കിയെന്ന്. ಬಂದ ರೋಗಿಗಳನ್ನೆಲ್ಲ ಯೇಸು ಸೌಖ್ಯಗೊಳಿಸಿದರು. സെലക്ട് ചെയ്തൊന്നുമല്ല യേശു സൗഖ്യമാക്കിയത്. ಯಾರನ್ನು ಆರಿಸಿಕೊಂಡು ಸೌಖ್ಯ ಮಾಡಿಲ್ಲ, ആരൊക്കെ ಗುರುತಿಸಿಕೊಂಡು ആത്മാവിനെ പ്രാപിക്കാൻ വന്നോ ಯಾರೆಲ್ಲ ಆತ್ಮನ അവരുടെ മേലെല്ലാം പൗലോസ് കൈവച്ചപ്പോ എല്ലാവരും ആത്മാവ് പ്രാപിച്ചെന്ന്. ಅವರ ಮೇಲೆಲ್ಲ ಕೈ ಇಟ್ಟಾಗ ಅವರೆಲ್ಲ ಆತ್ಮನ ಹೊಂದಿಕೊಂಡ್ರು. സെലക്റ്റഡ് അല്ല അത്. ಅವರನ್ನು ಯಾರನ್ನು ಆರಿಸಿಕೊಂಡಿದ್ದಲ್ಲ. അപ്പത്തിന് 4000 പേര് വന്നോ, ರೊಟ್ಟಿಗಾಗಿ 4000 ಜನ, 5000 പേര് വന്നോ, 5000 ಜನ ಬಂದ್ರು. അത്തരണത്തിനും കൊടുത്തെന്ന്. ಅಷ್ಟು ಜನರಿಗೆ ಕೊಟ್ಟನು ಎಂಬುದಾಗಿ. സെലക്റ്റഡ് അല്ല, ಆರಿಸಿಕೊಂಡದಲ್ಲ. എനിക്ക് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ശുശ്രൂഷ സെലക്ട് ചെയ്തുള്ളതല്ല, ನನಗೂ ನಿಮಗೆ ಇರುವ ಸೇವೆ ಆರಿಸಲ್ಪಟ್ಟದಂತಲ್ಲ, പൂർണ്ണമായും ചെയ്യാനുള്ളതാണ്. ಅದು ಪೂರ್ಣವಾಗಿ ಮಾಡಬೇಕಾದದು. ഈ 5 അപ്പവും 5000 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞ ಈ 5 ರೊಟ್ಟಿ 5000 ಜನರಿಗೆ ಕೊಟ್ಟಿದೆ ಅಂದ್ರೆ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ನೀವು ಗಮನಿಸಿ ನೋಡ್ರಿ. 5 അപ്പം, 5 ಅಪ್ಪ ರೊಟ್ಟಿ. അപ്പത്തിന് കേരളത്തിൽ 10 രൂപയേ ഉള്ളൂ. ಇವತ್ತು ಒಂದು ರೊಟ್ಟಿಗೆ ಕೇರಳದಲ್ಲಿ 10 ರೂಪಾಯಿ ಅಷ್ಟೇ. യഹൂദന്മാരുടെ അപ്പം ഇച്ചിരി കൂടെ വലുതാ, ഗോതമ്പൊക്കെ. ಯಹೂದಿಯರು ಮಾಡುವಂತ ರೊಟ್ಟಿ ಗೋಧಿಯ ರೊಟ್ಟಿ ಅದು ಸ್ವಲ್ಪ ದೊಡ್ಡದಾಗಿರ್ತದೆ. അതൊരു 30 രൂപ വെച്ച് കൂട്ടിക്കോ. ಅದಕ್ಕೆ ಒಂದು 30 ರೂಪಾಯಿ ಸೇರಿಸಿ ಲೆಕ್ಕ ಹಾಕೋಣ. 5 അപ്പം I 3 15 150 രൂപ, 150 ರೂಪಾಯಿ. നിങ്ങൾ ഇന്ന് കണക്ക് കൂട്ടണം. ನೀವು ಲೆಕ್ಕ ಹಾಕ್ಬೇಕು. 5000 പേർക്ക് കൊടുക്കണം. ನೋಡಿ, ಎಷ್ಟು ಜನರಿಗೆ ಕೊಡ್ಬೇಕು? 5000 ಜನರಿಗೆ ಕೊಡ್ಬೇಕು. ഒരാൾക്ക് ಒಬ್ಬರಿಗೆ 2 അപ്പം വേണേ മിനിമം. ಹೆಚ್ಚು ಕಡಿಮೆ ಅಂದ್ರೂ ಒಂದು 2 ರೊಟ್ಟಿ ಆದ್ರೂ ಬೇಕಲ್ವಾ? നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ലയോ? ನಿಮಗೆ ಸಂತೋಷ ಬರ್ತಾ ಇಲ್ವಾ? ഇവിടെ 5 അപ്പത്തെ 5 ರೊಟ್ಟಿಯನ್ನ ഇവിടെ ഈ മീനിന്റെ വില കണക്കാക്കിയാലോ? ಅದ್ರ ಜೊತೆ ಮೀನಿನ ಬೆಲೆ ಕ್ರಯ ಎಷ್ಟು ಅಂತ ಲೆಕ್ಕ ಹಾಕಿದ್ರೆ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഒരു നിമിഷം കൊണ്ട് ಒಂದು ನಿಮಿಷದಲ್ಲಿ ഈ 5000 പേർക്ക് ഇങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ, ಈ 5000 ಜನರಿಗೆ ಹೀಗೆ ಅಭಿವೃದ್ಧಿಪಡಿಸಬೇಕಾದ್ರೆ, ഈ ദൈവത്തെ പോലെ ഇനി ആരുണ്ട്? ಈ ದೇವರ ಹಾಗೆ ಇನ್ನು ಯಾರಿದ್ದಾರೆ? നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് ഒന്ന് സ്വപ്നം കണ്ടോണേ. ನೀವು ಅಲ್ಲಿ ಕುತ್ಕೊಂಡು ಒಂದು ಕನಸು ಕಾಣಬೇಕು. 5 അപ്പം യേശു എടുത്തു, 5 ರೊಟ್ಟಿಯನ್ನು ಯೇಸು ತೆಗೆದುಕೊಂಡು, 2 മീനുമേ ഉള്ളൂ, 2 ಮೀನು ಮಾತ್ರ. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ಇದು ಎರಡನ್ನು ತೆಗೆದುಕೊಂಡು അതിലെ ಟಿಸ್ಟ್ നോക്കിക്കോണം. ಅದರ ದುಷ್ಟ ಅಂದ್ರೆ ಬದಲಾಗುವಂತ ನೋಡಿ, ശ്രദ്ധിച്ചോണം. ഇതെടുത്ത് വാഴ്ത്തി ಇದನ್ನ ಆತನು ಸ್ತೋತ್ರ ಮಾಡಿದನು. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിച്ചോണം. ಪ್ರಾರ್ಥನೆ ಗಮನಿಸಬೇಕು. പിതാവേ, ತಂದೆಯೇ, നീ ഇത് വാഴ്ത്തി തന്നതിനാ ഞാൻ നന്ദി പറയുന്നു. ಇದನ್ನು ಆಶ್ವಾದಿಸಿ ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಕೃತಜ್ಞತೆ ಹೇಳ್ತೇನೆ. അന്ത്രയോസേ, ಅಂದ್ರೇನೆ പത്രോസേ, ಪೇತ್ರನೇ, ഇത് നിരത്തി ഇരുത്തിയിട്ട് വിളമ്പിക്കോ. ಅವರನ್ನು ಕೂರಿಸ್ಬಿಟ್ಟು ಇವರಿಗೆ ಹಂಚ್ಕ್ರಿ. വിളമ്പും തോറും വർദ്ധിച്ചു വരുന്നു. ನೋಡಿ, ಎಷ್ಟು ಹಂಚ್ಕೊಡ್ತಾ ಇದ್ರು ಅಷ್ಟು ಹೆಚ್ಚಾಗ್ತಾ ಇದೆ. ഇങ്ങനെയൊക്കെ നമുക്ക് ആത്മാവിനെ തരുത്തിരുന്നത് എന്താ? ಹೀಗೆ ಆತ್ಮನನ್ನು ಕೊಡೋದಿಲ್ವಾ? തരും, ಕೊಡ್ತಾನೆ. സ്വത്രം. വീടുകളിൽ ഇങ്ങനെ സമൃദ്ധി ഉണ്ടാകത്തിരുന്ന എന്തുവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ಮನೆಗಳಲ್ಲಿ ಈ ರೀತಿಯಾದ ಅಭಿವೃದ್ಧಿ ಉಂಟಾಗುವುದಿಲ್ವಾ? ನಿಮಗೆ ಸಂಶಯ ಇದೆಯಾ? ഡൗട്ട് ഉണ്ടാകരുത് ഇതില്. ಇದರಲ್ಲಿ ಸಂಶಯ ಪಡಬಾರದು. തരും, ಕರ್ತರು ಕೊಡ್ತಾನೆ. ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു എക്സ്പീരിയൻസ് പറയാം. ನಾನು ನಿಮಗೆ ಒಂದು ಅನುಭವ ಹೇಳ್ತೇನೆ. എന്റെ അനുഭവം കേൾക്കാൻ സന്തോഷമുണ്ടോ? ನನ್ನ ಅನುಭವ ಕೇಳೋದಕ್ಕೆ ನಿಮಗೆ ಸಂತೋಷ ಇದೆಯಾ? ആകപ്പാടെ 30 വയസ്സേ ഉള്ളൂ. ನನಗೆ 30 ವಯಸ್ಸು ಅಷ್ಟೇ. 10 വർഷം ആയതേ ഉള്ളൂ ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട്. ಸೇವೆಗೆ ಬಂದು 10 ವರ್ಷ ಅಷ್ಟೇ. പക്ഷേ യേശുപ്പച്ചനെ നേരിൽ കണ്ടുകൊണ്ടായിരിക്കുന്നു ഇപ്പോഴും. ಆದರೆ ಈಗ ಯೇಸುವನ್ನ ನೇರವಾಗಿ ನೋಡ್ತಾ ನಿಂತಿದ್ದೇನೆ. ಕಾರಣ ആശ്രയിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. ಆಶ್ರಯಿಸೋದಕ್ಕೆ ಅವನು ಮಾತ್ರ. അല്ലയോ? യേശു മാത്രമേ ഉള്ളൂ ആശ്രയിക്കാൻ. ಯೇಸು ಮಾತ್ರ ಇರೋದು. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഈ മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. ನಮಗೆ ತಿಂಗಳ ಕೂಟ ಇದೆ. കുറേ ചർച്ചകൾ ചേർന്ന് ഞങ്ങൾ ഓർഗനൈസേഷന്റെ കുറേ ചർച്ചകൾ ചേർന്ന് മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. ಸಂಸ್ಥೆಯ ಅನೇಕ ಸಭೆಗಳು ಸೇರಿ ತಿಂಗಳ ಕೂಟ ಇದೆ. സ്തോത്രം. ഒരു ദിവസം ഞങ്ങൾ ഫുഡ്, അവർക്കുള്ള ഫുഡ് കൺവെൻഷനും ഈ മീറ്റിംഗ് കൂടെ ഒരുമിച്ച് വെച്ചു. ಒಂದು ದಿನ ಕನ್ವೆನ್ಷನ್ ಮತ್ತೆ ಸಮ್ಮೇಳನ ಮತ್ತೆ ತಿಂಗಳ ಕೂಟ ಒಟ್ಟಿಗೆ ಇಟ್ಟಲ್ಪಡುತ್ತೆ. പരിമിതിക്കുള്ളിൽ 200 250 അത്രയും പേര്
അത്രയും പേരെ അതിൽ അക്കോമഡേറ്റ് ആവത്തുള്ളൂ. ನಾವು ನಮ್ಮ ಮಿತಿಯ ಮೇಲಕ್ಕೆ ಒಂದು 200 ಅಥವಾ 250 ಜನರಿಗೆ ಮಾತ್ರ ಒಳಗಡೆ ಕೂತ್ಕೊಳ್ಬಹುದು. ഞങ്ങളുടെ പറഞ്ഞത് ನಮಗೆ ಹೇಳಿದ್ದು 100 120 പേര് വരുമെന്ന്. ನಮಗೆ ಹೇಳಿದ್ದು 100 120 ಜನ ಬರ್ಬೋದು. സത്യം പറയാം പാസ്റ്ററെ, ಸತ್ಯ ಹೇಳ್ತೇನೆ, മീനിന്റെ കഷ്ണം ಮೀನಿನ ಲೆಕ್ಕ 120 കഷ്ണേ ഉള്ളൂ. 120 പീಸ್ಗಳು ಮಾತ್ರ. ചോറ് അത്രേ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ಅನ್ನ ಅಕ್ಕಿ ಕೂಡ ಅಷ್ಟೇ ಹಾಕಿರೋದು. എന്റെ സഭയെ വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക്. ಬೇಕಾದ್ರೆ ನಮ್ಮ ಸಭೆಗೆ ಫೋನ್ ಮಾಡಿ ಕೇಳ್ಬೋದು. ഉടനെ ഒരു ആന്റി എന്ന് പറയുക, ಕೂಡಲೇ ಒಂದು ಆಂಟಿ ಬಂದು ಹೇಳ್ತಿದ್ದಾರೆ, ആള് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം പോയിട്ടുണ്ട്. ಆ ಜನರು ನಾವು ನಿರೀಕ್ಷಿಸಿದಕ್ಕಿಂತ ಮೇಲಾಗಿ ಬಂದಿದ್ದಾರೆ. എനിക്ക് ഞങ്ങളുടെ ചർച്ചിൽ കുറച്ച് സഹോദരന്മാരുണ്ട്. ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಸಹೋದರ, പാസ്റ്ററേ ഇത് സംഭവിച്ചു. ಪಾಸ್ಟರ್ ಇದು ಸಂಭವಿಸಿತು. നമുക്ക് എന്തുവാ, ನಮಗೇನು 5 അപ്പവും 2 മീനും. 5 ರೊಟ್ಟಿ 2 ಮೀನು. നമുക്ക് പിന്നെ ഹോട്ടൽ അല്ലല്ലോ, ನಮಗೆ ಹೋಟ್ಲ್ ಇಲ್ಲಲ್ಲ, നമുക്ക് പിന്നെ സ്വർഗത്തിന്റെ കലവറയാണല്ലോ. ನಮಗೆ ಪರಲೋಕದ ಭಂಡಾರ ಅಲ್ವಾ. അപ്പൊ എല്ലാരോടും പറഞ്ഞു, ನಾವೆಲ್ಲರಿಗೂ ಹೇಳಿದ್ವಿ, എല്ലാരോടും പറഞ്ഞു, ಎಲ್ಲರಿಗೂ ಹೇಳಿದ್ವಿ 5 അപ്പവും 2 മീനും. 5 ರೊಟ್ಟಿ 2 ಮೀನು. അവരും അങ്ങ് ആമേൻ പറഞ്ഞു, ಎಲ್ಲರೂ ಆಮೇಲೆ ಹೇಳಿದ್ರು, ഞാനും അങ്ങ് ആമേൻ പറഞ്ഞു, ನಾನು ಆಮೇಲೆ ಹೇಳಿದೆ. ഇതങ്ങ് വിളമ്പാൻ തുടങ്ങി. ಇದು ಹಂಚೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿತು. പിറ്റേന്നും വന്നെന്ന് ഇതിന്റെ ബാലൻസ്, ಇದರ ಉಳಿತಾಯ ಮಾರನೇ ದಿನಕ್ಕೆ ಮತ್ತೆ ಬಾಕಿ ಬಂತು. കണ്ടെന്ന് മാസ്റ്റേ, ನಾವು ಅದನ್ನು ಕಣ್ಣಾರ ಕಂಡೆವು. നിങ്ങൾക്ക് ഇനി ഒരു നിങ്ങൾക്ക് ഈ സാക്ഷ്യം കേൾക്കും. കഴിഞ്ഞ വീക്ക് ട്യൂസ്ഡേ ഞാൻ കണ്ട അത്ഭുതം. ಕಳೆದ ಮಂಗಳವಾರ ನಾನು ಕಂಡಂತ ಅದ್ಭುತ. ട്യൂസ്ഡേ ഞാൻ കണ്ട അത്ഭുതം. ಮಂಗಳವಾರ ಕಂಡಂತ ಅದ್ಭುತ. ഈ സമൃദ്ധിയുടെ അത്ഭുതം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് പറയാം. അത് ഞാൻ കണ്ടു. ಆ ಸಮೃದ್ಧಿಯ ಅದ್ಭುತ ಅದನ್ನ ಕಂಡನು. 5 അപ്പവും 2 മീനും വർദ്ധിക്കുന്നത് ഞാൻ കണ്ടു. 5 ರೊಟ್ಟಿ 2 ಮೀನು ಅದು ಹೆಚ್ಚಾಗುವಂತ ನಾನು ನೋಡಿದೆ. വിശ്വസിച്ചുകൊണ്ടേ പോകാവൂ. ನೀವು ಇದು ನಂಬಿಕೆ ಇಟ್ಟೇ ಹೋಗ್ಬೇಕು. നിങ്ങൾക്കുള്ളത് കുറയ്ക്കുന്ന ഒരു യേശുവിനെ അല്ല നിങ്ങൾ വിളിക്കുന്നത്, ನಿಮಗಿರುವುದನ್ನ ಕಡಿಮೆ ಮಾಡುವ ಯೇಸುವನ್ನಲ್ಲ ನೀವು ಕೂಗುವಂತದ್ದು, വർദ്ധിപ്പിക്കുന്ന യേശുവിനെ വിളിക്കുന്നത്, ಹೆಚ್ಚು ಮಾಡುವಂತ ಯೇಸುವನ್ನ ನೀವು ಕೂಗುವಂತದ್ದು. ഓ ജീസസ്. അങ്ങനെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. ನೋಡಿ, ಹಾಗೆ ವಾಕ್ಯವು ಶಕ್ತಿಯಾಗಿ ಪ್ರಬಲಗೊಂಡು. തീ ഇറക്കാമോ? ಬೆಂಕಿ ಇಳಿಸ್ತೀರಾ? വചനം പരക്കാൻ വേണ്ടിയാ. ಬೆಂಕಿ ಪ್ರಬಲಗೊಳ್ಳುವುದಕ್ಕೆ. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 24:5 24:5 24:5 ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು. അവിടെ പറയുന്നത് പൗലോസിനെ കുറിച്ച് പറയുകയാണ്. ಅಲ್ಲಿ ಪೌಲನ ಕುರಿತು ಹೇಳುವಂತದ್ದು, ഈ ಮನುಷ್ಯನು ബാധയാണ്, ಒಂದು ಪೀಡೆಯಂತಿದೆ. ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെ ഇടയിൽ, ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲ ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ കലഹമുണ്ടാക്കുന്നു, ದಂಗೆ ಎಬ್ಬಿಸುತ್ತಿದ್ದಾನೆ, നസ്രയ മതത്തിന്റെ മുമ്പിൽ കയറി നടക്കുന്നു. ನಜರೇತಿನ ಪಾಷಾಣ ಮತದ ಪ್ರಮುಖನಾಗಿ ಕಂಡೆವು. പൗലോസിന്റെ സാക്ഷ്യം കണ്ടോ? ಪೌಲನ ಸಾಕ್ಷಿ ನೋಡಿ നിങ്ങൾക്ക് മനസ്സിലായോ? അയ്യോ അവൻ ദാ വരുന്നുണ്ട്, ಅಯ್ಯೋ ಅವನು ಬರ್ತಾ ಇದ್ದಾನೆ, അയ്യോ സംസാരിച്ച തീർന്നു എന്റെ ഇന്നത്തെ ദിവസം. ಅವನು ಇವತ್ತು ಮಾತನಾಡಿದ್ರೆ ಇವತ್ತು ನನ್ನ ದಿನ ಮುಗಿದೋಗ್ತದೆ. അതുകൊണ്ട് ആ അമ്മാമ വരുന്നുണ്ട് ഇപ്പം. ನೋಡಿ, ಆ ತಾಯಿ ಬರ್ತಾ ಇದ್ದಾರೆ. ഓ ഇനി എന്റെ 10 മിനിറ്റ് പോക്ക. ಈಗ ನನ್ನ 10 ನಿಮಿಷ ಹೋಗ್ತದೆ. അയ്യോ അങ്കിള് വരുന്നുണ്ട്, ಅಂಕ್ಲು ಬರ್ತಾ ಇದ್ದಾರೆ. ഓ ഇന്ന് എന്നെ കൊല്ലും, ಇವತ್ತು ನನ್ನ ಕೊಂದು ಬಿಡ್ತಾರೆ. ഇതാണോ നമ്മളെ കുറിച്ച് പറയുന്നത്? ಈ ಕಾರ್ಯಗಳನ್ನು ನಮ್ಮ ಕುರಿತು ಹೇಳ್ತಾ ಇದ್ದಾರಾ? അതാകരുത്, ಹಂಗ ಆಗ್ಬಾರ್ದು. യേശു കൊടുക്കുന്ന സാക്ഷ്യം കണ്ടോ? പൗലോസേ ಕೊಡುವಂತ ಸಾಕ್ಷಿ ഇവനിപ്പോൾ ಪೌಲನೇ. ബാധയാണ്. ನೋಡಿ, ಇವನು ಪೀಡೆ ಅಂತಿದೆ. ആമേൻ. ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെ ഇടയിൽ ഇവൻ കലഹം ഉണ്ടാക്കുന്നു. ಲೋಕದಲ್ಲಿರುವ ಎಲ್ಲಾ ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ ದಂಗೆ ಎಬ್ಬಿಸುತ್ತಿದ್ದಾನೆ. നസ്രയ മതത്തിന്റെ മുമ്പിൽ കയറി ഇവൻ നെഞ്ചും വിരിച്ചു നിൽക്കുക. ನಜರೇತಿನ ಮತದ ಮುಂದೆ ಆತನ ಪ್ರಮುಖನಂತೆ ಕಂಡೆವು. ആരെങ്കിലും ഒന്ന് അടിക്കാൻ വന്നാ മതി, ಯಾರಾದ್ರೂ ಹೊಡಿಯಕ್ ಬಂದ್ರೆ ಸಾಕು, പാസ്റ്ററേ 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 ಪಾಸ್ಟ್ರೇ ಪಾಸ್ಟ್ರೇ. ആ ಹೌದು ಅಲ್ಲ, ನೀವು ಎದೆಗೊಟ್ಟು ನಿಲ್ಬೇಕು. ಯವನದ ಈ ರಕ್ತದ ಬಿಸಿಯಲ್ಲಿ ಹೇಳ್ತಾ ಇಲ್ಲ, ಅನುಭವ ಅನುಭವ. ಕರ್ತನಿಗಾಗಿ ಎದೆಗೊಟ್ಟು ನಿಲ್ಬೇಕು. ಪ್ರಾಯ ಕಡಿಮೆ ಇರುವವರು ನನ್ನ ಮುಂದೆ ಕೂತಿದಾರಲ್ಲ, യേശുവിന് വേണ്ടി ഒന്ന് കയറിയിരിക്കാമോ? ಯೇಸುವಿಗಾಗಿ ನೀವು ಹತ್ತಿ ನಿಲ್ಬೋದಾ? പറയണം, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. നിങ്ങൾ ಇತರರು ನಿಮ್ಮ ಕುರಿತು ಹೇಳಬೇಕು. അവന്റെ അടുത്ത് പോയ വചനം മാത്രമേ കേൾക്കത്തുള്ളൂ. ಅವನ ಹತ್ರ ಹೋದ್ರೆ ವಾಕ್ಯ ಮಾತ್ರ ಕೇಳಿಸ್ಕೊಳ್ಳೋದು, മറ്റൊന്നും കൊണ്ട് നമ്മളെ പറയിപ്പിക്കരുത്. ಮತ್ತೊಂದು ಯಾವುದು ಹೇಳಬಾರದು. യേശുവിന്റെ സാക്ഷിയാന്നുള്ള സാക്ഷ്യം വേണം നിനക്ക്. ಯೇಸುವಿನ ಸಾಕ್ಷಿ ಎಂಬ ಸಾಕ್ಷಿ ನಿಮ್ಮಲ್ಲಿ ಬರಬೇಕು. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ അവൻ യഹൂദന്മാരുടെ ഇടയിൽ കലഹം ഉണ്ടാക്കുന്നവനായിരുന്നു. ಇವನು ಯಹೂದರ ಮಧ್ಯದಲ್ಲಿ ದಂಗೆ ಎಬ್ಬಿಸುವನಾಗಿದ್ದನು. യേശുവിനെ കുറിച്ച് പറയുന്നത്, ಯೇಸುವಿನ ಕುರಿತು ಹೇಳುವಂತದ್ದು, അവൻ ഗലീലെ തുടങ്ങി യഹൂദയിലെങ്ങും പഠിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ട് ಗಲೀಲದಿಂದ ಯಹೂದವರೆಗೂ ಕಲಿಸೋದಕ್ಕೆ ಉಪದೇಶಿಸೋದಕ್ಕೆ അവൻ ಪ್ರಾರಂಭಿಸಿದ. ജനത്തെ ആമേൻ കലഹിപ്പിക്കുന്നു എന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. ಜನರನ್ನ ದಂಗೆ ಎಬ್ಬಿಸ್ತಾನೆ ಎಂಬುದಾಗಿ ಅವನಿಗೆ ವಿರೋಧವಾಗಿ ಸಾಕ್ಷಿ ಹೇಳಿದರು. യേശു വന്നപ്പോഴും പൗലോസ് വന്നപ്പോഴും ಯೇಸು ಬಂದಾಗಲೂ ಪೌಲನು ಬಂದಾಗಲೂ ജനത്തിന്റെ ഇടയിൽ ഒരു ചലനം. ಜನರ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಚಲಿಸುವಿಕೆ. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ನೀನು ಎದ್ದು ನಿಲ್ಲುವಾಗ ജാതികളുടെ ഇടയിൽ ഒരു ചലനം ഉണ്ടാകണം. ಜನಾಂಗಗಳ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಚಲಿಸುವಿಕೆ ಉಂಟಾಗಬೇಕು. പറയണം, ಹೇಳಬೇಕು, ഇവനാണ് ಇವನು ദൈവപുരുഷൻ. ದೇವರ ಪುರುಷನು. ഹല്ലേലൂയ.
നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ನಾವು ಈಗ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. ഒന്ന്, 1 പരസ്യമായി നിൽക്കുന്ന ക്രൈസ്റ്റ്. ಬಹಿರಂಗವಾಗಿ ನಿಂತಿರೋ ಕ್ರಿಸ್ತನು. 2 ആയുധവർഗം മൊത്തം വെപ്പിച്ച് ನಿರ್ವಾಯುಧವಾಗಿ ಮಾಡಿದವನು. 3 ഏലിയാവ് എഴുന്നേക്കണം, ಏಲಿಯನು ಎದ್ದೇಳಬೇಕು, തീ ഇറക്കണം. ಬೆಂಕಿ ಇಳಿಬೇಕು. 4 യോശുവാവ് എഴുന്നേക്കണം, ಯೋಶುವನು ಎದ್ದೇಳಬೇಕು, എല്ലാം വെട്ടിക്കളയണം. ಎಲ್ಲವನ್ನ ಕಡದಾಕ್ಬೇಕು. 5 5 പുസ്തകം എല്ലാം ചൂടണം, ಪುಸ್ತಕಗಳೆಲ್ಲ ಸುಟ್ಟು ಹೋಗ್ಬೇಕು, വചനം പുറത്തോട്ട് പോകാൻ വേണ്ടി. ವಾಕ್ಯ ಹೊರಗಡೆ ಬರಬೇಕು. അടുത്തത് ಮುಂದಿಂದು ಯೇಸು ജനങ്ങളുടെ ഇടയിൽ ಜನರ ಮಧ್ಯದಲ್ಲಿ കലഹമുണ്ടാക്കുന്നവനായിരുന്നു, ದಂಗೆ ಬೀಸುವವನಾಗಿದ್ದನು, വചനം പഠിപ്പിക്കുന്നവനായിരുന്നു. ವಾಕ್ಯ ಕಲಿಸುವವನಾಗಿದ್ದನು. നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവാണ്. ನಾವು ಎಲ್ಲರೂ ಎದ್ದು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. താങ്ക് യു ലോർഡ്. എല്ലാവരും അല്പസമയം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ಸ್ವಲ್ಪ ಸಮಯ ಎಲ್ಲರೂ ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣ. താങ്ക് യു ലോർഡ് ജീസസ്. അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ അല്പസമയം, ಅನ್ಯ ಭಾಷೆ ಇರುವವರು ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ. ഈ ദേശം ഇളകണം, ಈ ದೇಶ ಎದ್ದೇಳಬೇಕು, ഈ ദേശം ഇളകണം, ಈ ದೇಶ ಚಲಿಸಬೇಕು. സത്യമായും വിളിച്ചു പറയുകയാണ്, ಸತ್ಯವಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, അടിസ്ഥാനം ഇളകണം. ಅಸ್ಥಿವಾರ ಕದಲ್ಪಡಬೇಕು. കാരണം സഭയാണ് ഭരിക്കേണ്ടുന്നത്. ಕಾರಣ ಸಭೆ ಅಧಿಕಾರ നിങ്ങൾ ನಡೆಸಬೇಕು. ഈ ദൗത്യം ഏറ്റെടുത്തേ ഒക്കത്തോളൂ. ನೀವು ಜವಾಬ್ದಾರಿಯನ್ನ ತೆಗೆದುಕೊಳ್ಳಲೇಬೇಕು. ബിൽഡ് ചെയ്യാൻ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ನೋಡಿ, ಕಟ್ಟುವುದಕ್ಕೆ ಕರ್ತನು ಎದ್ದು ನಿಂತಿದ್ದಾನೆ. ബൈബിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ಬೈಬಲ್ ಹೇಳುವಂತದ್ದು ಕಾರ್ಯ ಇದೆ. ഞാനാ എന്റെ സഭയെ പണിയുന്നത്. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟುತ್ತೇನೆ. എന്നിട്ട് അടുത്ത വാക്ക് എഴുതി വെക്കുക, ಮುಂದಿನ ವಾಕ್ಯ ಬರೆಯಲ್ಪಟ್ಟಿದೆ, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പോലും കഴിയത്തില്ല. ಪಾತಾಳದ ಗೋಪುರಗಳಿಗೆ ಜಯಿಸುವುದಕ್ಕೆ ಆಗುದಿಲ್ಲ ಎಂಬುದಾಗಿ. അതിന്റെ മീതെ നമ്മളിപ്പോ കയറിയിരിക്കുന്നത്. ಅದರ ಮೇಲೆ ನಾವು ನಿಂತಿರುವಂತದ್ದು. ഈ വചനം എന്ന അടിസ്ഥാനം നമുക്ക് ഇട്ടത് എന്തിനാന്ന് മനസ്സിലായോ? ವಾಕ್ಯ ಎಂಬ ಅಸ್ಥಿವಾರ ಹಾಕಿರೋದು ಯಾಕೆ ಗೊತ್ತಾ? യേശു സഭയെ പണിയാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ಯೇಸು ಸಭೆಯನ್ನು ಕಟ್ಟಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ ഇതല്ലല്ലോ എന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്. ಪರಿಶುದ್ಧಾತ್ಮ ತೋರಿಸುವಂತದ್ದು സഭയുടെ വളർച്ച ഇത്രയും മാത്രം അല്ലല്ലോ, ಸಭೆಯ ಬೆಳವಣಿಗೆ ಇಷ್ಟು ಮಾತ್ರವಲ್ಲ, ആത്മാക്കളുടെ വരവ് ഇത്രയും മാത്രം അല്ലല്ലോ, ಆತ್ಮಗಳು ಬರುವಂತದ್ದು ಇಷ್ಟು ಮಾತ್ರವಲ್ಲ. അവന്റെ വരവിന് മുമ്പേ, ಅವನ ಬರವಣದಕ್ಕಿಂತ ಮೊದಲೇ ആത്മാവാണ് സഭയുടെ അകത്ത് ആത്മാക്കളെ കയറ്റുന്നത്. ಆತ್ಮನಾಗಿದ್ದಾನೆ ಸಭೆಯ ಒಳಗೆ ಆತ್ಮಗಳನ್ನ ಬರಮಾಡುವಂತದ್ದು. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണമല്ലോ, ಆ ಮಟ್ಟಕ್ಕೆ ನಾವು ಬೆಳೆಯಬೇಕಲ್ಲ, ഉയർന്നേ ഒക്കത്തോളൂ. ನಾವು ಬೆಳೆಯಲೇಬೇಕು. ಎಲ್ಲರೂ ശബ്ദം ഉയരുന്നുവെങ്കിൽ ശബ്ദം ഉയർത്തുക, സഭ ശബ്ദം ഉയർത്തുക. ಶಬ್ದ ಎತ್ತೋದಕ್ಕಾದ್ರೆ ಶಬ್ದ ಎತ್ತಬೇಕು, ಸಭೆ ಶಬ್ದ ಮಾಡಬೇಕು. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പില്, ನೀವು ನಿಂತಿರುವ ಸ್ಥಳದಲ್ಲಿ, നിങ്ങളുടെ 4 ചുറ്റിനും, ನಿಮ್ಮ 4 ಸುತ್ತು, സ്തോത്രം, നിങ്ങൾ കരമുയർത്തി കൽപ്പിക്കുക. ನೀವು ಕರಗಳ ಮೇಲೆ ಎತ್ತಿ ಆಜ್ಞಾಪಿಸಿರಿ. യേശുവേ, ഞാൻ വടക്കിനോട് ഇന്ന് കൽപ്പിക്കുകയാണ്. ನಾವು ദക്ഷിണಕ್ಕೆ ನಾವು ಆಜ್ಞಾಪಿಸ್ತೇವೆ. ആമേൻ. എത്ര പേര് ഇത് പറയും? എത്ര പേര് പറയും വടക്ക്? ഞാൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ വടക്കിനോട് പറയുന്നു. ನಾವು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪಶ್ಚಿಮಕ್ಕೆ ಹೇಳ್ತೇನೆ. അവിടെയുള്ള ഗൃഹബിംബങ്ങളും സകല അശേര പ്രതിഷ്ഠകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ ജയം കൽപ്പിക്കുകയാണ്. ಅಲ್ಲಿರುವಂತ ಎಲ್ಲ ಸಕಲ ವಿಧವಾದ ವಿಗ್ರಹಗಳು ಅದರ ಕಾರ್ಯಗಳನ್ನು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಕಲ್ಪಿಸ್ತಾ ಇದ್ದೇನೆ. തെക്കിലുള്ള അശേര പ്രതിഷ്ഠകളെയും ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ಪೂರ್ವದಲ್ಲಿರುವಂತ ಎಲ್ಲಾ ಶಕ್ತಿಗಳನ್ನ ವಿಗ್ರಹ ಕಾರ್ಯಗಳನ್ನ ನಾವು ಯೇಸುವಿನ ಜಯ ಕಲ್ಪಿಸ್ತಾ കിഴക്കുള്ള എല്ലാ വിഗ്രഹങ്ങളും അതിന്റെ അധിപതികളുടെ മേളിൽ യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ಎಲ್ಲದರ ಮೇಲೆ ನಾವು ಅಧಿಕಾರವನ್ನು ಚಲಾಯಿಸ್ತಾ ಇದ್ದೇವೆ. പടിഞ്ഞാറുള്ള എല്ലാ വിഗ്രഹങ്ങളുടെ മേളിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. ಎಲ್ಲದರ ಮೇಲೆ പരസ്യമായി നിൽക്കുന്ന ക്രൈസ്റ്റ് റെവലേഷൻ, ബഹിരംഗವಾಗಿ നിಂತಿರುವ ഓപ്പണായി നിൽക്കുന്ന ക്രൈസ്റ്റ് റെവലേഷൻ, പ്രകടಗೊಂಡಿರುವಂತ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ 4 ദിക്കിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ನಾವು ಪ್ರಕಟಪಡಿಸುತ್ತಿದ್ದೇವೆ. Jesus name, Jesus name, Jesus name.
തീ കൊണ്ട് ഉത്തരമരുളുന്ന കർത്താവേ, ಬೆಂಕಿಯಿಂದ ಉತ್ತರ ಕೊಡುವ ಕರ್ತನೇ, ഞങ്ങൾ ഈ 4 ദിക്കിലേക്ക്, ನಾವು ಈ 4 ದಿಕ್ಕುಗಳಿಗೆ, അതിലെ ആയുധങ്ങളുടെ മേളിലേക്ക്, ಆಯುಧಗಳ ಮೇಲೆಗೆ, താന്നു പോന്ന ആയുധങ്ങളുടെ മേളിലേക്ക്, ಬಿದ್ದು ಹೋಗುವ ಆಯುಧಗಳ ಮೇಲೆ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി പ്രഖ്യാപിക്കുന്നു. ಬೆಂಕಿಯಿಂದ ಉತ್ತರ ಕೊಡುವಂತ ದೇವರ ನಾಮನ ಮೇಲೆ ಕೆತ್ತಿ യേശു ക്രിസ്തു, ಯೇಸು ಕ್ರಿಸ್ತನು. Jesus name. Raba kantala roba hazia tarameni abdaraba roigate bili kantala murian talaba usheseriam talama right hazian talabruma hazian talaba oraba. കർത്താവേ, 4 ദിക്കിലേക്ക്, 4 ദിക്കുಗಳಿಗೂ ആമേ പരസ്യമായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನನ್ನ നീതീകരണവും വിശുദ്ധീകരണവും ನೀತೀಕರಣ, ಪರಿಶುದ್ಧತೆ, നസ്രായൻ തന്ന അധികാരത്താൽ ನಸ್ರಾಯ ಕೊಟ್ಟ ആ ಅಧಿಕಾರದಿಂದ വചനത്തെ ಆ ವಾಕ್ಯವನ್ನ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ನಾವು ಅದನ್ನು ಪ್ರಕಟಪಡಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. കർത്താവേ, ಕರ್ತನೇ, ആമേ സകല പുസ്തകങ്ങൾ ചുട്ടുകരിച്ചോ, ಸಕಲ ಪುಸ್ತಕಗಳನ್ನು ಸುಟ್ಟು അതിന് ಹಾಕಿದ್ರು. എത്രത്തോളം വില ഉണ്ടായിരുന്നുവോ, ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಕ್ರಯವಿತ್ತು, ബൈബിൾ പറഞ്ഞതുപോലെ ಸತ್ಯವೇದ ಹೇಳಿದ ಹಾಗೆ ജാതികളുടെ നന്മകൾ ಜಾತಿಗಳ ಜನಾಂಗದ ആലയത്തിന്റെ ಒಳಿತುಗಳು അകത്ത് കയറോ, ಆಲಯದ ಒಳಗೆ ಬರುತ್ತದೆ. യേശുക്രിസ്തുവിന്റെ നാമത്തെ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ അതിനെ പ്രഖ്യാപിക്കുകയാണ്. ಅದನ್ನು ನಾವು ಪ್ರಖ್ಯಾತಿ ಪಡಿಸುತ್ತೇವೆ. 4 ദിക്കിലുമുള്ള 4 ದಿಕ್ಕಲ್ಲಿರುವ എല്ലാ ശുദ്ര പുസ്തകങ്ങളും ಎಲ್ಲ ಶುದ್ಧ ಪುಸ್ತಕಗಳನ್ನ യേശുക്രിസ്തുവിന്റെ നാമത്തെ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ വിധി എഴുത്തുകളെ ಎಲ್ಲ ವಿಧಿ ಪತ್ರಗಳನ್ನ വചനം ചൊല്ലി ಈ ವಾಕ್ಯ ಹೇಳಿ ഈ വചനം പുറപ്പെടുവിച്ച് ಈ ವಾಕ್ಯ അതിന്റെ മീതെ ಆ ಬೆಂಕಿಯಲ್ಲಿ ജയം കൽപ്പിക്കുന്നു. ಜಯವನ್ನು ಕಲ್ಪಿಸುತ್ತೇವೆ. അതിനിട്ടിരിക്കുന്ന വില ಅದಕ್ಕೆ ಹಾಕಿದ ಬೆಲೆ അത് നന്മയായി ಅದು ಒಳಿತಾಗಿ വിശുദ്ധമായി ವಿಶುದ್ಧವಾಗಿ ആലയത്തിന്റെ അകത്ത് കയറട്ടെ. ಆಲಯದ ಒಳಗಡೆ ಬರಲಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ಕರ್ತನೇ, ನಾವು ಒಟ್ಟಾಗಿ ಮತ್ತೊಂದು ಆವೃತ್ತಿ ಪ್ರಾರ್ಥಿಸುತ್ತಿದ್ದೇವೆ. ജനത്തിന്റെ ഇടയിൽ ಜನರ ಮಧ್ಯದಲ್ಲಿ കലഹമുണ്ടാക്കുന്നവൻ, ದಂಗೆ ಎಬ್ಬಿಸುವಂತ, ಜನಕ್ಕೆ ಜನಕ್ಕೆ സംസാരത്തിന് കാരണമായി തീർന്നവൻ, ಮಾತುಕ್ಕೆ ಕಾರಣ ಮಾಡುವಂತ ജനം പറയുന്നു, ಜನರು ಹೇಳ್ತಿದ್ದಾರೆ, അവನು ലോകത്തെ കീഴ്മേൽ മറിക്കുന്നെന്ന്. ಲೋಕವನ್ನ ತಲೆ ಕೆಳಗೆ ಮಾಡ್ತಾನೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ആ വചനം, ಆ ವಾಕ್ಯ ഈ ആലയത്തിന്റെ അകത്തേക്ക്, ಈ ಆಲಯದ ಒಳಗಡೆ Jesus name, Jesus name, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, Jesus name, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, Jesus name, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, Jesus name, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, Jesus name, ಯೇಸುವಿನ I release in Jesus name. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಪ್ರಚಾರ ಪಡಿಸುತ್ತೇವೆ. Baba banta la kama da kanta la da ta ta ra ta ta la ta 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 rototo ta 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 ready receive the holy fire. Shata mana teri masekerianta. Thank you Jesus name. കർത്താവേ, അങ്ങ് ഇന്ന് വെച്ചിരുന്ന ಕರ್ತನೆ ಇವತ್ತು ಮಾಡಿದಂತ സകല പൂർത്തീകരണത്തിന്റെയും ദൂതുകളെ, എല്ലാ പൂർത്തീಕರಣದ ಆಲೋಚನೆಗಳನ್ನು യേശു കർത്താവ് അങ്ങ് പകർന്നിരിക്കുക. നന്ദി. യേಸಪ್ಪ, ನೀನು ನಮಗೆ ಪ್ರಕಟಪಡಿಸಿ പരസ്യമായി നിൽക്കുന്ന ക്രൈസ്റ്റ്, ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನು, ಪಬ್ಲಿಕ್ ಆಗಿ നിൽക്കുന്ന യേശു, ನಿಲ್ಲುವಂತ ಯೇಸುವನ್ನ ഇന്ന് വെളിപ്പെട്ടതിനായി നന്ദി. ಇವತ್ತು ಪ್ರಕಟಗೊಂಡಿದ್ದಕ್ಕಾಗಿ ಕೃತಜ್ಞತೆ. നീതീകരണവും വിശുദ്ധീകരണവും വ്യാപരിക്കട്ടെ. ನೀತೀಕರಣ ವಿಶುದ್ಧೀಕರಣ ವ್ಯಾಪರಿಸಲಿ. എനിക്ക് വേണ്ടി യേശു പരസ്യമായി നിൽക്കുന്നു. ನನಗೋಸ್ಕರ ಯೇಸು ಬಹಿರಂಗವಾದ, ജയത്തിന്, ನನ್ನ ಜಯಕ್ಕೆ, എന്റെ അനുഗ്രഹത്തിന്, ನನ್ನ ಆಶೀರ್ವಾದಕ್ಕೆ, സഭയുടെ വളർച്ചയ്ക്ക്, ನನ್ನ ಸಭೆಯ എന്റെ ಆಶೀರ್ವಾದಕ್ಕೆ, അപ്പനുമായുള്ള ബന്ധത്തിന്, ನನ್ನ ತಂದೆಯ ಸಂಬಂಧಕ್ಕೆ, എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി, ನಾನು ಪಾಪ ಮಾಡದೇ ಇರುವುದಕ್ಕೆ, അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ಅಭಿಷೇಕ ಹೊಂದೋದಕ್ಕೆ യേശു പരസ്യമായി നിൽക്കുന്നു. ಯೇಸು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ಧಾರಾಳವಾಗಿ ಎಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. സ്തോത്രം. ദൈവം നമ്മളെ ഒരുമിച്ച് ബലപ്പെടുത്തട്ടെ. ದೇವರು ನಮ್ಮನ್ನೆಲ್ಲರನ್ನು ಒಟ್ಟಾಗಿ ಬಲಪಡಿಸಲಿ. താങ്ക് യു.